ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത സെക്ഷനാണ് ഗ്രാഫിക്കൽ അനാലിസിസ് ഓഫ് മോഷൻ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം അറിയേണ്ടത്, സപ്പോസ് എൻ്റെ ഒരു ഗ്രാഫ് ഉണ്ടെങ്കിൽ, ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ, ബിക്കോസ് ആ ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഗ്രാഫ് ഉണ്ടാവും, റൈറ്റ്. എനിക്ക് ആ ഗ്രാഫിന്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ആ ഗ്രാഫിലെ, അതായത് എൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫിലെ ഓരോ പോയിന്റിലെയും ടാൻജന്റിന്റെ സ്ലോപ്പ്, റൈറ്റ്, അത് ആ ഫംഗ്ഷന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതുപോലെ തന്നെ ആ ഗ്രാഫിന്റെ അണ്ടറിലുള്ള ഏരിയ, എനിക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, എനിക്ക് അതാണ് ആദ്യം അറിയേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. സപ്പോസ് ഇനീഷ്യലി എൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, y = f(x), അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷന്റെ ഗ്രാഫാണിത്. എനിക്ക് ഫസ്റ്റ് അറിയേണ്ടത്, ഞാൻ ഈ ഫംഗ്ഷനിൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന ടാൻജന്റിന്റെ സ്ലോപ്പ്, അതായത് സപ്പോസ് ഈ പോയിന്റാണ് നമ്മൾ ഇൻട്രസ്റ്റഡ് എങ്കിൽ ആ പോയിന്റിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. എനിക്ക് ഈ ടാൻജന്റ് സ്ലോപ്പ് എന്താണെന്ന് അറിയണം, റൈറ്റ്. നമ്മൾ എന്തുകൊണ്ടാണ് ഇതിൽ ഇൻട്രസ്റ്റഡ് ആണെന്നത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. സോ ഫസ്റ്റ് നമ്മൾ ആദ്യം ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു, റൈറ്റ്. നമുക്ക് നോക്കാം, റൈറ്റ്. ഞാനിപ്പോൾ ഈ പോയിന്റിൽ കൂടെ ഞാനൊരു ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ, റൈറ്റ്, ഇതാണ് നമ്മുടെ ടാൻജന്റ്. ഈ ടാൻജന്റിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം, റൈറ്റ്. എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ ആ ഫംഗ്ഷൻ എടുക്കുക, എന്നിട്ട് ആ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, റൈറ്റ്. അതായത് എനിക്ക് പറയാം ടാൻജന്റിന്റെ സ്ലോപ്പ് ഈക്വൽ ടു dy/dx അല്ലെങ്കിൽ d/dx ഓഫ് ആ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ കിട്ടുന്നതാണ് ആ പർട്ടിക്കുലർ പോയിന്റിലെ ടാൻജന്റ് സ്ലോപ്പ്. ഫോർ എക്സാമ്പിൾ, സപ്പോസ് നമ്മുടെ ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y = x² ആണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ടാൻജന്റ് സ്ലോപ്പ് എന്റെ ഈ ഡെഫിനിഷൻ അനുസരിച്ച് എനിക്ക് എങ്ങനെ എഴുതാം, ടാൻജന്റ് സ്ലോപ്പ് = d/dx ഓഫ് x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ = 2x എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഓക്കെ, റൈറ്റ്. ഇപ്പോൾ നമ്മുടെ ഈ ഗ്രാഫ് ആക്ച്വലി y = x² റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രാഫ് അല്ല, y = x² റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്, റൈറ്റ്. അപ്പോൾ എനിക്കിപ്പോ x = 2 സ്ലോപ്പ് വേണമെന്നുണ്ടെങ്കിൽ, x = 2 എന്ന് പറഞ്ഞാൽ സപ്പോസ് ഇവിടെ എങ്ങനെ വരും, റൈറ്റ്. ഈ പോയിന്റ് കൂടെ പാസ് ചെയ്ത് പോകുന്ന ടാൻജന്റ് സ്ലോപ്പ്, അതായത് ഈ ടാൻജന്റ് സ്ലോപ്പ് ആണ് ആക്ച്വലി 2x എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 × 2, അതായത് 4 ആണ് ഈ പോയിന്റ് കൂടെ പാസ് ചെയ്ത് പോകുന്ന ടാൻജന്റ് സ്ലോപ്പ്. അതായത് എനിക്ക് ഇപ്പൊ x = 18 സ്ലോപ്പ് വേണമെങ്കിൽ ഞാൻ x = 18 കറസ്പോണ്ടിങ്ങിന് ഞാനൊരു ടാൻജന്റ് വരയ്ക്കുക. ഈ ടാൻജന്റ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 × 18, അതാണ് അതിന്റെ മീനിങ്. അതായത് എൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷനിലെ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ ടാൻജന്റ് സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ ആ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. വൺസ് ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഏത് പോയിന്റിലെ ടാൻജന്റിലാണോ ഞാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് അവിടുത്തെ x കോർഡിനേറ്റ് ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എനിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഫംഗ്ഷനിലെ പോയിന്റിലെ ടാൻജന്റ് സ്ലോപ്പ് കിട്ടും. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്ക് മനസ്സിലായി എൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷനിലെ ടാൻജന്റ് സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കാന്ന്, റൈറ്റ്. ഇനി നമുക്ക് ഓൾറെഡി അറിയാം എൻ്റെ ഒരു ലൈൻ ഉണ്ടെങ്കിൽ, സപ്പോസ് ഇതൊരു ലൈനാണ്, ഈ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ആ ലൈൻ x ആക്സിസ് മേക്ക് ചെയ്യുന്ന ആംഗിളിന്റെ ടാൻ ഫംഗ്ഷൻ ആണ്, റൈറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ബേസിക്കലി ഇതേ ടാൻജന്റ് സ്ലോപ്പിന് ഈ ആംഗിൾ ആണ് അത് x ആക്സിസ് മേക്ക് ചെയ്യുന്നത്, റൈറ്റ്. അപ്പൊ എനിക്ക് എഴുതാം ആക്ച്വലി ടാൻജന്റ് സ്ലോപ്പ്, അതായത് m = d/dx ഓഫ് y എന്ന് പറഞ്ഞാൽ f(x) തന്നെയാണ്. അത് ബേസിക്കലി എന്താണ്, ടാൻ തീറ്റ. തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ മേക്കിംഗ് വിത്ത് x ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ്. ഓക്കെ, റൈറ്റ്. നമുക്ക് അങ്ങനെ ബേസിക്കലി നമുക്ക് സ്ലോപ്പ് എന്താണെന്ന് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. എങ്കിൽ ഞാനിപ്പോൾ വേറൊരു കേസ് പറയാം. സപ്പോസ് എനിക്കറിയേണ്ടത് ഈ പോയിന്റ് കൂടെ പോകുന്ന ടാൻജന്റ് സ്ലോപ്പ് ആണ്. അപ്പൊ ചോദിക്കാൻ എന്താ സ്പെഷ്യാലിറ്റി എന്ന്. അതിന്റെ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ബൈ മിസ്റ്റേക്ക് നമ്മളിത് ഈ ആംഗിൾ നമ്മൾ കൺസിഡർ ചെയ്യാൻ സാധ്യതയുണ്ട്. അത് തെറ്റാണ്. ബിക്കോസ് x ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതാണ് നമ്മുടെ x ആക്സിസ്, റൈറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംഗിൾ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, റൈറ്റ്. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതാണ് നമ്മുടെ ലൈൻ, ഇതാണ് നമ്മുടെ x ആക്സിസ്, ഇതാണ് നമ്മുടെ ആംഗിൾ, റൈറ്റ്. ഇവിടെയും അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ x ആക്സിസ്, ഇതാണ് നമ്മുടെ ലൈൻ, ഇതാണ് നമ്മുടെ ആംഗിൾ, റൈറ്റ്. സോ നമ്മൾ എപ്പോഴും അങ്ങനെ ആയിരിക്കണം നമ്മുടെ ആംഗിൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, എങ്കിൽ ഇനി അടുത്തത് നമുക്ക് ഇനി അറിയേണ്ടത് എന്താണ് പോസിറ്റീവ് സ്ലോപ്പ്, എന്താണ് നെഗറ്റീവ് സ്ലോപ്പ്, എപ്പോഴാണ് സ്ലോപ്പ് 0 ആവുന്നത്, എപ്പോഴാണ് സ്ലോപ്പ് ഇൻഫിനിറ്റി ആവുന്നത്, നമ്മൾ ഓരോ കേസസ് നോക്കാൻ പോവാണ്. ഓക്കെ, ഫസ്റ്റ് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാ, റൈറ്റ്. സപ്പോസ് എൻ്റെ ഒരു ഗ്രാഫ് ഉണ്ട്, റൈറ്റ്. എൻ്റെ സ്ലോപ്പ് ഇങ്ങനെയാണെന്ന് വെച്ചോ, റൈറ്റ്. ഇത് പോസിറ്റീവ് സ്ലോപ്പ് ആണ്. കാരണം എന്താ, ഇത് x ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ. നമുക്കറിയാം 0ക്കും 90 ഡിഗ്രിക്കുള്ള ഏത് ആംഗിൾ ടാനിനകത്ത് വന്നാലും ഓക്കെ എനിക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ പോസിറ്റീവ് ആണ്. സോ ഇത് പോസിറ്റീവ് സ്ലോപ്പ് ആണ്.
ഓക്കെ റൈറ്റ്. പിന്നെ ആക്ച്വലി ഇത് ഇങ്ങനെ ജസ്റ്റ് മനസ്സിലാക്കുക, അതായത് ഇവിടെ എക്സ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് വൈ ഇൻക്രീസ് ചെയ്യുക. സോ ഞാൻ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, ബിക്കോസ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ y2 - 5 ഡിവൈഡ് ബൈ x2 - x എന്ന് ഫോർ എ സ്ട്രൈറ്റ് ലൈൻ റൈറ്റ്. അപ്പോൾ ഞാൻ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡെൽറ്റ വൈ പോസിറ്റീവ് ആണ്, ബിക്കോസ് എക്സ് കൂടുന്നതനുസരിച്ച് വൈ ഇൻക്രീസ് ചെയ്യുവാണ് റൈറ്റ്. അപ്പോൾ ഇതിവിടെ പോസിറ്റീവ് സ്ലോപ്പ് ആണ് റൈറ്റ്. ഇനി അതേസമയം ഇങ്ങനത്തെ സ്ലോപ്സ് വന്നാലോ, ഇത് നെഗറ്റീവ് സ്ലോപ്പ് ആണ്. കാരണം എന്താണ്, ബിക്കോസ് ഇത് എക്സ് ആക്സിസ് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഓക്കെ 90നേക്കാളും വലിയ ആംഗിൾ ആണ്. ടാനിനകത്ത് 90നേക്കാളും ബിഗർ ആയിട്ടുള്ള ആംഗിൾ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എനിക്ക് കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. സോ ഇത് നെഗറ്റീവ് സ്ലോപ്പ് ആണ്. ഓക്കെ, ഇത് നെഗറ്റീവ് സ്ലോപ്പ് ആണ് റൈറ്റ്. ഇനി നമുക്കത് ഇങ്ങനെ മനസ്സിലാക്കാം, ഞാനിവിടെ എക്സിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വൈന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുവാണ്. സോ ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. സോ അതുകൊണ്ടാണ് നെഗറ്റീവ് വന്നത്. ഓക്കെ റൈറ്റ്. ഇനി അടുത്ത കേസ്, ഇതാണ് നമ്മുടെ ലൈൻ എങ്കിൽ ഇതിന്റെ സ്ലോപ്പ് 0 ആണ്. ഇത് 0 സ്ലോപ്പ് ആണ്, ബിക്കോസ് ഈ ലൈൻ നമ്മുടെ എക്സ് ആക്സിസ് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി ആണ്. ടാൻ 0 എന്ന് പറഞ്ഞാൽ 0. സോ ഇത് നോ സ്ലോപ്പ്. ഓക്കെ, അത് ഇൻറ്റ്യൂറ്റീവ്ലി നമുക്ക് ഫീൽ ചെയ്യും, ബിക്കോസ് ഞാൻ എക്സ് ആക്സിസ് കൂടെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വൈക്ക് ചേഞ്ച് ഒന്നും വരുന്നില്ല, വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് പോകുന്നത്. സോ നോ സ്ലോപ്പ് റൈറ്റ്. എങ്കിൽ അടുത്ത സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു ലൈൻ വന്നു കഴിഞ്ഞാൽ ഓക്കെ, ഈ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്. കാരണം ഒന്ന്, ഇത് എക്സ് ആക്സിസ് മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്. നമുക്ക് ഓൾറെഡി അറിയാം ടാൻ 90 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്. സോ ഇത് ഇൻഫിനിറ്റ് സ്ലോപ്പ് ആണ്. ഓക്കെ, സോ നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷന്റെ ഓരോ പോയിന്റിലെയും ടാൻജന്റ് സ്ലോപ്പ് അങ്ങനെ കണ്ടുപിടിക്കാൻ അറിയാം. ആൻഡ് ഞാൻ ആ സ്ലോപ്പിന്റെ സ്ട്രക്ചർ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അതിനകത്തുനിന്ന് സ്ലോപ്പ് പോസിറ്റീവ് നമ്പർ ആണോ നെഗറ്റീവ് നമ്പർ ആണോ 0 ആണോ ഇൻഫിനിറ്റി ആണോ എന്ന് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാനും അറിയാം. ഓക്കെ റൈറ്റ്. എങ്കിൽ എനിക്കിനി അടുത്ത അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷന്റെ അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അടുത്തൊരു ക്യാരക്ടറാണ് ഏരിയ റൈറ്റ്. ഏരിയ അണ്ടർ എ കർവ്. നോക്കാം, സപ്പോസ് ഇതൊരു ഫംഗ്ഷൻ ആണ് y = f of x റൈറ്റ്. എനിക്കറിയേണ്ടത് ഈ ഫംഗ്ഷനിൽ സം ഞാനൊരു x = റൈറ്റ്, ഈ പോയിന്റ് ആണ് x = a, ഈ പോയിന്റ് ആണ് x = b. എനിക്കറിയേണ്ടത് x = a ക്കും x = b ക്കും ഇടയ്ക്ക് നമ്മുടെ ഈ ഫംഗ്ഷൻ കവർ ചെയ്യുന്ന ഏരിയ എത്ര. ഓക്കെ റൈറ്റ്, എനിക്കതാണ് അറിയേണ്ടത്. അപ്പോൾ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ കയ്യിലുണ്ട്. സോ ഞാനൊരു സ്മോൾ ഏരിയ കണ്ടുപിടിച്ച് ഞാൻ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ടോട്ടൽ ഏരിയ കിട്ടും. സോ എനിക്ക് പറയാം ഇതിനിടയ്ക്കുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഇവിടെയുള്ള ഒരു സ്മോൾ ഏരിയ കണ്ടുപിടിക്കണം. എനിക്ക് എങ്ങനെ സ്മോൾ ഏരിയ കണ്ടുപിടിക്കാം? സ്മോൾ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു ഇൻഫിനിറ്റെസിമൽ ഏരിയ എലമെന്റ് കൺസിഡർ ചെയ്യുക. എനിക്ക് എന്തായാലും അറിയാം ഇതിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ dx ആണ്. ആൻഡ് ഇതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതെന്ന് പറഞ്ഞാൽ ബേസിക്കലി y ആണ്, അതായത് ഇവിടുത്തെ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y ആണ്. ഇനി നമുക്കറിയാം y ആണ് f of x എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ f of x ആണ്. സോ നമുക്ക് അവിടുത്തെ സ്മോൾ ഏരിയ dA = f of x dx എന്ന് എഴുതാം, ബിക്കോസ് ഹൈറ്റ് ഇൻറ്റു ഈ ലെങ്ത്. ഓക്കെ, എങ്കിൽ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്താൽ മതി, ഇതിനെ ത്രൂ ഔട്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഞാൻ എവിടെ തൊട്ട് ഇതൊരു ഇന്റഗ്രേറ്റ് ചെയ്യണം? x = a തൊട്ട് x = b വരെ, ബിക്കോസ് എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള ഏരിയ ആണ് എനിക്ക് വേണ്ടത്. സോ എനിക്ക് എഴുതാം ഇന്റഗ്രൽ a to b f of x dx. സോ നമ്മൾ അടുത്തൊരു ഫാക്ട് പഠിച്ചു റൈറ്റ്. അതായത് എൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഞാൻ ആ ഫംഗ്ഷനെ ഒരു പർട്ടിക്കുലർ വിഡ്ത്തിൽ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്താൽ എനിക്ക് കിട്ടുന്നത് ആ ഒരു വിഡ്ത്തിനിടയ്ക്ക് നമ്മുടെ ഫംഗ്ഷൻ എൻക്ലോസ് ചെയ്യുന്ന ഏരിയ എത്രയാണോ എനിക്ക് ആ ഏരിയ ആണ് ബേസിക്കലി എനിക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാവുന്ന മറ്റൊരു ഫാക്റ്റ് ആണ് ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും റിവേഴ്സ് പ്രോസസ് ആണ്. അതായത് സപ്പോസ് ഇപ്പൊ എൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട് f of x. ഞാൻ ഈ f of x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് മറ്റൊരു ഫംഗ്ഷൻ കിട്ടുന്നു g of x റൈറ്റ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഞാൻ ഈ g of x നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എനിക്ക് f of x കിട്ടും. അതായത് ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും റിവേഴ്സ് പ്രോസസ് ആണ്. ഈ ഫംഗ്ഷന്റെ ഇന്റഗ്രൽ ആണ് ഈ ഫംഗ്ഷൻ എങ്കിൽ ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് ഈ ഫംഗ്ഷൻ. അത് മറ്റൊരു ഫാക്ട് ആണ്. അപ്പോൾ നമുക്ക് ഇനി നേരെ നമ്മുടെ കൈനമാറ്റിക് ഡെഫിനിഷൻസിലേക്ക് വരാം. നമുക്ക് ഓൾറെഡി അറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ dx/dt ആണ്. അതായത് എൻ്റെ പൊസിഷൻ ആസ് എ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഓക്കെ, അതായത് എൻ്റെ x of t ഉണ്ടെങ്കിൽ അതിനെ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എന്തോ അതാണ് ബേസിക്കലി വെലോസിറ്റി. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാ? സപ്പോസ് എൻ്റെ x of t എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്, ഞാൻ അതിനൊരു ഗ്രാഫ് ആയിട്ട് വരയ്ക്കുവാണ്. സപ്പോസ് ഇതാണ് നമ്മുടെ ടൈം ആക്സിസ്, ഇതാണ് x of t, അതായത് x ആക്സിസ്. സപ്പോസ് ഞാനൊരു ഗ്രാഫ് ആയിട്ട് വരയ്ക്കുന്നു. ഓക്കെ, ഇനി ഞാൻ വെറുതെ ചോദിക്കുവാണ്, ഓക്കെ ഈ ഗ്രാഫിലെ ഒരു പർട്ടിക്കുലർ പോയിന്റിന്റെ സ്ലോപ്പ് എന്താണ്? ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാം സപ്പോസ് എൻ്റെ ഒരു y വേഴ്സസ് x ഗ്രാഫ് ഉണ്ടെങ്കിൽ ഈ ഗ്രാഫിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ ടാൻജന്റ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്തുവായിരുന്നു? dy/dx. ഇതാണ് ഒരു പർട്ടിക്കുലർ പോയിന്റിലെ ടാൻജന്റ് സ്ലോപ്പ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ
ഈ ഗ്രാഫിന്റെ അതായത് നമ്മുടെ എക്സ് വേഴ്സസ് ടിയുടെ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ ടാൻജന്റ് സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dx/dt. സോ നമ്മൾ റിയലൈസ് ചെയ്തു ദാറ്റ് ഇംപ്ലൈസ് സ്ലോപ്പ് ഈക്വൽ ടു dx/dt. ഇനി നമ്മുടെ ജസ്റ്റ് കൈനമാറ്റിക് ഡെഫിനിഷൻ നോക്കുക. dx/dt എന്ന് പറഞ്ഞാൽ എന്തുവാ? വെലോസിറ്റി. സോ നമ്മൾ റിയലൈസ് ചെയ്തു എൻ്റെ ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് ഉണ്ടെങ്കിൽ ഓക്കെ, ആ ഗ്രാഫിലെ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ ടാൻജന്റ് സ്ലോപ്പ് ആണ് വെലോസിറ്റി. ഓക്കെ റൈറ്റ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം സപ്പോസ് ഞാനിപ്പോൾ ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുകയാണ്. ഓക്കെ റൈറ്റ്. ഇങ്ങനെയാണ് എൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ആണെന്ന് വെച്ചാൽ, അതായത് ഇതാണ് എൻ്റെ എക്സ് ഓഫ് ടി, ഇതാണ് എൻ്റെ ടി ആക്സിസ്. നമുക്ക് ഈ ഗ്രാഫിനെ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാൻ നോക്കാം. ഓക്കെ റൈറ്റ്. നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് ആണെങ്കിൽ അതിന്റെ ഓരോ പർട്ടിക്കുലർ പോയിന്റിലെയും ടാൻജന്റ് സ്ലോപ്പ് ആണ് വെലോസിറ്റി. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നോക്കി ഏതാണ്ട് ഈ ഒരു റീജിയനിൽ ഈ ഗ്രാഫ് ഓൾമോസ്റ്റ് ഒരു സ്ട്രൈറ്റ് ലൈൻ പോലെയാണ് നിൽക്കുന്നത്. ഓക്കെ, ഒരു സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ അതിൽ എല്ലായിടത്തും ഒരേ സ്ലോപ്പ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലായിടത്തും ഒരേ സ്ലോപ്പ് ആണ്. അതായത് ഇവിടെ എല്ലായിടത്തും ഞാൻ ടാൻജന്റ് വരച്ചാൽ ഏതാണ്ട് ഒരേ സ്ലോപ്പ് ആയിരിക്കും ടാൻജന്റ് കിട്ടുന്നത്. അതായത് ഏതാണ്ട് ഈ ഒരു റീജിയനിൽ എല്ലായിടത്തും ഒരേ വെലോസിറ്റി ആണ്. ബിക്കോസ് ടാൻജന്റ് വെലോസിറ്റി, ടാൻജന്റ് സ്ലോപ്പ് ആണ് വെലോസിറ്റി. എല്ലായിടത്തും ടാൻജന്റ് സ്ലോപ്പ് സെയിം ആണ്. സോ വെലോസിറ്റി സെയിം ആണ്. അതായത് ഇവിടെ തൊട്ട് ഇതുവരെയുള്ള ഈ ടൈം ഇന്റർവെലിൽ ഈ ഒബ്ജക്റ്റ് ഒരേ വെലോസിറ്റിയിലാണ് മൂവ് ചെയ്തത്. സോ യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്തത്. ഇനി നമുക്ക് കാണാൻ പറ്റും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരും തോറും കണ്ടോ, നമ്മുടെ ടാൻജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചറിലാണ്. നമുക്ക് എന്തായാലും അറിയാം ഇങ്ങനെയാണ് നമ്മുടെ ടാൻജന്റ് വരുന്നതെങ്കിൽ അതിന്റെ സ്ലോപ്പ് പോസിറ്റീവ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇത് പോസിറ്റീവ് സ്ലോപ്പ് ആണ്, റൈറ്റ്. പക്ഷേ അത് ഇങ്ങോട്ട് പോകുന്നതോറും കണ്ടോ ആ സ്ലോപ്പ് കുറഞ്ഞു വരിക. അതായത് ഇങ്ങോട്ട് പോകുന്നതോറും എക്സ് ആക്സിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ കുറെ കൂടെ ചെറുതാകുകയാണ്. ഇവിടെ കുറച്ചുകൂടെ ബിഗർ ആണ്. ഏറ്റവും ടോപ്പിൽ എത്തുമ്പോൾ കണ്ടോ എക്സ് ആക്സിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ 0 ആയി. അതായത് അതിന്റെ അർത്ഥം ഇവിടെയൊക്കെ ടാൻജന്റ് സ്ലോപ്പ് പോസിറ്റീവ് ആണ്. എന്ന് വെച്ചാൽ അതിന്റെ വെലോസിറ്റി പോസിറ്റീവ് ആണ്. പക്ഷേ വെലോസിറ്റി അങ്ങോട്ട് പോകുന്നതോറും കുറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ 0 ആയെന്നാണ്. ബിക്കോസ് ഈ പോയിന്റ് ടാൻജന്റ് സ്ലോപ്പ് 0 ആണ്. സോ വെലോസിറ്റി 0 ആണ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഈ ഒരു ഇന്റർവെല്ലിൽ ഓൾമോസ്റ്റ് വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരുന്നു. സോ അത് യൂണിഫോം വെലോസിറ്റിയിലാണ് പോയത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഈ ഒരു ഇന്റർവെല്ലിൽ അതിന്റെ വെലോസിറ്റി ഡിക്രീസ് ചെയ്തു ഈ പർട്ടിക്കുലർ ടൈമിൽ എത്തിയപ്പോഴത്തേക്കും അതിന്റെ വെലോസിറ്റി 0 ആയി. ബിക്കോസ് ടാൻജന്റ് സ്ലോപ്പ് 0 ആയി. ഓക്കെ റൈറ്റ്. ഇനി ആഫ്റ്റർ ദാറ്റ് ഇതിന് ശേഷം കണ്ടോ അതിന്റെ സ്ലോപ്പ് നെഗറ്റീവ് ആകുവാണ്, റൈറ്റ്. ബിക്കോസ് അത് നെഗറ്റീവ് സ്ലോപ്പ് ആണ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം വെലോസിറ്റി നെഗറ്റീവ് ആയി. എന്ന് വെച്ചാൽ ആ ഒബ്ജക്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മോഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ റൈറ്റ്. അതായത് ഇവിടെ നിന്ന് ഏതാണ്ട് ഇതുവരെ. ഓക്കെ, അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെയൊക്കെ നെഗറ്റീവ് സ്ലോപ്പാണ്, ഇവിടെ എല്ലായിടത്തും നെഗറ്റീവ് സ്ലോപ്പാണ്, റൈറ്റ്. പക്ഷെ ആ നെഗറ്റീവ് സ്ലോപ്പ് ഇങ്ങോട്ട് വരുന്നതോറും കൂടി വരിക. ബിക്കോസ് ഇവിടെയാണെങ്കിൽ നമ്മുടെ നെഗറ്റീവ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അതായത് ഈ ഒരു ലെവലേ ഉള്ളൂ. അതേസമയം ഓക്കെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെഗറ്റീവ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലേ ഉള്ളൂ. അതേസമയം ഇവിടെ എത്തിയപ്പോഴും നമ്മുടെ നെഗറ്റീവ് സ്ലോപ്പ് വളരെ വലുതായി. ബിക്കോസ് നമ്മുടെ വൈ ആക്സിന് പാരലായി ഓൾമോസ്റ്റ്. ഓക്കെ റൈറ്റ്. അതായത് നമ്മുടെ ഇങ്ങോട്ട് വരുന്നതോറും നമ്മുടെ നെഗറ്റീവ് ഡയറക്ഷനിലെ സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യുവാണ്. അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സ്പീഡ് കൂടി വരുവാണ്, വെലോസിറ്റി കൂടി വരുവാണ്. ആൻഡ് നമുക്കിത് ഇവിടെയൊക്കെ എത്തുന്നതോറും നമുക്ക് കാണാൻ പറ്റുന്നത് കണ്ടോ അതിന്റെ വൈ ഡയറക്ഷനിലെ സ്ലോപ്പ് കുറഞ്ഞു വരുവാണ്. ബിക്കോസ് ഇതിനേക്കാളും കുറച്ചും കൂടെ സ്ലോപ്പ് കുറവാണിത്. ഇവിടെ എത്തിയപ്പോഴോ സ്ലോപ്പ് അഗെയിൻ 0 ആയി. ബിക്കോസ് എക്സ് ആക്സിന് പാരലായി. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇവിടെ സ്ലോപ്പ് 0 ആയിരുന്നു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതോറും അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മോഷൻ സ്റ്റാർട്ട് ചെയ്തു. ഏതാണ്ട് ഇതുവരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യുമായിരുന്നു, വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുമായിരുന്നു. ഏതാണ്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ലോപ്പ് ഡിക്രീസ് ചെയ്യുവാണ്. ഏതാണ്ട് ഇവിടെ എത്തിയപ്പോഴോ സ്ലോപ്പ് 0 ആയി, റൈറ്റ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ആ ഒബ്ജക്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മോഷൻ സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ കുറച്ച് ടൈം ഇന്റർവെല്ലിൽ അതിന്റെ സ്പീഡ് കൂടുവാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പീഡ് കുറഞ്ഞ് ഏതാണ്ട് ഇത്രയും സമയമായപ്പോഴത്തേക്ക് ആ ഒബ്ജക്റ്റ് റെസ്റ്റിലായി. എന്ന് വെച്ചാൽ അതിന്റെ സ്പീഡ് 0 ആയി. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് കണ്ടോ അതിന്റെ സ്ലോപ്പ് എഗെയിൻ പോസിറ്റീവ് ആണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റിലായി. എന്നിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പിന്നെ മോഷൻ സ്റ്റാർട്ട് ചെയ്തു, റൈറ്റ്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഓൾമോസ്റ്റ് ഈ ഒരു ഇന്റർവെല്ലിൽ വെലോസിറ്റി സെയിം ആണ്, അതായത് സ്ലോപ്പ് സെയിം ആണ്. എന്ന് വെച്ചാൽ അത് യൂണിഫോം വെലോസിറ്റിയിൽ ഈ ഡയറക്ഷനിൽ ഇനി മൂവ് ചെയ്യുവാണ്. ഓക്കെ റൈറ്റ്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ഈ പോയിന്റ് ചെയ്യുമ്പോൾ ഗ്രാജുവലി പിന്നെ സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യുവാണ്. ഇവിടെ എത്തുമ്പോൾ സ്ലോപ്പ് ഇൻഫിനിറ്റിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിന്റെ സ്പീഡ് കുറച്ച് നേരത്തേക്ക് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ ഇങ്ങോട്ട് നിന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ സ്പീഡ് സഡൻലി ഇൻക്രീസ് ചെയ്ത് ഇൻഫിനിറ്റി ആയി. ഓക്കെ റൈറ്റ്. സോ നമുക്ക് ഇങ്ങനെ ഗ്രാഫ് വെച്ചിട്ട് നമുക്ക് ആ ഒബ്ജക്റ്റിന്റെ മോഷൻ എങ്ങനെയാണ് നമുക്ക് അനലൈസ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഇപ്പൊ മനസ്സിലാക്കിയ ഫാക്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒരു പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ആണ്. ഓക്കെ റൈറ്റ്. എങ്കിൽ അടുത്ത നോക്കാം. ഓക്കെ റൈറ്റ്. അടുത്തതാ ഈ റിസൾട്ട് നോക്കുക. നമുക്ക് ഓൾറെഡി അറിയാം
വെലോസിറ്റി എന്ന് പറഞ്ഞാൽ dx/dt. ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും റിവേഴ്സ് പ്രോസസ്സുകളാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇൻവേഴ്സ് ഓപ്പറേഷൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പൊസിഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വെലോസിറ്റി കിട്ടുമെങ്കിൽ വെലോസിറ്റിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പൊസിഷൻ കിട്ടും. അതായത് എനിക്ക് ഇതിനകത്ത് എഴുതാം, ദിസ് ഇംപ്ലൈസ് dx is equal to vdt. ഞാൻ രണ്ട് സൈഡും ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, റൈറ്റ്. ദാറ്റ് ഇംപ്ലൈസ് ഇന്റഗ്രൽ dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ്, റൈറ്റ്. അതായത് എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് എനിക്ക് എസ് എന്ന് എഴുതാം. ആക്ച്വലി ഞാൻ ഇന്റഗ്രൽ dx പ്രോപ്പറായിട്ട് എഴുതുന്നത് ഞാൻ ഡെൽറ്റ എക്സ് എന്നാണ് ഞാൻ എഴുതേണ്ടത്. ബിക്കോസ് ഞാൻ സം ലിമിറ്റ്സിലാണ് എനിക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ ഞാൻ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഫൈനൽ എക്സ് മൈനസ് ഇനിഷ്യൽ എക്സ്, സോ ഡെൽറ്റ എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ vdt. ഓക്കെ, റൈറ്റ്. സോ ഇനി നമ്മൾ ജസ്റ്റ് വെറുതെ ഒന്ന് തിങ്ക് ചെയ്യുക. സപ്പോസ് എൻ്റെ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് ഉണ്ടെന്ന് വെച്ചോ, ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ്. ഓക്കെ, അതായത് അതിന്റെ ആക്സിസിൽ ഒരു ആക്സിസിൽ വെലോസിറ്റിയാണ്, മറ്റേ ആക്സിസിൽ ടൈമും ആണ്. ഓക്കെ, റൈറ്റ്. സപ്പോസ് എന്റെ ഗ്രാഫാണ് അതായത്. ഓക്കെ, റൈറ്റ്. ഞാൻ വെറുതെ ഈ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. നമുക്ക് ഓൾറെഡി അറിയാം, നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതായത് എൻ്റെ ഒരു വൈ വേഴ്സസ് എക്സ് ഗ്രാഫ് ഉണ്ടെങ്കിൽ എനിക്ക് ആ ഗ്രാഫിൽ ഒരു പർട്ടിക്കുലർ റീജിയനിലെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ആ ഫംഗ്ഷൻ എടുക്കുക, എന്നിട്ട് ആ ഫംഗ്ഷനെ എനിക്ക് ഏത് റേഞ്ച് ആണോ വേണ്ടത് ആ റേഞ്ചിൽ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഏരിയ കിട്ടും. സോ ഞാൻ ഇതേ സ്ട്രാറ്റജി ഞാൻ അവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, റൈറ്റ്. ഞാൻ ഈ വെലോസിറ്റി ടൈം ഗ്രാഫ് എടുക്കുന്നു. ഞാൻ സം t is equal to t1 തൊട്ട് t is equal to t2 വരെയുള്ള ഈ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ അകത്തുള്ള ഏരിയ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, ജസ്റ്റ് ഫോർ ഫൺ നമുക്ക് വെറുതെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. റൈറ്റ്. അപ്പൊ എനിക്ക് എഴുതാം, ഞാൻ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയാം ഏരിയ ഈക്വൽ ടു, ഏരിയയുടെ ഡെഫിനിഷൻ അനുസരിച്ച് ഞാൻ എന്ത് ചെയ്യണം? ഇന്റഗ്രൽ t1 to t2 v dt. ഓക്കെ, ഇനി ഞാൻ സഡൻലി റിയലൈസ് ചെയ്യുന്നു, എന്താണിത്? ഇതാണിതായി കിടക്കുന്നത് വി ഡി ടി, റൈറ്റ്. സോ ഞാൻ റിയലൈസ് ചെയ്തു, ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് ഉണ്ടെങ്കിൽ ആ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ ബിറ്റ്വീൻ സം സ്പെസിഫിക് ടൈം ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ ആ സ്പെസിഫിക് ടൈം ഇന്റർവെലിനിടയ്ക്ക് ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്ത ഡിസ്പ്ലേസ്മെന്റ് ആണ്. ബിക്കോസ് ഏരിയയാണ് ഈ കിടക്കുന്നത്. സോ ഞാനൊരു ഗിവൺ ടൈം ഇന്റർവെൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ടൈം ഇന്റർവെലിനിടയ്ക്കുള്ള ഏരിയ കിട്ടും. ഇതേ സാധനം തന്നെയാണ് ബേസിക്കലി ഇത്, അതായത് ഇത് തന്നെയാണ് ബേസിക്കലി ഇത് എന്ന് വെച്ചാൽ ഞാനൊരു ഗിവൺ ടൈം ഇന്റർവൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ അനുസരിച്ച് എനിക്ക് കിട്ടുന്നത് അതേ ടൈം ഇന്റർവൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. സോ ഇത് രണ്ടും സെയിം ആണ്. സോ ഇത് ഈക്വൽ ടു ഇത്. അപ്പൊ എനിക്ക് മനസ്സിലായി, എൻ്റെ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് ഉണ്ടെങ്കിൽ ഞാനൊരു പർട്ടിക്കുലർ ടൈം ഇന്റർവെലിനിടയ്ക്ക് ഞാൻ ഉള്ള വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോകുന്നത് ആ ടൈം ഇന്റർവെലിനിടയ്ക്ക് ആ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. സോ ഞാൻ റിയലൈസ് ചെയ്തു ഇത് തന്നെയാണ് ഡെൽറ്റ എക്സ്. സോ എനിക്ക് പറയാം ഏരിയ under velocity time graph equal to displacement. Okay, right. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. സപ്പോസ് എൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് നോക്കിയാൽ, എൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇതാണ്. ഇതാണ് എൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഓക്കെ, എനിക്കറിയേണ്ടത് t is equal to 0 അതായത് t is equal to 0 t is equal to ഈ ടൈം. ഓക്കെ, സപ്പോസ് ആ ടൈം t is equal to some 18. ഓക്കെ, ഇതിനിടയ്ക്ക് ആ ഒബ്ജക്റ്റ് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തെന്ന് അറിയണം. ഞാൻ എന്ത് ചെയ്താൽ മതി? ഞാൻ എന്താ ഈ ഏരിയ എത്രയാണെന്ന് വെച്ചാൽ ഇത് ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഓക്കെ, റൈറ്റ്. ഇനി അവിടെ വേറൊരു കോംപ്ലിക്കേഷൻ വേണമെങ്കിൽ എനിക്ക് പറയാം. സപ്പോസ് എൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല, അതിന് പകരം കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് ഇങ്ങനത്തെ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അതായത് ഓക്കെ, ഇങ്ങനത്തെ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അപ്പൊ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ ഇതിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, റൈറ്റ്, അതായത് എനിക്ക് കിട്ടാൻ പോകുന്നത് ഈ ഏരിയ പ്ലസ് ഈ ഏരിയ പ്ലസ് ഈ ഏരിയ പ്ലസ് ഈ ഏരിയ എന്നാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഈ ടൈം ഇന്റർവൽ ആ ഒബ്ജക്റ്റ് നെഗറ്റീവ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്തത്, എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്തത്. നമുക്കറിയാം ഒരു ഒബ്ജക്റ്റ് സ്ട്രേറ്റ് ലൈനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ് ഞാൻ സബ്ട്രാക്ട് ചെയ്യണം. ബിക്കോസ് ഈ ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ്, ഈ ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ് ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഈ ടൈം ഇന്റർവെലിൽ ആ ഒബ്ജക്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്തത്. സോ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ആണ് എനിക്ക് വേണ്ടതെങ്കിൽ ഞാൻ ഇവിടം തൊട്ട് ഇതുവരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് ഞാൻ ഡെൽറ്റ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൽ നിന്ന് ഈ ഏരിയ സബ്ട്രാക്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. സോ അത് മൈനസ് ഡെൽറ്റ എക്സ്.
ഓക്കെ റൈറ്റ്. ഇനി അതിന്റെ കൂടെ ഈ ഏരിയ ഞാൻ ആഡ് ചെയ്യണം, ബിക്കോസ് അത് പോസിറ്റീവ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ഡെൽറ്റ x3. ഓക്കെ, അതിൽ നിന്ന് ഞാൻ ഈ ഏരിയ ഞാൻ സബ്ട്രാക്ട് ചെയ്യണം, ബിക്കോസ് അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്തത്. അതായത് മൈനസ് ഡെൽറ്റ x3. ഓക്കെ റൈറ്റ്. ഇനി അതേസമയം ഞാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിലാണെങ്കിൽ, ഡിസ്റ്റൻസ് ആണെങ്കിൽ നമുക്കറിയാം ഒരു ഒബ്ജക്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു, അതിനുശേഷം അത് ഇങ്ങോട്ട് മൂവ് ചെയ്താലും നമ്മൾ സബ്ട്രാക്ട് ചെയ്യില്ല, ബിക്കോസ് ടോട്ടൽ പാത്ത് കവേർഡാ വേണ്ടത്. സോ ഇതേ പ്ലസ് ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് നമ്മൾ ഇതെല്ലാം ആഡ് ചെയ്യത്തേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡിസ്റ്റൻസ് ആണ് വേണ്ടതെങ്കിൽ ഞാൻ ഇതെല്ലാം ആഡ് ചെയ്യാൻ വേണ്ടത്. അതായത് ഡെൽറ്റ x1 പ്ലസ് ഡെൽറ്റ x2 പ്ലസ് ഡെൽറ്റ x3 പ്ലസ് ഡെൽറ്റ x4. ഓക്കെ റൈറ്റ്, ഇവിടെ x4 ആയിരുന്നു. റൈറ്റ്, അതായത് ഞാൻ ഈ ഏരിയാസിന്റെ എല്ലാത്തിന്റെയും സൈൻ കെയർ ചെയ്യാതെ ഞാൻ എല്ലാം ആഡ് ചെയ്യണം. അതേസമയം ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള ഏരിയാസ് ഞാൻ സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ നമുക്കിനി വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ മറ്റൊരു ഫീച്ചർ നോക്കാം. നമ്മൾ ഓൾറെഡി കണ്ടു എൻ്റെ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് ഉണ്ടെങ്കിൽ, ഇതൊരു വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. സപ്പോസ് ഈ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇതാണെങ്കിൽ, നമ്മൾ ഓൾറെഡി കണ്ടൊരു സംഭവം എന്നാണ് ഈ വെലോസിറ്റി ടൈം ഗ്രാഫിനെ ഞാനൊരു പർട്ടിക്കുലർ ടൈം ഇന്റർവെലിനിടയ്ക്കുള്ള അതിന്റെ ഏരിയ ഞാൻ കാൽക്കുലേറ്റ് ചെയ്താൽ എനിക്ക് കിട്ടുന്നത് ആ ടൈം ഇന്റർവെലിനിടയ്ക്ക് ആ ഒബ്ജക്ട് ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെന്റ് ആണ് എനിക്ക് ബേസിക്കലി കിട്ടുന്നത്. ഓക്കെ, ഇനി ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. സപ്പോസ് എൻ്റെ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് ഉണ്ട്, ഞാൻ എന്ത് ചെയ്യുന്നു, ആ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള സ്ലോപ്പ് കണ്ടുപിടിക്കുന്നു. അതായത് ഞാൻ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എനിക്ക് വെലോസിറ്റി ആണെന്ന് കിട്ടിയതുപോലെ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താണ് എന്ന് ഞാൻ അറിയാൻ ശ്രമിക്കുകയാണ്. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ എന്താ ഈ പോയിന്റിലുള്ള ടാൻജന്റ് സ്ലോപ്പ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓൾറെഡി അറിയാം ബൈ ഡെഫിനിഷൻ ഒരു VT ഗ്രാഫിന്റെ സ്ലോപ്പ്, അതായത് സ്ലോപ്പ് ഈക്വൽ ടു dv/dt ആണ്. ഇനി നമുക്ക് ഓൾറെഡി അറിയാം നമ്മുടെ കൈനമാറ്റിക് ഡെഫിനിഷൻ. എന്തോ ഡെഫിനിഷൻ? ആക്സിലറേഷൻ എന്ന് പറയുന്നത് ബൈ ഡെഫിനിഷൻ dv/dt ആണ്. സോ നമ്മൾ റിയലൈസ് ചെയ്തു dv/dt ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ. സോ ആക്സിലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ്. അതായത് എൻ്റെ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് ഉണ്ടെങ്കിൽ ആ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഓരോ പൊസിഷനിലെയും ടാൻജന്റ് സ്ലോപ്പ് എനിക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ബേസിക്കലി കിട്ടാൻ പോകുന്നത് ആക്സിലറേഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഗ്രാഫിന്റെ കേസിൽ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഉള്ള അനാലിസിസുകൾ നടത്താം. അത് എനിക്ക് കാണാൻ പറ്റും. ഓക്കെ, ഏതാണ്ട് ഈ റീജിയനിൽ എല്ലായിടത്തും സ്ലോപ്പ് ഓൾമോസ്റ്റ് സെയിം ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീജിയനിൽ ആ ഒബ്ജക്റ്റ് കോൺസ്റ്റന്റ് ആക്സിലറേഷനിലാണ് മൂവ് ചെയ്തത്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ അതിന്റെ സ്ലോപ്പ് കുറഞ്ഞു വരുവാണ്. സ്ലോപ്പ് പോസിറ്റീവ് ആണ്, പക്ഷെ അത് കുറഞ്ഞു വരുവാണ്. ഓക്കെ റൈറ്റ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അതിന്റെ ആക്സിലറേഷൻ കുറഞ്ഞു വരുവാണ്. ഈ പോയിന്റിൽ എത്തിയപ്പോൾ സ്ലോപ്പ് 0 ആയി. സ്ലോപ്പ് 0 ആകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റിൽ അതിന് ആക്സിലറേഷൻ ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റിൽ അത് ഓൾമോസ്റ്റ് യൂണിഫോം വെലോസിറ്റി മൂവ് ചെയ്യുവാണ്. എന്ന് വെച്ചാൽ അതിന്റെ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവുന്നില്ല ഈ ഒരു മൊമെന്റിൽ. ഓക്കെ റൈറ്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ അതിന്റെ സ്ലോപ്പ് ഡിക്രീസ് ചെയ്യുവാണ് അഗൈൻ. ഓക്കെ, ഏതാണ്ട് ഈ ഒരു സ്ലൈറ്റ് റീജിയനിൽ അതിന്റെ സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിലും ഓവറോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്ലോപ്പ് കണ്ടോ ഡിക്രീസ് ചെയ്ത് അഗൈൻ പിന്നെയും വരുന്നത്. റൈറ്റ്. സോ ഈ ഒരു റീജിയനിൽ സ്ലോപ്പ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ചെയ്ത് അതായത് സ്ലോപ്പ് ഡിക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആകുന്നു എന്നതിന്റെ അർത്ഥം. അതായത് ഇങ്ങനെ ആവുന്നത് സ്ലോപ്പ്. റൈറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആക്സിലറേഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായി, ബിക്കോസ് സ്ലോപ്പ് നെഗറ്റീവ് ആണ്. സ്ലോപ്പ് ആണ് ആക്സിലറേഷൻ. സോ സ്ലോപ്പ് നെഗറ്റീവ് ആകാന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാകുക. റൈറ്റ്. ആക്സിലറേഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാകുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. വെലോസിറ്റി ഇവിടെ പോസിറ്റീവ് ആണ്, പക്ഷെ ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്. എന്ന് വെച്ചാൽ വെലോസിറ്റിക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്സിലറേഷൻ. എന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് റിട്ടാർഡ് ചെയ്യുവാണ്. ഓക്കെ റൈറ്റ്. ആൻഡ് ഇവിടെ എത്തിയപ്പോൾ കണ്ടോ അതിന്റെ സ്ലോപ്പ് 0 ആയി. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അതിന്റെ ആക്സിലറേഷൻ എഗെയിൻ 0 ആയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? ഇവിടെ ആക്സിലറേഷൻ 0 ആയിരുന്നു, അത് കഴിഞ്ഞാൽ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റിട്ടാർഡ് ചെയ്ത് തുടങ്ങി. റൈറ്റ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റിട്ടാർഡ് ചെയ്ത് തുടങ്ങാന്ന് പറഞ്ഞാൽ അതിന്റെ അടുത്ത് അതിന്റെ സ്പീഡ് റെഡ്യൂസ് ചെയ്യുവാണ്. അങ്ങനെ സ്പീഡ് റെഡ്യൂസ് ചെയ്ത് ഈ പർട്ടിക്കുലർ ടൈം ഇന്റർവൽ എത്തിയപ്പോഴത്തേക്കും അതിന്റെ ആക്സിലറേഷൻ അഗൈൻ 0 ആയി. റൈറ്റ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അത് മറ്റൊരു യൂണിഫോം വെലോസിറ്റിയിലായി, അതായത് ഈ വെലോസിറ്റിയിലായി. ആഫ്റ്റർ ദാറ്റ് പിന്നെ അതിന്റെ സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യുവാണ്. എന്ന് വെച്ചാൽ അത് അഗൈൻ അത് ആക്സിലറേറ്റ് ചെയ്യുവാണ്. അതിന്റെ വെലോസിറ്റി പിന്നെയും ഇൻക്രീസ് ചെയ്യുവാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതായിട്ട്. സോ അതാണ് അതിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു അനാലിസിസ്. ഇനി നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊസിഷൻ, വെലോസിറ്റി, ആക്സിലറേഷൻ. എൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് വെലോസിറ്റി. അതേപോലെ തന്നെ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് ആക്സിലറേഷൻ. അതുപോലെ തന്നെ സപ്പോസ് എൻ്റെ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഉണ്ടെങ്കിൽ ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ ഏരിയയാണ് ബേസിക്കലി വെലോസിറ്റി ചേഞ്ച്. പക്ഷേ നമ്മൾ ആക്സിലറേഷൻ ടൈം ഗ്രാഫിൽ നമ്മൾ അത്രത്തോളം ഇൻട്രസ്റ്റഡ് അല്ല. നമ്മളത് വരയ്ക്കും. ഓക്കെ, അത് ജസ്റ്റ് വളരെ ഈസിയാണ് ഐഡന്റിഫൈ ചെയ്യാൻ. സപ്പോസ് എൻ്റെ ഒരു ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഉണ്ടെന്ന് വെച്ചോ. റൈറ്റ്. ഓക്കെ, എങ്കിൽ ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഇന്റഗ്രൽ ADT ആണ്. ഓക്കെ റൈറ്റ്. ഇനി നമുക്ക് ഓൾറെഡി അറിയാം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ dv/dt ആണ്.
ഓക്കെ, ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷനും റിവേഴ്സ് ഓപ്പറേഷൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രൽ എ ഡി ടി. സോ നമ്മൾ റിയലൈസ് ചെയ്തു വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എ ഡി ടി ആണ്. എ ഡി ടി ആണ് ഏരിയ. സോ ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ആക്ച്വലി ചെയ്യുമ്പോൾ നമ്മൾ ഡെൽറ്റ വി എന്നാണ് കിട്ടാൻ പോകുന്നത്. അതായത് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ ആക്സലറേഷൻ ടൈം ഗ്രാഫ്. ഓക്കെ, പക്ഷെ നമ്മൾ ആക്സലറേഷൻ ടൈം ഗ്രാഫിന്റെ അനാലിസിസിൽ നമ്മൾ അത്രത്തോളം ഇൻട്രസ്റ്റഡ് അല്ല. ബിക്കോസ് നമ്മൾ കൂടുതലും സംസാരിക്കാൻ പോകുന്നത് യൂണിഫോം ആക്സലറേറ്റഡ് മോഷനെ പറ്റിയാണ്. ഓക്കെ, യൂണിഫോം ആക്സലറേറ്റഡ് മോഷന്റെ കോൺടെക്സ്റ്റിൽ നമ്മൾ ആക്സലറേഷൻ ടൈം ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒരു ലൈൻ ആയിരിക്കും. സോ അതിന് വലിയ ഫീച്ചേഴ്സ് ഒന്നും അവിടെ ഇല്ല. സോ നമ്മൾ അത്രത്തോളം ഇൻട്രസ്റ്റഡ് അല്ല. നമ്മൾ കൂടുതലും സംസാരിക്കാൻ പോകുന്ന പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ഇതിന്റെ കുറെ കോൺസിക്വൻസുകളാണ്. ഓക്കെ, റൈറ്റ്. സോ നമുക്ക് എന്തായാലും ഇവിടെ ഒരു കാര്യം മനസ്സിലായി. ഒരു പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പാണ് വെലോസിറ്റി, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പാണ് ആക്സലറേഷൻ. അതുപോലെ തന്നെ ആക്സലറേഷൻ ടൈം ഗ്രാഫിന്റെ ഏരിയയാണ് വെലോസിറ്റി. അതുപോലെ തന്നെ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയയാണ് പൊസിഷൻ, അതായത് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ എക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് യൂണിഫോം ആക്സലറേറ്റഡ് മോഷനെ പറ്റിയാണ്. അതായത് നമുക്ക് അറിയേണ്ടത്, സപ്പോസ് ഒരു ഒബ്ജക്റ്റ് യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു പല ഡിഫറെന്റ് സിനാരിയോസിൽ. സോ നമുക്ക് അറിയേണ്ടത് ഈ ഓരോ സിനാരിയോസിലെയും യൂണിഫോം ആക്സലറേറ്റഡ് മോഷന്റെ പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ഓക്കെ, ഇനി വേണമെങ്കിൽ ആക്സലറേഷൻ ടൈം ഗ്രാഫ്, നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടത്. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്ക് ആദ്യം ഓൾറെഡി നമുക്കറിയാം ഒരു ഒബ്ജക്റ്റ് യൂണിഫോം ആക്സലറേറ്റഡ് മോഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, റൈറ്റ്, അതിന്റെ പൊസിഷനെയും വെലോസിറ്റിനെയും ഒക്കെ ഗവേൺ ചെയ്യുന്ന ഇക്വേഷൻസ് നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അതായത് v is equal to u plus at, s is equal to ut plus half at square. വേറെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, v square is equal to u square plus 2as, അതുപോലെ തന്നെ v plus u by 2 times t is equal to displacement. പക്ഷെ ഞാൻ ലാസ്റ്റ് പറഞ്ഞ രണ്ട് ഇക്വേഷൻസും ആദ്യം പറഞ്ഞ രണ്ട് ഇക്വേഷൻസിനാണ് നമുക്ക് ഡിറൈവ് ചെയ്യാം. സോ അത് രണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള രണ്ട് ഇക്വേഷൻസ് അല്ല. ഓക്കെ, സോ ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റത്തെ രണ്ട് ഇക്വേഷൻസിനെ പറ്റിയാണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം v is equal to u plus at ക്കകത്ത് നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, എൻ്റെ ഉള്ള ഇക്വേഷൻ ആണ് v is equal to u plus at, റൈറ്റ്. ഓക്കെ, അപ്പോൾ എനിക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു സ്ട്രൈറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ്. അപ്പോൾ സ്ട്രൈറ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് റീകാപ്പ് ചെയ്യാം. എന്ന് വെച്ചിട്ട് ഇത്രയേ ഉള്ളൂ. സപ്പോസ് എൻ്റെ ഒരു എക്സ് വൈ ആക്സിസ് സിസ്റ്റം ഉണ്ട്. ഓക്കെ, റൈറ്റ്. ആൻഡ് എൻ്റെ ഒരു സ്ട്രൈറ്റ് ലൈൻ ഉണ്ട്. റൈറ്റ്. ഓക്കെ, ഇത് y ആക്സിസ് ആണ്, ഇത് x ആക്സിസ് ആണ്. റൈറ്റ്. ഒരു സ്ട്രൈറ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് y is equal to mx പ്ലസ് c. ഇതാണ് ബേസിക്കലി ഒരു സ്ട്രൈറ്റ് ലൈനിന്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ചോദിക്കാം എന്തിന്റെ ബേസിസിൽ സ്ട്രൈറ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നതെന്ന്. എന്ന് ചെയ്തതേ ഉള്ളൂ. സ്ട്രൈറ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈനിലെ എല്ലാ പോയിന്റ്സും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. വേറെ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സെറ്റ് ഓഫ് പോയിന്റ്സ് ആണ് ഈ ലൈൻ. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം, സപ്പോസ് ഓക്കെ, ഞാൻ ഈ എമ്മിന് ഞാൻ 2 എന്ന് കൊടുക്കുന്നു, ഞാൻ സിക്ക് ഞാൻ 3 എന്ന് കൊടുക്കുന്നു. റൈറ്റ്. എങ്കിലും ആലോചിച്ച് ഓക്കെ, ഞാൻ എന്റെ എക്സിന് ഞാൻ ഓരോ വാല്യൂസ് ഇനി കൊടുക്കുവാണ്. അതായത് എക്സിന് ഞാൻ 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് എൻ്റെ ഒരു y കിട്ടും. സോ ഞാനൊരു ഡോട്ട് ഇടും. എക്സിന് ഞാൻ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് എൻ്റെ y കിട്ടും, ഞാൻ വേറൊരു ഡോട്ട് ഇടും. എക്സിന് ഞാൻ 8 എന്ന് കൊടുത്താൽ കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് ഒരു y കിട്ടും, ഞാൻ കറസ്പോണ്ടിങ് ആയിട്ട് ഡോട്ട് ഇടും. റൈറ്റ്. ഈ ഡോട്ട്സിനെ എല്ലാം ഞാൻ പരസ്പരം കണക്ട് ചെയ്ത് എനിക്ക് കിട്ടുന്ന എക്സാക്ട്ലി ഈ സ്ട്രൈറ്റ് ലൈൻ തന്നെ ആയിരിക്കും. റൈറ്റ്. അതേസമയം ഞാനിവിടെ എക്സിന് പേരുടെ സ്ക്വയർ ആണ് കൊടുക്കുന്നതെങ്കിൽ ഞാൻ ഈ കറസ്പോണ്ടിങ് കിട്ടുന്ന പോയിന്റ്സിനെല്ലാം ഡോട്ട് ചെയ്താൽ എനിക്ക് കിട്ടുന്ന സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കത്തില്ല. എനിക്ക് അതിന് പകരം ഇതുപോലത്തെ ഒരു കർവ് ആയിരിക്കും. നമ്മൾ അതിനെ പരാബോള എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഇപ്പൊ ഓക്കെ ഡൗട്ട് ഉള്ളവർ ജസ്റ്റ് വരച്ചു നോക്കുക. ഓക്കെ, അതായത് y is equal to 18x plus 16. ഓക്കെ, റൈറ്റ്. ജസ്റ്റ് എക്സിന് ഓരോ വാല്യൂസ് കൊടുക്കുക, കറസ്പോണ്ടിങ്ങിന്റെ വൈക്ക് ഓരോ വാല്യൂസ് കിട്ടും. എന്നിട്ട് ജസ്റ്റ് പ്ലോട്ട് ചെയ്ത് നോക്കുക. അത് കിട്ടാൻ പോകുന്ന എക്സാക്ട്ലി ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്ട്രൈറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പൊ ചോദിക്കാം ഈ രണ്ട് നമ്പേഴ്സിന്റെയും സിഗ്നിഫിക്കൻസ് എന്താ. അതായത് നമുക്ക് എക്സും വൈയും എന്താണെന്ന് നമുക്കറിയാം. എക്സും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈയും ആണെന്ന് നമുക്കറിയാം. എങ്കിൽ ഈ രണ്ട് നമ്പേഴ്സിന്റെ സിഗ്നിഫിക്കൻസ് എന്താ? സിമ്പിൾ. ഫസ്റ്റ് ജസ്റ്റ് ആലോചിക്കുക, ഞാൻ x is equal to 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഞാൻ x is equal to 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഞാൻ സംസാരിക്കുന്നത് ഒറിജിനെ പറ്റിയാണ്. റൈറ്റ്. എങ്കിൽ എന്റെ y കോർഡിനേറ്റ് എന്താണോ അതാണ് c. റൈറ്റ്. അതായത് ഞാൻ x is equal to 0 കൊടുക്കുമ്പോൾ എനിക്ക് y വാല്യൂ എത്ര കിട്ടും? c എന്നായിരിക്കും കിട്ടുന്നത്. അതായത് x is equal to 0 ആകുമ്പോൾ എന്റെ സ്ട്രൈറ്റ് ലൈൻ y ആക്സിസിനെ ഏത് പോയിന്റ് കൂടെ ടച്ച് ചെയ്യും? അതാണ് ബേസിക്കലി ഇത്, ആ നമ്പർ. ഓക്കെ, റൈറ്റ്. സോ നമുക്ക് ഈ നമ്പറിന്റെ സിഗ്നിഫിക്കൻസ് അത് മനസ്സിലായി. ഇനി m എന്താന്ന് വെച്ചാൽ m ബേസിക്കലി സ്ലോപ്പ് ആണ് ആ ലൈനിന്റെ. ഓക്കെ, അതായത് m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈനിന്റെ സ്ലോപ്പ് ആണ്. സ്ലോപ്പ് അതായത് ബേസിക്കലി ടാൻ തീറ്റയാണ്. അതായത് നമ്മുടെ ഈ ലൈൻ എക്സ് ആക്സിസ് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇട്ട് ടാൻ ഫംഗ്ഷൻ, അതാണ് ബേസിക്കലി അത്. ഓക്കെ, ഞാനത് പ്രൂവ് ചെയ്യുന്നില്ല. സോ നമുക്ക് മനസ്സിലായി ഒരു സ്ട്രൈറ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി നിങ്ങൾ ജസ്റ്റ് ഈ ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. അതായത് ഞാൻ സപ്പോസ് ഞാനൊരു വെലോസിറ്റി ടൈം ഗ്രാഫ് എടുക്കുവാണെങ്കിൽ, ഓക്കെ, ഇതൊരു vt ഗ്രാഫാണ്. ഓക്കെ, റൈറ്റ്. എങ്കിൽ ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇവിടെ വൈക്ക് പകരം ഇവിടെ കിടക്കുന്ന എന്തുവാണ്?
വി ആണ്, റൈറ്റ്, ഇത് വി ആണ്. സോ കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ വൈ എന്ന് എഴുതും. ഓക്കെ, ഇനി നോക്കുക, ഇവിടെ എമ്മിന് പകരം, ഈ ഇക്വേഷനകത്ത് എമ്മിന് പകരം, ഓക്കെ, അതായത് നമ്മുടെ എക്സിന് പകരം ഇവിടെ ഉള്ളത് ടി ആണ് എന്ന് വെച്ചാൽ ഇവിടെ ടി ഉണ്ട്. സോ ഇത് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാധനം. ഇനി എക്സിന്റെ കൂടെ ഇവിടെയുള്ള നമ്പറാണ് എം. എം എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ആണ്. ഇവിടെ എമ്മിന് പകരം കിടക്കുന്ന എന്തുവാ? എ, റൈറ്റ്. എന്ന് വെച്ചാൽ ഇവിടെ എമ്മിന് പകരം ഉള്ളത് എ ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം നമ്മുടെ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ്, ഓക്കെ, അതായത് ഈ എമ്മിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാധനം അതാണ് ആക്സിലറേഷൻ. നമുക്ക് ഓൾറെഡി അറിയാം വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പാണ് ആക്സിലറേഷൻ, അതവിടെ റിഫ്ലക്ട് ചെയ്തത്. ഓക്കെ, പ്ലസ്, ഓക്കെ, ഇനി എന്താണ് ഈ യുവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാധനം? സി. ഓക്കെ, അതായത് ഇവിടെയുള്ള കോൺസ്റ്റന്റ് ടേം, ആ കോൺസ്റ്റന്റ് ടേം ആണ് ഇവിടെ ഈ കേസിൽ യു, അതായത് നമ്മുടെ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ കോണ്ടെക്സ്റ്റിൽ. ഇനി എന്താണ് ഈ കോൺസ്റ്റന്റ് ടേം? ഞാൻ ടി ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ, അതായത് എക്സ് ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ എന്ന് പറയുന്നതിന് പകരം ഇവിടെ ടി ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ ഉള്ള വെലോസിറ്റി എന്താണോ അതാണ് യു. ടി ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ ഉള്ള വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി, റൈറ്റ്. സോ ഇത് ഇനീഷ്യൽ വെലോസിറ്റി ആണ്. അപ്പൊ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി. സോ ഇതാണ് നമ്മുടെ ഈ കേസിലെ സി. ഓക്കെ, ഇനി ജസ്റ്റ് കൺഫ്യൂഷൻ ഉള്ളത് ഒരിക്കൽ കൂടി ഈ രണ്ട് ഇക്വേഷൻസിനും കമ്പയർ ചെയ്ത് നോക്കുക. സോ നമുക്ക് മനസ്സിലായി ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വി ടി ആക്സിസ് സിസ്റ്റത്തിലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണ്. ക്ലിയർ? ഓക്കെ, സോ നമുക്ക് മനസ്സിലായി. ഞാനൊരു വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓക്കെ, നമ്മുടെ ഈ ഇക്വേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഒരു സ്ട്രെയിറ്റ് ലൈനെയാണ്. സോ ഞാൻ ആ സ്ട്രെയിറ്റ് ലൈൻ ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നു. ഓക്കെ, റൈറ്റ്. ഓക്കെ, ഈ പോയിന്റ് ആണ് യു. ഓക്കെ, ബിക്കോസ് ഞാൻ ടി ഇസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന വി, ടി ഇസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ കിട്ടുന്ന വി. ആൻഡ് നമ്മുടെ ഈ ആംഗിളിന്റെ ടാൻ ഫംഗ്ഷൻ അതാണ് ബേസിക്കലി സ്ലോപ്പ്. ഓക്കെ, ഇനി നമുക്കറിയാം സ്ലോപ്പ് ആണ് ഈ കിടക്കുന്ന നമ്പർ. നമുക്ക് ഓൾറെഡി അറിയാം വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് ആക്സലറേഷൻ. ഓക്കെ, റൈറ്റ്. ഇനി അല്ലെങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അതായത് ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ മറന്നാലും ജസ്റ്റ് വെറുതെ ഒന്ന് തിങ്ക് ചെയ്യുക. എൻ്റെ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് ഉണ്ടെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് ആക്സലറേഷൻ. ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് യൂണിഫോം ആക്സലറേഷനെ പറ്റിയാണ്. യൂണിഫോം ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും സ്ലോപ്പ് ഒരുപോലെ ആയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കർവ് ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കണം. ബിക്കോസ് സ്ട്രൈറ്റ് ലൈനിലാണ് എല്ലായിടത്തും ഒരേ സ്ലോപ്പ് വരുന്നത്. ഓക്കെ, സോ ഇവിടെ എല്ലായിടത്തും സ്ലോപ്പ് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കണം. പക്ഷെ അതിന്റെ ഇക്വേഷൻ ഇതാണെന്ന് നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് ആക്ച്വലി ഇക്വേഷൻ ഓഫ് സ്ട്രൈറ്റ് ലൈൻ നമുക്ക് അറിഞ്ഞിരുന്നാലേ പറ്റത്തുള്ളൂ. ഓക്കെ, എങ്കിൽ നമുക്ക് ഇതിന്റെ ഓരോ കോൺസിക്വൻസുകൾ നോക്കാം. റൈറ്റ്, ഫസ്റ്റ്, അപ്പൊ എന്തായാലും ഒരു കാര്യം മനസ്സിലായി, യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ ആണെങ്കിൽ അതിന്റെ വി ടി ഗ്രാഫ് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കണം. ഇനി വി ടി ഗ്രാഫ് സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ എനിക്കിവിടെ പല പല പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, അതായത് ഇതൊരു പോസിബിലിറ്റിയാണ്. ഓക്കെ, റൈറ്റ്. പിന്നെ ഇതൊരു പോസിബിലിറ്റിയാണ്, ഇതൊരു പോസിബിലിറ്റിയാണ്. ഓക്കെ, റൈറ്റ്, ഇത് വേറൊരു പോസിബിലിറ്റിയാണ്. നമുക്ക് ഈ ഓരോ കേസ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. റൈറ്റ്, ഈ കേസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, നമുക്ക് ഇതാണ് വെലോസിറ്റി, ഇതാണ് ടൈം. ഓക്കെ, റൈറ്റ്. എങ്കിൽ ഈ കേസ് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കുക. റൈറ്റ്, ഇവിടെ വെലോസിറ്റി പോസിറ്റീവ് ആണ്, സ്ലോപ്പോ ഈ ലൈനിന്റെ സ്ലോപ്പും പോസിറ്റീവ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടെ വി പോസിറ്റീവ് ആണ്, സ്ലോപ്പ് പോസിറ്റീവ് ആണ് എന്ന് വെച്ചാൽ ആക്സലറേഷൻ പോസിറ്റീവ് ആണ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇത് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ആണ്, അതേപോലെ തന്നെ ആക്സലറേഷൻ തന്നെയാണ്. അതേസമയം ഇവിടെയാണെങ്കിൽ ഇതാണ് വി ടി. ഓക്കെ, റൈറ്റ്. ഇവിടെ വെലോസിറ്റി പോസിറ്റീവ് ആണ് ബിക്കോസ് ഇത് പോസിറ്റീവ് ആണ്, അതായത് വി പോസിറ്റീവ് ആണ്. അതേസമയം ആക്സലറേഷൻ, അതായത് ഇതിന്റെ സ്ലോപ്പ് നെഗറ്റീവ് ആണ്, അതായത് വെലോസിറ്റിയും ആക്സലറേഷൻ ഓപ്പോസിറ്റ് സൈൻ ആണ്. അതായത് ഈ മോഷൻ എന്ന് പറഞ്ഞാൽ യൂണിഫോം റിട്ടാർഡേഷൻ ആണ്. ഓക്കെ, റൈറ്റ്. ഇനി അടുത്തതോ ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ്. ഓക്കെ, ഇവിടെ നോക്കിയാൽ മനസ്സിലാവും സ്ലോപ്പ് 0 ആണ് എന്ന് വെച്ചാൽ ഇവിടെ ആക്സലറേഷൻ ഇല്ല, നോ ആക്സലറേഷൻ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇത് യൂണിഫോം വെലോസിറ്റി ആണ്, അതായത് ഇവിടുത്തെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, റൈറ്റ്. അടുത്തത്, ഓക്കെ, ഇതൊരു ഫണ്ണി ഗ്രാഫാണ്. റൈറ്റ്, അതായത് ഇവിടെ നമുക്ക് മനസ്സിലായി സ്ലോപ്പ് കണ്ടോ ഇൻഫിനിറ്റി ആണ് എന്ന് വെച്ചാൽ ഇവിടുത്തെ ആക്സലറേഷൻ ഇൻഫിനിറ്റി ആണ്. ആക്സലറേഷൻ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വെലോസിറ്റി ചേഞ്ച് ഇൻഫിനിറ്റി ആണ്. വെലോസിറ്റി ചേഞ്ച് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ഇപ്പൊ നമുക്കിവിടെ കാണാൻ പറ്റും, അടുത്ത ഇൻസ്റ്റന്റ് അത് ഡിസപ്പിയർ ആവും. റൈറ്റ്, ഓക്കെ, ക്ലിയർ. ബിക്കോസ് ഇൻഫിനിറ്റ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് ഡിസപ്പിയർ ചെയ്ത് പോവാണ് എന്ന് വെച്ചാൽ ഇത് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഡിസപ്പിയറിംഗ് ഒബ്ജക്റ്റിനെയാണ്. ഓക്കെ, റൈറ്റ്. സോ നമുക്ക് മനസ്സിലായി ഡിഫറെന്റ് വെലോസിറ്റി ടൈം ഗ്രാഫ് ആ സ്ട്രക്ചേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്തിനാണെന്ന്. ഓക്കെ, ഇനി നമുക്കിത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഒരു സിമ്പിൾ കേസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് ഒരു പർട്ടിക്കുലർ ഹൈറ്റ് ആണ്. ഓക്കെ, റൈറ്റ്. ഈ ഹൈറ്റിന് ഞാൻ മുകളിൽ നിന്ന് ഞാനൊരു ഒബ്ജക്റ്റ് താഴോട്ടിടുന്നു. അതിന്റെ ഒബ്ജക്റ്റ് ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഓക്കെ, എനിക്കറിയേണ്ടത് ഈ ഒബ്ജക്റ്റ് നേരെ താഴോട്ട് വരുന്നു, എൻ്റെ താഴെ സർഫസിലെത്തുന്നു. ഇതാണ് നമ്മുടെ സർഫസ് വളരെ റിജിഡ് ആയിട്ടുള്ള സർഫസ് ആണ്. എങ്കിൽ ഇത് ഇവിടെ എത്തുന്നു, സർഫസിന്റെ പുറത്ത് ഹിറ്റ് ചെയ്ത് ശേഷം ഈ സാധനം റീബൗണ്ട് ചെയ്യുന്നു.
ഞാനിവിടെ അസ്യൂം ചെയ്യുന്ന ഒരു തരത്തിലുള്ള എനർജി ലോസസ് ഒന്നും ഇവിടെ ഇല്ല. എന്ന് വെച്ചാൽ ഈ സാധനം ഇവിടെ ഹിറ്റ് ചെയ്യുന്ന സ്പീഡ് എത്രയാണ് അത്രയും സ്പീഡിൽ തന്നെ അത് തിരിച്ച് മുകളിലോട്ട് റീബൗൺസ് ചെയ്യും. ഓക്കെ റൈറ്റ്. എങ്കിൽ നമുക്ക് ഓൾറെഡി നമ്മുടെ കൈനമാറ്റിക്സ് നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചു വെച്ച് നമുക്കറിയാം ഈ ഒബ്ജക്റ്റ് താഴെ വന്നത് ബൗൺസ് ചെയ്ത് അത് ബൗൺസ് ചെയ്യുന്ന അതേ സ്പീഡിലാണ് ഒബ്ജക്റ്റ് മുകളിലോട്ട് റീബൗൺസ് ചെയ്യുന്നതെങ്കിൽ ആ ഒബ്ജക്റ്റ് ഇതേ ഹൈറ്റിൽ തന്നെ തിരിച്ചു വരും. നമുക്കറിയാം ഓൾറെഡി അത്. ഓക്കെ റൈറ്റ്. എങ്കിൽ എനിക്കറിയേണ്ടത് ഈ ഒരു സിനാരിയോയുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് എനിക്ക് വരയ്ക്കണം. ഓക്കെ റൈറ്റ്. അപ്പൊ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഓക്കെ റൈറ്റ്. അതെപ്പോഴും ഡൗൺവേർഡ് ആണ്. റൈറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ഞാൻ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുമ്പോൾ ആ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എല്ലായിടത്തും സെയിം ആയിരിക്കണം. ഓക്കെ സ്ലോപ്പ് സെയിം ആയിരിക്കണം. ബിക്കോസ് ഇവിടെ ആക്സിലറേഷന്റെ ഡയറക്ഷൻ എപ്പോഴും ഒരേ ഡയറക്ഷനില്ല. സോ സ്ലോപ്പ് ഒരിക്കലും നെഗറ്റീവോ പോസിറ്റീവോ ആയി മാറി കളിക്കത്തില്ല. റൈറ്റ്. അതേപോലെ തന്നെ സ്ലോപ്പ് ഇവിടെ എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ബിക്കോസ് ഇവിടെ ജി എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. ഓക്കെ റൈറ്റ്. സോ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒരിക്കലും ഞാൻ സ്ലോപ്പിന്റെ ഓറിയന്റേഷൻ ഒന്നും മാറ്റരുത്. ബിക്കോസ് ഇവിടെ സ്ലോപ്പ് എക്സാക്ട്ലി സെയിം ആണ്. നമുക്ക് നോക്കാം. നമുക്ക് ഗ്രാഫ് വരച്ച് നോക്കാം. റൈറ്റ്. ഇതാണ് എന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഓക്കെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഇനിഷ്യലി അതിന്റെ വെലോസിറ്റി 0 ആണ്. അതായത് t = 0 വെലോസിറ്റി 0 ആണ്. സോ ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത് t = 0 v0. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് യൂണിഫോമിലി ആക്സിലറേറ്റീവ് ആണ്. അതിന്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുവാണ്. ഓക്കെ ഞാൻ ഈ ഡയറക്ഷനിലുള്ള വെലോസിറ്റിയാണ് ഞാൻ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ റൈറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുവാണ്. അത് യൂണിഫോമിലി ആക്സിലറേറ്റഡ് മോഷൻ ആണ്. സോ സ്ലോപ്പ് പോസിറ്റീവ് ആണ്. വെലോസിറ്റി പോസിറ്റീവ് ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് യൂണിഫോം ആക്സിലറേറ്റഡ് മോഷനിൽ റെപ്രസെന്റ് ചെയ്യുന്ന സ്ട്രൈറ്റ് ലൈൻ കൊണ്ടായിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ പോകും. റൈറ്റ്. ഓക്കെ ഇനി ആഫ്റ്റർ സം ടൈം കഴിയുമ്പോൾ ഈ സാധനം ഇവിടെ ഹിറ്റ് ചെയ്യും. ഓക്കെ റൈറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്തുമ്പോൾ അതിവിടെ ഹിറ്റ് ചെയ്യും. ഇനി ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതേ ഇൻസ്റ്റന്റിൽ അതിന്റെ വെലോസിറ്റി സഡൻലി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവും. റൈറ്റ്. ഓക്കെ സഡൻലി വെലോസിറ്റി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാകുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഈ ടൈം കഴിഞ്ഞാൽ ഓക്കെ തൊട്ടടുത്ത ഇൻഫിനിറ്റസിമൽ ടൈമിന് ശേഷം നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ വരയ്ക്കുമ്പോൾ ഞാൻ ഒരുമിച്ചേ വരയ്ക്കത്തുള്ളൂ. ആ ഒരു ഇൻഫിനിറ്റസിമൽ ടൈമിന് ശേഷം ആ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി നെഗറ്റീവ് വ്യൂ ആണ്. അതായത് ഇത് ഇവിടെ എത്തുന്ന വെലോസിറ്റി 3 മീറ്റർ/സെക്കൻഡ് ആണെങ്കിൽ ഇത് തിരിച്ച് റീബൗണ്ട് ചെയ്ത് മുകളിലോട്ട് വരുന്നത് 3 മീറ്റർ/സെക്കൻഡ് ആണ് ആ റീബൗണ്ട് ചെയ്യുന്ന മൊമെന്റിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വെലോസിറ്റി ടൈം ഗ്രാഫിൽ അതിന്റെ പൊസിഷൻ എവിടെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് ഇതാണ് നമ്മുടെ v എങ്കിൽ അത് വരേണ്ടത് എക്സാക്ട്ലി -v. ഇവിടെ ആയിരിക്കും അടുത്ത മൊമെന്റിൽ ഗ്രാഫിൽ അതിന്റെ പൊസിഷൻ ഇവിടെ ആയിരിക്കും. ഓക്കെ റൈറ്റ്. ഓക്കെ ഇനി മനസ്സിലാക്കുക അതിന്റെ സ്ലോപ്പ് മാറാൻ പാടില്ല. അതായത് ഇപ്പൊ ഞാൻ സ്ലോപ്പ് എങ്ങനെയാണോ വരച്ചത് അതേ സ്ലോപ്പ് തന്നെ ആയിരിക്കണം ഇനിയും. ബിക്കോസ് അവിടുത്തെ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ റൈറ്റ്. ഇനി നമുക്ക് മറ്റൊരു രീതിയിലും തിങ്ക് ചെയ്ത് നോക്കുക. ഈ സാധനം മുകളിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. അതായത് ഇതിന്റെ വെലോസിറ്റി നെഗറ്റീവ് ആണ്. കണ്ടോ വെലോസിറ്റി നെഗറ്റീവ് തന്നെയാണ്. പക്ഷെ ആക്സിലറേഷൻ പോസിറ്റീവ് ആണ്. എന്ന് വെച്ചാൽ സ്ലോപ്പ് പോസിറ്റീവ് ആണ്. സ്ലോപ്പ് പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഗ്രാഫ് എങ്ങനെ വരയ്ക്കാൻ പറ്റൂ? ഇങ്ങനെ വരയ്ക്കാൻ പറ്റൂ. ഓക്കെ ഇനി നമുക്ക് ഓൾറെഡി നമ്മൾ കൈനമാറ്റിക്സ് പഠിച്ചത് നമുക്കറിയാം ഈ സാധനം ഇവിടെ എത്താൻ എടുക്കുന്ന സമയം എത്രയാണോ അത്രയും സമയം കൊണ്ട് തന്നെയായിരിക്കും അത് തിരിച്ച് റീബൗണ്ട് ചെയ്ത് മുകളിലെത്താൻ പോകുന്നത്. അതായത് ഇവിടുന്ന് ഇവിടെ എത്താൻ എത്ര സമയം എടുത്തോ അത്രയും ടൈം തന്നെ ആയിരിക്കും ഇവിടെയും. അതായത് ഈ പാർട്ട് ഈക്വലി സിമെട്രിക് ആയിരിക്കും. പക്ഷേ ഇത് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓറിയന്റേഷനിലായിരിക്കും. സോ നമ്മൾ ഈ കേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ വരച്ചു. ഓക്കെ ഇനി ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്ന മറ്റു ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. ഓക്കെ ഞാനിപ്പോൾ ഈ പർട്ടിക്കുലർ സിനാരിയോയിലുള്ള ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് വെലോസിറ്റി നമുക്കത് ഇവാലുവേറ്റ് ചെയ്യാം. അതായത് ഇതിന്റെ ഫുൾ ടൈം ഇന്റർവൽ അതായത് ഇവിടെ തൊട്ട് ഇതുവരെയുള്ള ആ ടോട്ടൽ ടൈം ഇന്റർവൽ. സപ്പോസ് ഈ ടോട്ടൽ ടൈം ഇന്റർവൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി ആണെന്ന് എടുത്തോ. എനിക്കറിയേണ്ടത് ആവറേജ് സ്പീഡ് എത്ര, ആവറേജ് വെലോസിറ്റി എത്ര. ഓക്കെ ഫസ്റ്റ് നമുക്ക് ആവറേജ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഇൻറ്റ്യൂഷൻ വെച്ച് ആവറേജ് വെലോസിറ്റി എത്രയും നോക്കാം. നമുക്ക് ഓൾറെഡി അറിയാം ഈ ഒബ്ജക്റ്റ് ഇവിടെ വന്നിട്ട് തിരിച്ച് റീബൗണ്ട് ചെയ്ത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആണെങ്കിൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0. ഓക്കെ ഇനി ഗ്രാഫിൽ നമുക്കത് അങ്ങനെ മനസ്സിലാവും. നമുക്കറിയാം ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയയാണ് ഡിസ്പ്ലേസ്മെന്റ്. നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും ഇവിടുത്തെ ഏരിയ പ്ലസ് ഇവിടുത്തെ ഏരിയ അതാണ് ടോട്ടൽ ഏരിയ. പക്ഷെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ആണ് നമുക്ക് വേണ്ടെങ്കിൽ നോക്കുക ഈ ഏരിയയുടെ ഓപ്പോസിറ്റ് ആണിത്, നെഗറ്റീവ് ആണ്. സോ ഞാൻ ഈ ഏരിയ കണ്ടുപിടിച്ചു പ്ലസ് ഈ ഏരിയ വിത്ത് എ മൈനസ് സൈൻ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ടോട്ടൽ ഏരിയ 0 ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് വെലോസിറ്റി 0. സോ ഞാൻ വെരിഫൈ ചെയ്തു. ഇനി ആവറേജ് സ്പീഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഏരിയ കണ്ടുപിടിക്കണം ആൻഡ് ഈ ഏരിയ കണ്ടുപിടിക്കണം, രണ്ടും ആഡ് ചെയ്യണം. ഞാൻ നെഗറ്റീവ് സൈൻ എടുക്കരുത്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഓക്കെ അപ്പൊ എനിക്ക് എഴുതാം ഈ കേസിൽ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഏരിയ
ഡിവൈഡഡ് ബൈ ടി. ഇനി ടോട്ടൽ ഏരിയ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ജസ്റ്റ് ഇവിടെ നോക്കുക, ഇത് ട്രയാങ്കിൾ ആണ്. ഓക്കെ, എനിക്കിപ്പോൾ ഈ ഹൈറ്റ് അറിയാം. ഓക്കെ, ആക്ച്വലി ഞാൻ ഈ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എനിക്ക് ഈ ഹൈറ്റ് അറിയാന്നുണ്ടെങ്കിൽ ഹാഫ് ബി ഇൻറ്റു എച്ച്, എച്ച് എന്ന് പറഞ്ഞ ഈ ഡിസ്റ്റൻസ്, റൈറ്റ്? സോ എനിക്ക് ഈ ഏരിയ കിട്ടും, അതിന്റെ ട്വൈസ് എടുക്കുക, അപ്പോൾ എനിക്ക് ടോട്ടൽ ഏരിയ ആയി. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഈ കിട്ടുന്നതാണ് എൻ്റെ ആവറേജ് സ്പീഡ്. എങ്കിൽ ഇനി വേറൊരു കേസ് പറയുവാണെങ്കിൽ, സപ്പോസ് എൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് വെച്ചു. ഈ കേസിൽ എനിക്ക് എൻ്റെ ആവറേജ് വെലോസിറ്റി, ആവറേജ് സ്പീഡും കാൽക്കുലേറ്റ് ചെയ്യണം, റൈറ്റ്? അപ്പോൾ ഇവിടെ നമുക്കറിയാം ഈ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി കണ്ടോ, ഓൾവേസ് പോസിറ്റീവ് ആണ്. എന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഒരേ ഡയറക്ഷനിൽ സ്ട്രൈറ്റ് ലൈനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും സെയിം ആണ്. സോ സ്പീഡും വെലോസിറ്റിയും സെയിം ആണ്. സോ ഞാൻ ഇവിടുത്തെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക, അത് തന്നെയാണ് ആക്ച്വലി ഡിസ്പ്ലേസ്മെന്റ്. സോ നമുക്കറിയാം ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. എനിക്ക് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് വേണമെങ്കിൽ ഞാൻ ഇതിന്റെ അണ്ടറിലുള്ള ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. ഏരിയ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഏരിയ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ എനിക്ക് ഈ കേസിൽ എഴുതാം എൻ്റെ ആവറേജ് സ്പീഡ്, അല്ലെങ്കിൽ ആവറേജ് സ്പീഡ്, എനിക്ക് ഓൾറെഡി അറിയാം ആവറേജ് സ്പീഡ് തന്നെ ഇവിടുത്തെ ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു ഇതിന്റെ ടോട്ടൽ ഏരിയ. ഓക്കെ, ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ ഈസിയാണ്, ബിക്കോസ് എനിക്ക് ഇതിനെ രണ്ട് ട്രയാങ്കിൾസും ഒരു റെക്ടാങ്കിളും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എന്നിട്ട് ഈ ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് ഹാഫ് ബി എച്ച് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ റെക്ടാങ്കിളിന്റെ ഏരിയ എനിക്ക് എൽ ഇൻറ്റു ബി വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ടോട്ടൽ ഏരിയ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഇതാണ് എൻ്റെ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റി. എങ്കിൽ സപ്പോസ് എനിക്കിനി അറിയേണ്ടത് ഈ വെലോസിറ്റി ടൈം ഗ്രാഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്സലറേഷൻ ടൈം ഗ്രാഫ് എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ, അതായത് ഒരു വി ടി ഗ്രാഫിന്റെ സ്ലോപ്പാണ് ആക്സിലറേഷൻ. ഓക്കെ, എന്ന് വെച്ചാൽ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്രാഫിന്റെ സ്ലോപ്പിന്റെ ഗ്രാഫ് വരയ്ക്കുക. ഓക്കെ, റൈറ്റ്? നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഈ ഗ്രാഫിന്റെ സ്ലോപ്പിന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഓക്കെ, ഇതാണ് ആക്സലറേഷൻ, ഇതാണ് ടി. ഞാൻ ചെയ്യേണ്ടത് ഈ ഗ്രാഫിന്റെ സ്ലോപ്പിന്റെ ഗ്രാഫ് നമുക്ക് നോക്കാം. 0 തൊട്ട് ഈ ഒരു പർട്ടിക്കുലർ ടൈം വരെ. സോ ഞാൻ ഈ ടൈമിന് ഞാൻ T1 എന്ന് ഞാൻ വിളിക്കുവാണ്. ഓക്കെ, നമ്മുടെ ഈ പർട്ടിക്കുലർ ടൈമിനെ ഞാൻ T2 എന്ന് വിളിക്കുവാണ്. ഓക്കെ, ഇത് T3, റൈറ്റ്? എന്ന് വെച്ചാൽ 0 തൊട്ട് T1 വരെ. ഓക്കെ, 0 തൊട്ട് T1 വരെ അതിന്റെ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണ്, റൈറ്റ്? ഒരേ സ്ലോപ്പാണ്. എന്ന് വെച്ചാൽ 0 തൊട്ട് T1 വരെ അതിന്റെ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ആയിരിക്കും വരയ്ക്കേണ്ടത്. ഞാൻ ഇങ്ങനെ വരയ്ക്കണം, സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണ്, റൈറ്റ്? ആഫ്റ്റർ ദാറ്റ് T1 to T2 കണ്ടോ, അതിന്റെ സ്ലോപ്പ് 0 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ സ്ലോപ്പ് 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0, റൈറ്റ്? എന്ന് വെച്ചാൽ ഇതാണ് T1 തൊട്ട് T2 വരെ 0. സോ ഇതാണ് നമ്മുടെ ലൈൻ. ആഫ്റ്റർ ദാറ്റ് T2 to T3 അതിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ആണ്. ഓക്കെ, അതായത് നെഗറ്റീവ് നമ്പർ ആണ്. ഇവിടുത്തെ അതേ സ്ലോപ്പ് തന്നെയാണ് ഇവിടെയും. നിങ്ങൾക്കത് പിക്ചറിനകത്ത് നിന്ന് മനസ്സിലാവും, ഫീൽ ചെയ്യും. ഞാൻ ആക്ച്വലി അങ്ങനെ തന്നെ വരച്ചത്. എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന നമ്പർ എന്താണോ അത് തന്നെയാണ് ഇവിടുത്തെ നമ്പർ, പക്ഷേ നെഗറ്റീവ് ആണെന്നേ ഉള്ളൂ, റൈറ്റ്? എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഗ്രാഫിന്റെ കോൺടെക്സ്റ്റിൽ വരയ്ക്കുമ്പോൾ അതായത് ഈ ഹൈറ്റ് എത്രയാണോ അത്രയും ഹൈറ്റിൽ ഞാൻ ഇവിടെ വേണം വരയ്ക്കേണ്ടത്. ആൻഡ് അത് എല്ലായിടത്തും ഒരേ സ്ലോപ്പാണ്. എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ വരയ്ക്കണം, ഇങ്ങനെ വരയ്ക്കണം, റൈറ്റ്? ഓക്കെ, എന്ന് വെച്ചാൽ ഇത് ഞാൻ വരച്ചപ്പോൾ ചെറിയൊരു പ്രശ്നം പറ്റി. ഓക്കെ, ഇത് എ, ഇത് മൈനസ് എ, റൈറ്റ്? ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഗ്രാഫ് എങ്ങനെയായിരിക്കുന്നത്? 0 തൊട്ട് T1 വരെ എൻ്റെ ആക്സിലറേഷൻ ഇങ്ങനെയാണ്. T1 തൊട്ട് T2 വരെ എൻ്റെ ആക്സിലറേഷൻ ഇതാണ്. ആൻഡ് T2 തൊട്ട് T3 വരെ എൻ്റെ ആക്സിലറേഷൻ ഇതാണ്. സോ ഇതാണ് എൻ്റെ ഈ വെലോസിറ്റി ടൈം ഗ്രാഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. അപ്പോൾ അടുത്ത കേസാണ്, സപ്പോസ് നമുക്കറിയാം ആക്സിലറേഷന്റെ മറ്റൊരു ഇക്വേഷൻ ആണ് ആക്സിലറേഷൻ ഈക്വൽ ടു v ഇൻറ്റു dv ബൈ dx. ഓക്കെ, നമുക്ക് ഈ ഇക്വേഷൻ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നോക്കാം, റൈറ്റ്? സപ്പോസ് ഞാനൊരു Vx ഗ്രാഫ് എടുത്താൽ, T ഗ്രാഫ് അല്ല Vx ഗ്രാഫ്, അതായത് വെലോസിറ്റി പൊസിഷൻ ഗ്രാഫ്, റൈറ്റ്? ഞാൻ എടുത്താൽ, അതായത് ഞാനൊരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നു, അതിന്റെ വെലോസിറ്റി അറ്റ് ഈച്ച് പൊസിഷൻ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഞാൻ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു. സപ്പോസ് എനിക്ക് കിട്ടുന്ന ഗ്രാഫ് ഇതാണെന്ന് വെച്ചു, റൈറ്റ്? നമുക്കറിയേണ്ടത് എന്താണ് ഈ ഇക്വേഷൻ റിയലി മീൻ ചെയ്യുന്നതെന്ന്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കാം, ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താ? നമുക്കറിയാം ഈ ഗ്രാഫിലെ ടാൻജന്റിന്റെ സ്ലോപ്പ്, അതായത് ഞാനൊരു പർട്ടിക്കുലർ പോയിന്റിൽ കൂടെ ഞാനൊരു ടാൻജന്റ് വരച്ചാൽ, റൈറ്റ്? ആ ടാൻജന്റ് സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി dv ബൈ dx ആണ്. ഓക്കെ, റൈറ്റ്? എങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും, ഈ കിടക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ dv ബൈ dx എന്ന് വെച്ചാൽ ഇത് ടാൻജന്റിന്റെ സ്ലോപ്പ് ആണ്, റൈറ്റ്? ഓക്കെ, റൈറ്റ്? എന്ന് വെച്ചാൽ എനിക്ക് ഈ എക്സ്പ്രഷനെ എനിക്ക് എങ്ങനെ എഴുതാം? ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു സ്ലോപ്പ് ഓഫ് ടാൻജന്റ്, അതായത് Vx ഗ്രാഫിന്റെ സ്ലോപ്പ് ഓഫ് ടാൻജന്റ്. ഓക്കെ, റൈറ്റ്? എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാ? ഞാനൊരു Vx ഗ്രാഫ് തന്നാൽ ഈ Vx ഗ്രാഫിന്റെ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ ടാൻജന്റ് സ്ലോപ്പ് നമുക്കറിയാമെങ്കിൽ
ആ ടാൻജൻ്റെ സ്ലോപ്പിനെ ആ പർട്ടിക്കുലർ പോയിന്റിലെ വെലോസിറ്റി കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് അവിടുത്തെ ആക്സലറേഷൻ കിട്ടും. റൈറ്റ്. അപ്പോൾ അതാണ് ബേസിക്കലി ഈ ഇക്വേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. വേറൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ വേണമെങ്കിലും പറയാം, ദിസ് ഇംപ്ലൈസ് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ഈക്വൽ ടു, റൈറ്റ്, ഈ സാധനം ഈക്വൽ ടു എ ബൈ വി, റൈറ്റ്. അതായത് ആക്സലറേഷൻ ബൈ വെലോസിറ്റി. ഈ റേഷ്യോ ആണ് ബേസിക്കലി ഡി വി ബൈ ഡി എക്സ്. അതായത് ഒരു വി എക്സ് ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സലറേഷൻ ടു വെലോസിറ്റി റേഷ്യോ ആണ്. ഓക്കെ, റൈറ്റ്. എങ്കിൽ നമുക്കിവിടെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് അറിയേണ്ടത്, ഓക്കെ, സപ്പോസ് എൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ്, അതായത് വെലോസിറ്റി പൊസിഷൻ ഗ്രാഫ്, സപ്പോസ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് വെച്ചോ. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു യൂണിഫോം ആക്സലറേറ്റഡ് മോഷനെ ആണോ എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ അല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോക്കുക, ഇവിടെ എല്ലായിടത്തും വി എക്സ് ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. സോ ഇതിന്റെ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണ്. സ്ലോപ്പ് ഈക്വൽ ടു എം, അതൊരു കോൺസ്റ്റന്റ് ആണ്, റൈറ്റ്. ഓക്കെ, എങ്കിൽ നമ്മുടെ എക്സ്പ്രഷൻ അനുസരിച്ച് ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഇൻറ്റു സ്ലോപ്പ് എന്നാണ്, റൈറ്റ്. സ്ലോപ്പ് ഒരു ഫിക്സഡ് നമ്പർ ആണ്. പക്ഷെ നമുക്കറിയാം ഇവിടെ പലയിടത്തും കണ്ടോ പല വെലോസിറ്റി ആണ്. അപ്പൊ സ്ലോപ്പ് ഫിക്സഡ് ആണ്, വെലോസിറ്റി ഡിഫറന്റ് ആണ് പലയിടത്തും, എന്ന് വെച്ചാൽ ആക്സലറേഷൻ പലയിടത്തും പലതാണ്. എന്ന് വെച്ചാൽ ഒരു വി എക്സ് ഗ്രാഫിൽ എനിക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരിക്കലും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന യൂണിഫോം ആക്സലറേറ്റഡ് മോഷനെ അല്ല. എങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, എങ്കിൽ ഒരു വി എക്സ് ഗ്രാഫിൽ യൂണിഫോം ആക്സലറേറ്റഡ് മോഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഗ്രാഫ് എങ്ങനെ ഇരിക്കും, റൈറ്റ്? അതറിയണമെങ്കിൽ നമുക്കൊരു യൂണിഫോം ആക്സലറേറ്റഡ് മോഷന്റെ മറ്റൊരു ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. യൂണിഫോം ആക്സലറേറ്റഡ് മോഷനിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുവാണെങ്കിൽ അതിനെ ഗവേൺ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2ax. എക്സ് എന്ന് പറഞ്ഞാൽ എന്റെ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ബിക്കോസ് എന്റെ ഇനിഷ്യൽ പൊസിഷൻ 0 ആണെങ്കിൽ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് മൈനസ് 0, അതായത് ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് തന്നെ, എക്സ് മൈനസ് 0, റൈറ്റ്. സോ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. സപ്പോസ്, ഓക്കെ, ഇത് സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. സപ്പോസ് എന്റെ ഒബ്ജക്റ്റിന്റെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. അതായത് ഇഫ് യു ഈസ് ഈക്വൽ ടു 0, യു ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഈ ഇക്വേഷൻ എന്താ പറയുന്നത്? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2ax. സോ എനിക്ക് വെലോസിറ്റിയും എക്സും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് കിട്ടി. എപ്പോ? യൂണിഫോം ആക്സലറേറ്റഡ് മോഷന്റെ കേസിൽ. എങ്കിൽ നമുക്ക് യൂണിഫോം ആക്സലറേറ്റഡ് മോഷന്റെ കേസിലെ വെലോസിറ്റിയും എക്സും തമ്മിലുള്ള ഗ്രാഫ് എങ്ങനെ ഇരിക്കും എന്ന് അറിയണമെങ്കിൽ ഞാൻ ഇതിന്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക, റൈറ്റ്? ഓക്കെ, റൈറ്റ്. കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ബേസിക്കലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു പരാബോളയാണ്, റൈറ്റ്? അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അതിന്റെ ഇൻറ്റ്യൂഷൻ ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇതാണ് എന്റെ വി എക്സ് ഗ്രാഫ് എങ്കിൽ. ഓക്കെ, ജസ്റ്റ് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ഇക്വേഷൻ, അതിലെ ഞാൻ ഈ ഇക്വേഷൻ ഒന്ന് സ്ലൈറ്റ്ലി ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവാണ്. ഞാൻ ഇതിനകത്ത് എഴുതാം, ദിസ് ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ 2a, റൈറ്റ്? നമുക്ക് ഓൾറെഡി അറിയാം ഇത് യൂണിഫോം ആക്സലറേറ്റഡ് മോഷന്റെ ഇക്വേഷൻ ആണ്. സോ എ ഒക്കെ കോൺസ്റ്റന്റ് ആണ്, റൈറ്റ്? എന്ന് വെച്ചാൽ ഇതൊരു ഫിക്സഡ് നമ്പർ ആണ്. എങ്കിൽ ഇതിന്റെ ഗ്രാഫ് എങ്ങനെ ഇരിക്കും എന്ന് അറിയേണ്ടത്. ഇത് പറയുന്നത് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി സ്ക്വയർ ആണ്, റൈറ്റ്? എന്ന് വെച്ചാൽ ഞാൻ വെലോസിറ്റിയുടെ പോസിറ്റീവ് എടുത്താലും വെലോസിറ്റിയുടെ നെഗറ്റീവ് എടുത്താലും ഇവിടെ വി സ്ക്വയറാ വരുന്നത്. സോ വി സ്ക്വയർ പോസിറ്റീവ് വിക്കും നെഗറ്റീവ് വിക്കും സെയിം ആണ്. അതായത് ഇവിടെ വരുന്ന ഗ്രാഫ് എന്താണെങ്കിലും ഈ സൈഡിൽ എന്ത് ഗ്രാഫ് വരും, അതായത് വിയുടെ പോസിറ്റീവിന് എന്ത് വാല്യൂ വരുമോ അതേ വാല്യൂ തന്നെ ആയിരിക്കും വിയുടെ നെഗറ്റീവിന് വരാൻ പോകുന്നത്. അതായത് ഇവിടെ നമ്മുടെ ഗ്രാഫ് ഈ ഒരു സ്ട്രക്ചറിന് പോവുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഗ്രാഫിന്റെ സ്ട്രക്ചർ അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, റൈറ്റ്. അതായത് ഇവിടെ വരുന്നതിന്റെ ജസ്റ്റ് റിഫ്ലക്ഷൻ ആയിരിക്കും ഇപ്പുറത്ത് വരാൻ പോകുന്നത്. ഇനി ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഓരോ വീസും കൊടുക്കുക, കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് നമ്മൾ കണ്ടുപിടിക്കുക, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക നമ്പേഴ്സ് എന്ന് നമ്മൾ പ്ലോട്ട് ചെയ്യുക. അപ്പോൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി കിട്ടാൻ പോകുന്ന പോയിന്റ്സ് ഇങ്ങനത്തെ ഒരു പോയിന്റ്സുകളായിരിക്കും, റൈറ്റ്? അതായത് നിങ്ങൾ പ്ലോട്ട് ചെയ്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഗ്രാഫ് ഈ ഒരു സ്ട്രക്ചറിലായിരിക്കും. ഇതിന്റെ റിഫ്ലക്ഷൻ ആണ് ഇപ്പുറത്തും വരാൻ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും വരാൻ പോകുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഗ്രാഫ് ഈ ഒരു സ്ട്രക്ചറുള്ള ഗ്രാഫ് ആയിരിക്കും. ഓക്കെ, റൈറ്റ്. ഇങ്ങനത്തെ ഒരു സ്ട്രക്ചറുള്ള ഗ്രാഫ് ആയിരിക്കും. സോ നമുക്ക് മനസ്സിലായി ഒരു വി എക്സ് ഗ്രാഫിൽ ഒരു യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു പരാബോള ഷേപ്പാണ്. അതായത് ഇങ്ങനെ ഒരു കർവി പാത്താണ്. ഓക്കെ, അല്ലാതെ സ്ട്രൈറ്റ് ലൈൻ അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത ഇക്വേഷൻ എത്തി. അടുത്ത ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. പക്ഷേ എനിക്ക് എന്റെ ഡിസ്പ്ലേസ്മെന്റ് എനിക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് എക്സ് 0 എന്ന് എഴുതാം, റൈറ്റ്? ഓക്കെ, അതായത് ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ, റൈറ്റ്, ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, ഇവിടെ ബേസിക്കലി ഉള്ളത് എക്സും ടിയും ആയതുകൊണ്ട് തന്നെ നമുക്ക് പൊസിഷൻ ടൈം ഗ്രാഫിനെ പറ്റി നോക്കാം. നമ്മൾ ഇത്രയും നേരം വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ എല്ലാ കോൺസിക്വൻസും പറഞ്ഞു. സോ നമ്മൾ ഇനി കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പൊസിഷൻ ടൈം ഗ്രാഫിനെ പറ്റിയാണ്. നമ്മൾ എടുത്തേക്കുന്ന ഇക്വേഷൻ യൂണിഫോം ആക്സലറേറ്റഡ് മോഷനെ പറ്റി ആയതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുന്നത് യൂണിഫോം ആക്സലറേറ്റഡ് മോഷനിലുള്ള ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫിന്റെ പല 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 ഫീച്ചേഴ്സും പല ബിഹേവിയേഴ്സിനെ ഒക്കെ പറ്റിയാണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഫസ്റ്റ് ഏറ്റവും സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് വെറുതെ ഒന്ന് തിങ്ക് ചെയ്യാം. എൻ്റെ ഇനിഷ്യൽ വെലോസിറ്റിയും
ഇനീഷ്യൽ പൊസിഷനും 0 ആണ്. അതായത് മോഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് 0 വെലോസിറ്റിയിലാണ്, റൈറ്റ്, ബിക്കോസ് an ആക്സലറേഷൻ ഉണ്ടല്ലോ, സോ അതിന്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്തോളും. ആൻഡ് മോഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് 0 x is equal to 0. അതായത് ഓക്കെ, ഫോർ x0 is equal to 0, റൈറ്റ്, ആൻഡ് ഇനീഷ്യൽ വെലോസിറ്റി is equal to 0. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈക്വേഷൻ എങ്ങനെയായിരിക്കും? x is equal to half a t square, റൈറ്റ്. ഒക്കെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം ഇതിന്റെ ഗ്രാഫിന്റെ ഒരു സ്ട്രക്ചർ എന്താണ്. ഗ്രാഫിന്റെ സ്ട്രക്ചർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഞാനിപ്പോൾ ആക്സലറേഷൻ ഒക്കെ ജസ്റ്റ് പോസിറ്റീവ് നമ്പർ ആണെന്നാണ് കരുതുന്നത്, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഇതാണ് എന്റെ എക്സ്, ഇതാണ് എന്റെ ടി, ഓക്കെ, റൈറ്റ്. നമ്മൾ നേരത്തെ കണ്ടു, അതായത് ഞാൻ എന്റെ നേരത്തെ കണ്ട പോലത്തെ അതേപോലത്തെ എക്സാമ്പിളാണ്. ഞാൻ എന്റെ ടി പോസിറ്റീവ് എടുത്താലും നെഗറ്റീവ് എടുത്താലും ഇവിടെ ടി സ്ക്വയറാ വരുന്നത്. സോ ഇതിനകത്ത് വരുന്ന നമ്പർ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഈ ഹോൾ നമ്പർ സെയിം ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ സൈഡിൽ ഞാൻ എങ്ങനെയാണോ ഡോട്ട് ഇടുന്നത് അതേ ഡോട്ട്സ് തന്നെ ആയിരിക്കും ഇപ്പുറത്തും വരാൻ പോകുന്നത്. ബിക്കോസ് ഈ രണ്ട് സൈഡും ഈക്വലി സിമെട്രിക്കാ. ടി ഗോസ് ടു മൈനസ് ടി ആയി കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല. സോ ഇവിടെ ഞാൻ എന്ത് സ്ട്രക്ചർ ആണോ വരയ്ക്കുന്നത് അതിന്റെ ജസ്റ്റ് റിഫ്ലക്ഷൻ ആയിരിക്കും ഇപ്പുറത്ത് വരാൻ പോകുന്നത്. ഇനി ജസ്റ്റ് അത് പ്ലോട്ട് ചെയ്ത് നോക്കുക. പ്ലോട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എക്സാക്ട്ലി ഇതിന്റെ സ്ട്രക്ചർ ഈ ഒരു സ്ട്രക്ചർ ആയിരിക്കും. എന്ന് വെച്ചാൽ മൈനസ് ടിയിൽ ഇതിന്റെ സ്ട്രക്ചർ ഇതായിരിക്കും. നമ്മളിവിടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് ടി ഈസ് ഈക്വൽ ടു 0ക്ക് ശേഷമാണ്. സോ നമ്മുടെ കിട്ടാൻ പോകുന്ന ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് വേറെ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇതൊരു പൊസിഷൻ ടൈം റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, ഞാൻ ഇതിന്റെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. നമുക്ക് എന്തായാലും അറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ dx/dt ആണ്, റൈറ്റ്. ഇതിനകത്ത് വെലോസിറ്റി ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. നമുക്ക് എന്താ കിട്ടും? ഹാഫ് കോൺസ്റ്റന്റ് ആണ്, എ കോൺസ്റ്റന്റ് ആണ്, ബാക്കി d/dt ഓഫ് ടി സ്ക്വയർ. അല്ലെങ്കിൽ എനിക്ക് എഴുതാം dx/dt ഈസ് ഈക്വൽ ടു ഹാഫ് എ d/dt ഓഫ് ടി സ്ക്വയർ. ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2t എന്ന് വെച്ചാൽ at എന്ന് വെച്ചാൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ dx/dt ഞാൻ അങ്ങനെ തന്നെ എഴുതാം, ഈക്വൽ ടു at. നമുക്കറിയാം dx/dt എന്ന് പറഞ്ഞാൽ എന്തുവാ? dx/dt എന്ന് പറഞ്ഞാൽ ഒരു എക്സ് വേഴ്സസ് ടി ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ്. സോ ഇത് സ്ലോപ്പ് ആണ് എന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലായി, കണ്ടോ? ഈ എക്സ് വേഴ്സസ് ടി ഗ്രാഫിന്റെ സ്ലോപ്പ് ടൈം കൂടുന്നതനുസരിച്ച് ഇൻക്രീസ് ചെയ്യുവാണ്. ടി ഈസ് ഈക്വൽ ടു 0യിൽ സ്ലോപ്പ് എത്രയാ? 0, റൈറ്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈം കൂടുന്നതിനനുസരിച്ച് സ്ലോപ്പ് കൂടി വരുന്നു. ടൈം കൂടുന്നതനുസരിച്ച് സ്ലോപ്പ് കൂടി വരണമെന്നുണ്ടെങ്കിൽ സ്ലോപ്പ് എങ്ങനെയായിരിക്കണം? ഗ്രാഫിന്റെ സ്ട്രക്ചർ ഇങ്ങനെ ആയിരിക്കണം. ബിക്കോസ് എങ്കിൽ മാത്രമേ ടൈം കൂടുന്നതനുസരിച്ച് കണ്ടോ സ്ലോപ്പ് കൂടി വരത്തുള്ളൂ, റൈറ്റ്. സോ ഗ്രാഫിന്റെ സ്ട്രക്ചർ. ഇനി അതേസമയം മൈനസ് ടി നമ്മൾ ഇൻട്രസ്റ്റഡ് അല്ല, എന്നാലും നമുക്ക് വെറുതെ പറയാം. മൈനസ് ടിന്റെ കേസിലാണെങ്കിൽ ഞാൻ ടൈം കൂടുന്നതിനനുസരിച്ച് സ്ലോപ്പ് നെഗറ്റീവ് ആവുന്നത്, റൈറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ്, പക്ഷേ സെയിം നമ്പർ ആയിരിക്കണം. അതായത് ഇവിടുത്തെ സ്ലോപ്പ് എന്താണോ അതേ സ്ലോപ്പ് തന്നെ ആയിരിക്കും ഇപ്പുറത്തും, പക്ഷേ സെയിം നമ്പർ ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം സ്ട്രക്ചർ പക്ഷെ ഓപ്പോസിറ്റ് സ്ലോപ്പ്. ഓപ്പോസിറ്റ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും വരാൻ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി എന്റെ സ്ട്രക്ചർ ഇതാ. ഓക്കെ, സോ നമുക്ക് എന്തായാലും മനസ്സിലായി. എങ്കിൽ നമുക്കിപ്പോ നമ്മൾ ചെയ്തൊരു എക്സെപ്ഷണൽ കേസാണ്. അതായത് ഇനീഷ്യൽ വെലോസിറ്റി 0 ആകുമ്പോഴും ഇനീഷ്യൽ പൊസിഷൻ 0 ആകുമ്പോഴുള്ള സ്ട്രക്ചറിനെ പറ്റിയാണ് പറഞ്ഞത്. എങ്കിൽ സപ്പോസ് എന്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, പക്ഷേ ഇനീഷ്യൽ പൊസിഷൻ 0 അല്ല. എങ്കിൽ നമ്മുടെ ഗ്രാഫിന് എന്ത് വ്യത്യാസം വരും നോക്കാം. വളരെ സിമ്പിൾ. എന്റെ ഇനീഷ്യൽ പൊസിഷൻ 0 അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ടി ഈസ് ഈക്വൽ ടു 0യിൽ അതിന്റെ പൊസിഷൻ സം നമ്പർ ആയിരിക്കും, റൈറ്റ്. അതായത് സപ്പോസ് ടി ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ അതിന്റെ ഇനീഷ്യൽ പൊസിഷൻ x0 ഈസ് ഈക്വൽ ടു 2 meters ആണെങ്കിൽ എന്റെ ഗ്രാഫ് ഇങ്ങനെ ഇരിക്കാൻ പോകും. ബിക്കോസ് ഇതാണ് ടി, ഇതാണ് എക്സ്, ഇതാണ് ആക്ച്വലി x is equal to 2 meters, റൈറ്റ്. അത്രേ ഉള്ളൂ, റൈറ്റ്. എങ്കിൽ ഇനി അടുത്ത സിറ്റുവേഷൻ, സപ്പോസ് എന്റെ ടി ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ എന്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 അല്ല, അതായത് ഇനീഷ്യൽ വെലോസിറ്റി ഒരു ഫൈനൈറ്റ് നമ്പർ ആണ്. ഓക്കെ, എങ്കിൽ എന്ത് സംഭവിക്കും? അത് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. ഓക്കെ, സപ്പോസ് എന്റെ ഗ്രാഫ്, അതായത് നമ്മുടെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണെങ്കിൽ എന്റെ ഗ്രാഫ് എങ്ങനെ ഇരിക്കുന്നത്? ഓക്കെ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഞാൻ ഈ ഗ്രാഫ് വരച്ചപ്പോൾ ഈ ഗ്രാഫ് ഒരിക്കലും ഞാൻ ഇങ്ങനെയല്ല വരച്ചത്, റൈറ്റ്. ഞാൻ എക്സാക്ട്ലി ടി ഈസ് ഈക്വൽ ടു 0യിൽ ഈ നമ്മുടെ ടൈം ആക്സിസിനോട് ചേർത്താണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് നമുക്കറിയാം ടി ഈസ് ഈക്വൽ ടു 0യിൽ ഓക്കെ അതിന്റെ വെലോസിറ്റി 0 ആണ്, റൈറ്റ്. നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്തേക്കുന്നത്. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? വെലോസിറ്റി, റൈറ്റ്. അപ്പൊ ടി ഈസ് ഈക്വൽ ടു 0യിൽ വെലോസിറ്റി 0 ആവണമെങ്കിൽ ടി ഈസ് ഈക്വൽ ടു 0യിലെ സ്ലോപ്പ് 0 ആവണം. എന്ന് വെച്ചാൽ ടി ഈസ് ഈക്വൽ ടു 0യിലെ സ്ലോപ്പ് 0 ആവണം. ഞാൻ ഇങ്ങനെ വരച്ചാൽ അതിന്റെ അർത്ഥം ടി ഈസ് ഈക്വൽ ടു 0യിലെ സ്ലോപ്പ് 0 അല്ലെന്നാ, ഒരു ഫൈനൈറ്റ് നമ്പർ ആണെന്ന്. സോ നമ്മുടെ കണ്ടീഷൻ അത് മീറ്റ് ചെയ്യില്ല. ഓക്കെ, സോ നമ്മൾ മുമ്പ് ഇനീഷ്യൽ വെലോസിറ്റി 0 ആണെന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ഇത് ചേർത്താ വരച്ച് അതിന്റെ റീസൺ സ്ലോപ്പ് 0 ആക്കാൻ വേണ്ടിയിട്ടാണ്. എങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി 0 അല്ല എന്ന് വെച്ചോ, അതായത് ഇനീഷ്യലി അതിനൊരു ഫൈനൈറ്റ് വെലോസിറ്റി ഉണ്ട്, റൈറ്റ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇനീഷ്യലി അതിന്റെ സ്ലോപ്പ് 0 അല്ല. എന്ന് വെച്ചാൽ അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരു പർട്ടിക്കുലർ ഒരു ഫൈനൈറ്റ് സ്ലോപ്പിലായിരിക്കണം, അതായത് ഇങ്ങനെ ആയിരിക്കും.
റൈറ്റ്. ഇനി എന്ന് വെച്ചാൽ അതിന്റെ ഗ്രാഫ് ഇങ്ങനെ, റൈറ്റ്. 0 എന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിന് ഇനീഷ്യലി ഒരു ഫൈനൈറ്റ് സ്ലോപ്പ് ഉണ്ട്, ഈ സ്ലോപ്പ്. എങ്കിൽ അതിന് ഇനീഷ്യൽ വെലോസിറ്റി 0 അല്ല ആൻഡ് ഇനീഷ്യൽ പൊസിഷനും 0 അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗ്രാഫ് പോകാൻ പോകുന്നത് ഈ ഒരു സ്ട്രക്ചറിലായിരിക്കും. റൈറ്റ്. സോ നമുക്ക് മനസ്സിലായി, ഓക്കെ റൈറ്റ്. ഇതിനകത്തുള്ള ഓരോ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്, റൈറ്റ്. അതായത് ഇനീഷ്യലി വെലോസിറ്റി ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്ലോപ്പ് 0 ആയിരിക്കരുത്, അതിന്റെ ഒരു ഫൈനൈറ്റ് സ്ലോപ്പ് കാണണം. സോ അതിങ്ങനെ വേണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ റൈറ്റ്. ഇനിയുടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിനൊരു സ്ലോപ്പ് ഉണ്ടെങ്കിൽ, റൈറ്റ്, അത് ഇങ്ങനെ ഇരിക്കുന്നേ. പക്ഷെ നമുക്കറിയാം ഈ ഷേപ്പ് പരാബോളിക് ഷേപ്പ് തന്നെ ആയിരിക്കണം. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇതിന്റെ ഞാനത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഷേപ്പ് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്, റൈറ്റ്. സോ അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഞാനിപ്പോൾ അതിൽ ഇൻട്രസ്റ്റഡ് അല്ല. ഓക്കെ റൈറ്റ്. ഈ ഷേപ്സ് എന്തായാലും പരാബോള തന്നെ ആയിരിക്കണം. പക്ഷെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ പരാബോളിക് ഷേപ്പിന് എന്തായാലും ഒരു ഗ്രൗണ്ട്, ഒരു താഴത്തെ ഇങ്ങനെ ഒരു ഫ്ലാറ്റ് റീജിയൻ ഉണ്ട്. ആ റീജിയൻ ഉണ്ടായാലേ പറ്റൂ, അത് ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. സോ ഞാൻ കംപ്ലീറ്റ് ഗ്രാഫാണ് വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ആ ഫ്ലാറ്റ് റീജിയൻ ഇൻക്ലൂഡ് ചെയ്താലേ പറ്റത്തുള്ളൂ. സോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇത് ഈ ഒരു എൻഡാണ് ഉള്ളതെങ്കിൽ ഇപ്പുറത്ത് എവിടെയെങ്കിലും ഇത് വന്നാലേ പറ്റത്തുള്ളൂ. സോ ഇത് ഇങ്ങനെ വന്നാലേ പറ്റത്തുള്ളൂ. സോ നമുക്ക് അതിനകത്ത് കുറെ കാര്യങ്ങൾ പറയാം. ഇത് ടൈം ആക്സസിന് അതാ ഇവിടെയും ടച്ച് ചെയ്യും എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ റൈറ്റ്. ഇനി ഇത് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ സെൻസിബിളും ആണ്. ബിക്കോസ് അത് ടൈം ആക്സസിനെ 2 സ്ഥലങ്ങളിൽ ടച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എക്സ് ഇസ് ഈക്വൽ ടു 0 ആകുന്ന 2 ടൈം ഉണ്ടെന്ന, റൈറ്റ്. നോക്കിയാൽ മനസ്സിലാവും ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഈ എക്സ് ഇസ് ഈക്വൽ ടു 0 ആകുന്ന, റൈറ്റ്, അതായത് എക്സ് ഇസ് ഈക്വൽ ടു ഞാൻ 0 എന്ന് കൊടുത്തിട്ട് ഞാൻ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 2 ടൈം കിട്ടും, ബിക്കോസ് അത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. സോ 2 ടൈം കിട്ടും, അതാണ് എന്റെ മീനിങ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് പൊസിഷൻ ടൈം ഗ്രാഫിനകത്തുള്ള പല സ്ട്രക്ചേഴ്സിനെ പറ്റി, അതായത് ഓരോ സ്ട്രക്ചേഴ്സും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്തിനെ പറ്റിയെന്ന്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഉള്ള ഏറ്റവും സിംപ്ലസ്റ്റ് സ്ട്രക്ചർ, സപ്പോസ് എന്റെ പൊസിഷൻ ടൈം ഗ്രാഫിനകത്ത് ഇങ്ങനെ ഒരു സാധനം വരുവാണെന്ന് വെച്ചു. അതായത് ഇത് പൊസിഷൻ ടൈം ഗ്രാഫ് ആണ്. പൊസിഷൻ ടൈം ഗ്രാഫിനകത്ത് ഗ്രാഫ് ഈ സ്ട്രക്ചറിലാണ് വരുന്നത്. എല്ലായിടത്തും എക്സ് ടി ആണ്. സോ ഞാനത് എഴുതത്തില്ല, എക്സ് ടി ആണ്, അണ്ടർസ്റ്റുഡ് ആണ്, റൈറ്റ്. ഇതാണെങ്കിൽ നോക്കുക, ഇവിടെ എല്ലായിടത്തും കണ്ടോ സ്ലോപ്പ് സെയിം ആണ്, എന്ന് വെച്ചാൽ വെലോസിറ്റി സെയിം ആണ്, റൈറ്റ്. ആൻഡ് സ്ലോപ്പ് പോസിറ്റീവ് ആണ്, എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇവിടെ വി ഫിക്സഡ് ആണ്. ഓക്കെ, അതായത് ഇത് യൂണിഫോം വെലോസിറ്റി ആണ് ആൻഡ് വെലോസിറ്റി പോസിറ്റീവ് ആണ്, റൈറ്റ്. അതാണ് അതിന്റെ മീനിങ്. ഇനി അടുത്തൊരു സിനാരിയോ, സപ്പോസ് എന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെയാണെന്ന് വെച്ചു. ഇവിടെ നമുക്ക് എല്ലായിടത്തും മനസ്സിലായി, എല്ലായിടത്തും സ്ലോപ്പ് സെയിം ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ വെലോസിറ്റി ഫിക്സഡ് ആണ്, അതായത് കോൺസ്റ്റന്റ് വെലോസിറ്റി ആണ്. ആൻഡ് ഇവിടുത്തെ സ്ലോപ്പ് കണ്ടോ നെഗറ്റീവ് ആണ്, റൈറ്റ്. ഓക്കെ, എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇവിടുത്തെ വെലോസിറ്റി നെഗറ്റീവ് ആണ്. ഓക്കെ, അടുത്തൊരു സിനാരിയോ, സപ്പോസ് എന്റെ ഗ്രാഫ് ഈ സ്ട്രക്ചറിലായിരിക്കുന്നത്, റൈറ്റ്. ഈ ഒരു സ്ട്രക്ചറിൽ ഇങ്ങനെ നമുക്ക് നോക്കാതെ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്, റൈറ്റ്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നോക്കുക, നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റും കണ്ടോ ഇവിടുത്തെ സ്ലോപ്പ് എല്ലായിടത്തും പോസിറ്റീവ് ആണ്, റൈറ്റ്. എല്ലായിടത്തും പോസിറ്റീവ് സ്ലോപ്പ്, അതായത് ഈ സ്ട്രക്ചറിലുള്ള സ്ലോപ്പാണ് എല്ലായിടത്തും കിട്ടുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇവിടെ എല്ലായിടത്തും വെലോസിറ്റി പോസിറ്റീവ് ആണ്, റൈറ്റ്. പക്ഷെ നമുക്കറിയാം ഇവിടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ആക്സലറേഷൻ ഉണ്ട്, റൈറ്റ്. ഇനി ഇവിടെ ഒന്ന് നോക്കുക, സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യുവാണ്, റൈറ്റ്. ബിക്കോസ് ഇനിഷ്യലി കണ്ടോ സ്ലോപ്പ് ഓൾമോസ്റ്റ് 0 ആണ്, ഫൈനലി അതിന്റെ സ്ലോപ്പ് കണ്ടോ ഇൻഫിനിറ്റി ആയി വരുന്നത്. സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യുവാണ്, റൈറ്റ്. സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുവാണ്. വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം വെലോസിറ്റി പോസിറ്റീവ് ആണ്. വെലോസിറ്റി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ വെലോസിറ്റി ചേഞ്ചസ് പോസിറ്റീവ് ആയിരിക്കണം, എന്ന് വെച്ചാൽ ഇവിടുത്തെ ആക്സലറേഷൻ പോസിറ്റീവ് ആണ്, എന്ന് വെച്ചാൽ ഇവിടെ ആക്സലറേഷനും പോസിറ്റീവ് ആണ്. ഒന്നാലോചിക്കുക, പൊസിഷൻ ടൈം ഗ്രാഫിന്റെ അതിന്റെ സ്ലോപ്പ് വെലോസിറ്റി ആണ്, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പാണ് ആക്സലറേഷൻ, റൈറ്റ്. സോ എനിക്ക് ഡയറക്ട്ലി പൊസിഷൻ ടൈം ഗ്രാഫിനകത്ത് എനിക്ക് ആക്സലറേഷൻ കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല, പക്ഷെ എനിക്ക് ആക്സലറേഷന്റെ സൈൻ ഒക്കെ എനിക്ക് ആക്ച്വലി എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ആക്ച്വലി ഇവിടെ കണ്ടത്, റൈറ്റ്. അതായത് ഇവിടെ നമ്മുടെ വെലോസിറ്റി പോസിറ്റീവ് ആണ് ആൻഡ് വെലോസിറ്റി കണ്ടിന്യൂസ്ലി ഇൻക്രീസ് ചെയ്യുവാണ്. വെലോസിറ്റി ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെലോസിറ്റി ചേഞ്ചസ് പോസിറ്റീവ് ആയിരിക്കണം. വെലോസിറ്റി ചേഞ്ചസ് പോസിറ്റീവ് ആണെങ്കിൽ ആക്സലറേഷൻ പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, റൈറ്റ്. സോ നമുക്ക് ആ എക്സ്റ്റെന്റ് വരെ നമുക്ക് നമ്മുടെ അനാലിസിസ് കൊണ്ടുപോകാം. ഓക്കെ, അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് എന്റെ ഗ്രാഫ് ഈ സ്ട്രക്ചറിലാണ്. ഈ സ്ട്രക്ചറിലാണെങ്കിൽ നമുക്ക് എന്തായാലും കാണാൻ പറ്റും, കണ്ടോ നമ്മുടെ സ്ലോപ്പ് എല്ലായിടത്തും നെഗറ്റീവ് ആണ്, അതായത് ഈ സ്ട്രക്ചറിലാണ് സ്ലോപ്പ്, അതായത് വെലോസിറ്റി നെഗറ്റീവ് ആണ്. ഗുഡ്. ഓക്കെ, റൈറ്റ്. ആക്സലറേഷൻ നമുക്ക് ഞാൻ അറിയേണ്ടത് ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കേ, ഇനിഷ്യലി എന്റെ സ്ലോപ്പ് ഓൾമോസ്റ്റ് 0 ആണ്, റൈറ്റ്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ലോപ്പ് കണ്ടോ സ്ലോപ്പ് നെഗറ്റീവ് ഡയറക്ഷനിൽ കൂടി വരുവാണ്, റൈറ്റ്. സ്ലോപ്പ് നെഗറ്റീവ് ഡയറക്ഷനിൽ കൂടി വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നെഗറ്റീവ് ഡയറക്ഷനിലെ വെലോസിറ്റി ചേഞ്ചസ് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടുത്തെ ആക്സലറേഷൻ നെഗറ്റീവ് ആണ്. എങ്കിൽ ഇനി അടുത്ത സിനാരിയോ, സപ്പോസ് എന്റെ എക്സ് ടി ഗ്രാഫ് ഇങ്ങനെയാണെന്ന് വെച്ചോ. ഇവിടെയാണെങ്കിൽ നമുക്ക് എന്തായാലും മനസ്സിലാവും, ബിക്കോസ് നമ്മുടെ സ്ലോപ്പ് എന്താണ് പോസിറ്റീവ് ആണ്,
ഓക്കെ, അതായത് സ്ലോപ്പ് ഈ സ്ട്രക്ചറിലാണ് എന്ന് വെച്ചാൽ എൻ്റെ വെലോസിറ്റി ഇവിടെ എല്ലായിടത്തും പോസിറ്റീവ് ആണ്. വാട്ട് അബൌട്ട് ആക്സിലറേഷൻ? നമുക്കൂടെ നോക്കിയാൽ മനസ്സിലാവും. ഇനിഷ്യലി എൻ്റെ സ്ലോപ്പ് ഒരു ഫൈനൈറ്റ് നമ്പർ ആണ്, പക്ഷെ ഫൈനലി കണ്ടോ സ്ലോപ്പ് 0 ആയി വരിക. അതായത് എൻ്റെ സ്ലോപ്പ് കുറഞ്ഞു വരിക എന്നാൽ അതായത് എൻ്റെ വെലോസിറ്റി കുറഞ്ഞു വരിക. വെലോസിറ്റി കുറഞ്ഞു വരണമെന്നുണ്ടെങ്കിൽ വെലോസിറ്റി ഓൾറെഡി പോസിറ്റീവ് ആണ്, അത് കുറഞ്ഞു വരണമെന്നുണ്ടെങ്കിൽ വെലോസിറ്റി ചേഞ്ചസ് നെഗറ്റീവ് ആവണം. ഓക്കെ, റൈറ്റ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇവിടെ ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്. റൈറ്റ്. ഇനി അതേസമയം എന്റെ സ്ട്രക്ചർ ഇതാണെന്ന് വെച്ചോ. ഓക്കെ, റൈറ്റ്. എക്സ് ടി ഗ്രാഫ് ആണ്. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നോക്കേ, ഇവിടെ എല്ലായിടത്തും കണ്ടോ സ്ലോപ്പ് എല്ലായിടത്തും നെഗറ്റീവ് ആണ്. അതായത് ഈ ഡയറക്ഷനിലെ ഈ സ്ട്രക്ചറിലെ സ്ലോപ്പ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വെലോസിറ്റി നെഗറ്റീവ് ആണ്. ഓക്കെ, റൈറ്റ്. ഇനി ഇനിഷ്യലി നോക്കുക, എന്റെ സ്ലോപ്പ് വളരെ സ്റ്റീപ്പർ ആയിരുന്നു. ഫൈനലി കണ്ടോ സ്ലോപ്പ് 0 ആയി വരുന്നത്. റൈറ്റ്. അതായത് നെഗറ്റീവ് ഡയറക്ഷനിലെ സ്ലോപ്പ് കുറഞ്ഞു വരുന്നു. അതായത് 0യോട് അപ്രോച്ച് ചെയ്യുന്നു. അതായത് ഇനിഷ്യലി അതൊരു ലാർജ് നെഗറ്റീവ് നമ്പർ ആയിരുന്നു, ഫൈനലി അത് 0 ആയി വരിക. റൈറ്റ്. എന്ന് വെച്ചാൽ എന്റെ ഇനിഷ്യൽ വെലോസിറ്റി ഒരു ലാർജ് നെഗറ്റീവ് നമ്പർ ആയിരുന്നു, എന്റെ ഫൈനൽ വെലോസിറ്റി 0 ആണ്. എന്ന് വെച്ചാൽ വെലോസിറ്റി ചേഞ്ചസ് പോസിറ്റീവ് ആണ്, എങ്കിൽ മാത്രമേ എനിക്ക് ഫൈനലി 0 കിട്ടത്തുള്ളൂ. ബിക്കോസ് ഇനിഷ്യലി അതൊരു ലാർജ് നെഗറ്റീവ് നമ്പർ ആണ്. അതിന്റെ കൂടെ പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്ത് വന്നാലല്ലേ എനിക്ക് എന്റെ ഫൈനൽ വെലോസിറ്റി 0 കിട്ടത്തുള്ളൂ. റൈറ്റ്. എന്ന് വെച്ചാൽ എന്റെ വെലോസിറ്റി ചേഞ്ചസ് പോസിറ്റീവ് ആണ്. എന്ന് വെച്ചാൽ എന്റെ അർത്ഥം ആക്സിലറേഷൻ പോസിറ്റീവ് ആണ്. സോ ഇവിടെ ആക്സിലറേഷൻ പോസിറ്റീവ് ആണ്. സോ നമുക്ക് മനസ്സിലായി ഓരോ സ്ട്രക്ചേഴ്സ്, റൈറ്റ്, അതായത് പൊസിഷൻ ടൈം ഗ്രാഫിലെ ഓരോ സ്ട്രക്ചേഴ്സും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ആക്സിലറേഷൻ ആണെന്ന്. അതായത് റിട്ടാർഡേഷൻ ആണോ? നമുക്കറിയാം ഈ കേസിൽ ആക്സിലറേഷൻ പോസിറ്റീവ്, വെലോസിറ്റിയും പോസിറ്റീവ്. എന്ന് വെച്ചാൽ അത് ആക്സിലറേറ്റഡ് മോഷൻ ആണ്, യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണ്. റൈറ്റ്. അതേസമയം ഇവിടെ നോക്കുക, വെലോസിറ്റി നെഗറ്റീവ്, ആക്സിലറേഷൻ നെഗറ്റീവ്. സോ ആക്സിലറേഷൻ വെലോസിറ്റി ഒരേ ഡയറക്ഷനിലാണ്. രണ്ടും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ ഇതും ആക്സിലറേറ്റഡ് മോഷൻ ആണ്. റൈറ്റ്. ഓക്കെ, റൈറ്റ്. ഒരിക്കലും വിചാരിക്കരുത് നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ റിട്ടാർഡേഷൻ ഇല്ല, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മുമ്പ്. റൈറ്റ്. ഓക്കെ, റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റിയും ആക്സിലറേഷനും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നാലാണ് റിട്ടാർഡേഷൻ. ഇവിടെ ആക്സിലറേഷൻ രണ്ടും ഒരേ ഡയറക്ഷനില്ല, സോ ഇത് ആക്സിലറേറ്റഡ് മോഷൻ ആണ്. റൈറ്റ്. ഇനി ഇവിടെയാണെങ്കിലോ വെലോസിറ്റി പോസിറ്റീവ് ആണ്, ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്, സോ ഇത് റിട്ടാർഡഡ് മോഷൻ ആണ്. ഇനി ഇവിടെയാണെങ്കിലോ വെലോസിറ്റി നെഗറ്റീവും ആക്സിലറേഷൻ പോസിറ്റീവും ആണ്, ഇതും റിട്ടാർഡേഷൻ ആണ്. ബിക്കോസ് വെലോസിറ്റിക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആക്സിലറേഷൻ, ഇത് റിട്ടാർഡേഷൻ ആണ്. ഓക്കെ, എങ്കിൽ നമുക്കിനി ഡിഫറെന്റ് ആയിട്ടുള്ള പൊസിഷൻ ടൈം ഗ്രാഫിന്റെ അനാലിസിസ് നോക്കാം. ഓക്കെ, സപ്പോസ് റൈറ്റ്, ഇതൊരു പൊസിഷൻ ടൈം ഗ്രാഫ് ആണ്. ആൻഡ് ഈ ഗ്രാഫ് ഇങ്ങനെയായിരിക്കുന്നത്. റൈറ്റ്. എനിക്കറിയേണ്ടത് ഇത് ഏത് ടൈപ്പ് മോഷൻ ആണ്, നമുക്കത് എങ്ങനെ മനസ്സിലാക്കാം. റൈറ്റ്. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. റൈറ്റ്. ഈ ഗ്രാഫ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എന്തുവാ? ഇനിഷ്യലി ആ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഇത് സ്ട്രൈറ്റ് ലൈൻ മോഷൻ ആണ്. ബിക്കോസ് എക്സ് ഡയറക്ഷനിൽ മാത്രമേ നമ്മൾ മോഷൻ കൺസിഡർ ചെയ്യുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ ഇതാണ് എന്റെ ആക്സസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതാണ് ഞാൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ആയിട്ട് എടുക്കുന്നത്. റൈറ്റ്. മോഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 0 ബിക്കോസ് ടി ഇസ് ഈക്വൽ ടു 0, എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ്. അത് കഴിഞ്ഞാൽ കണ്ടോ ആ ഗ്രാഫിന്റെ സ്ലോപ്പ് ഒരു പർട്ടിക്കുലർ ടൈം വരെ, അതായത് ഒരു ടി ഇസ് ഈക്വൽ ടു സം t1 വരെ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണ്. എന്ന് വെച്ചാൽ ഇത് യൂണിഫോം വെലോസിറ്റിയിൽ പോസിറ്റീവ് സ്ലോപ്പ് ആണ്. എന്ന് വെച്ചാൽ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. ഓക്കെ, എത്ര സമയം വരെ? t1 ടൈം വരെ. റൈറ്റ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വെലോസിറ്റി കണ്ടോ സഡൻലി നെഗറ്റീവായി. റൈറ്റ്. ബിക്കോസ് അതിന്റെ സ്ലോപ്പ് നെഗറ്റീവായി. സ്ലോപ്പ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ വെലോസിറ്റി നെഗറ്റീവ് ആവുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ ദിസ് ടൈം t1 ആ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി നെഗറ്റീവായി. എന്ന് വെച്ചാൽ അത് സഡൻലി അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മോഷൻ സ്റ്റാർട്ട് ചെയ്തു. അതായത് t1 സെക്കൻഡ് ശേഷം t1 സെക്കൻഡ് വരെ കോൺസ്റ്റന്റ് വെലോസിറ്റി ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്തിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് t1 സെക്കൻഡ് കഴിഞ്ഞ ആ മൊമെന്റിൽ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മോഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, വിത്ത് ഇവിടുത്തെ സ്ലോപ്പ് എന്താണോ അതേ സ്ലോപ്പ് തന്നെയായത്, പക്ഷെ ഓപ്പോസിറ്റ് എന്നേ ഉള്ളൂ. അതായത് ഇത് 3 മീറ്റർ പെർ സെക്കൻഡ് എങ്കിൽ ഇതും 3 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. ബിക്കോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ആംഗിൾ എക്സാക്ട്ലി സെയിം. അതായത് ഈ ആംഗിൾ തന്നെയാണ് ഈ ആംഗിൾ. റൈറ്റ്. അല്ലെങ്കിൽ ടാൻ ഓഫ് ഈ ആംഗിൾ തന്നെയാണ് ടാൻ ഓഫ് ഈ ആംഗിൾ. ഓക്കെ, റൈറ്റ്. സിമെട്രി ജസ്റ്റ് വെറുതെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. റൈറ്റ്. അതല്ലെങ്കിൽ ഇൻറ്റ്യൂട്ടീവ് ആണ്, ബിക്കോസ് ഓപ്പോസിറ്റ് ജസ്റ്റ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് സ്ലോപ്സ് ആണത്. റൈറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എക്സാക്ട്ലി 3 മീറ്റർ പെർ സെക്കൻഡ് തന്നെ മോഷൻ സ്റ്റാർട്ട് ചെയ്തു. ആഫ്റ്റർ സം ടൈം, സപ്പോസ് ഇത് t2 ആണെന്ന് വെച്ചോ, t2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ബാക്ക് ടു എവിടെ എത്തി? എക്സ് ഇസ് ഈക്വൽ ടു 0 അതായത് അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്തു. സെക്കൻഡ് ശേഷം ഇത് തിരിച്ച് എക്സ് ഇസ് ഈക്വൽ ടു 0 അതായത് ഓക്കെ, അതൊരു സഡൻ ഫ്ലിപ്പ് ആണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നില്ല. റൈറ്റ്. അതൊരു സഡൻ ഫ്ലിപ്പ് ആണ്, അത് മനസ്സിലാക്കുക. ഓക്കെ, റൈറ്റ്. ഇനി t2 സെക്കൻഡിന് ശേഷം
റൈറ്റ്. അപ്പോഴും മനസ്സിലാക്കുക T2 സെക്കൻഡ് കഴിഞ്ഞാലും കണ്ടോ വെലോസിറ്റിയുടെ സ്ലോപ്പ് അപ്പോഴും നെഗറ്റീവ് തന്നെ, അതായത് ഇത് ഈ ഡയറക്ഷനിൽ തന്നെ മോഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. റൈറ്റ്. അങ്ങനെ സപ്പോസ് ഒരു T3 സെക്കൻഡ് ആയപ്പോഴത്തേക്കും അതിന്റെ മോഷൻ ജസ്റ്റ് സ്ലോപ്പ് പിന്നെയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായി, അതായത് സ്ലോപ്പ് പോസിറ്റീവായി. അതായത് ആഫ്റ്റർ സം T3 സെക്കൻഡ്സ് അതിന്റെ സ്ലോപ്പ് പിന്നെയും പോസിറ്റീവായി, അതായത് ബാക്ക് ടു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മോഷൻ സ്റ്റാർട്ട് ചെയ്തു, അതായത് അത് ഈ ഡയറക്ഷനിൽ മോഷൻ സ്റ്റാർട്ട് ചെയ്തു. റൈറ്റ്. അത് സം T4 ടൈം ആയപ്പോഴത്തേക്കും തിരിച്ചെവിടെ തന്നെ എത്തി, ഒറിജിനിൽ തന്നെ എത്തി. എന്ന് വെച്ചാൽ ഈ മോഷൻ എങ്ങനത്തെ മോഷനാണ്? ആദ്യം ആ ഒബ്ജക്റ്റ് റെസ്റ്റിലായിരുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ആ ഒബ്ജക്റ്റ് ഈ ഡയറക്ഷനിൽ കോൺസ്റ്റന്റ് വെലോസിറ്റി മൂവ് ചെയ്തു. T1 ടൈം ആയപ്പോൾ അത് ജസ്റ്റ് അതിന്റെ ഡയറക്ഷൻ ഫ്ലിപ്പ് ചെയ്തു, അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സെയിം വെലോസിറ്റി മൂവ് ചെയ്തു, ബിക്കോസ് ഇവിടെയുള്ള സ്ലോപ്സ് എല്ലാം സെയിം. റൈറ്റ്. T2 സമയമായപ്പോൾ ഇവിടെ എത്തി. സം T3 സമയമായപ്പോഴത്തേക്കും അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ തന്നെ മോഷൻ കണ്ടിന്യൂ ചെയ്തു, സോ അത് ഇവിടെ എത്തി. ആൻഡ് T3 സമയമായപ്പോൾ പിന്നെ അത് ഫ്ലിപ്പ് ചെയ്തു, സോ T4 ടൈമിൽ അത് ഇവിടെ എത്തി. അതായത് ഇതിന്റെ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇങ്ങോട്ട് പോകുന്നു, ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്യുന്നു, സെയിം വെലോസിറ്റി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നു, ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്യുന്നു, സെയിം ഡയറക്ഷനിൽ ഇവിടെ വരുന്നു, ഇവിടെ എത്തുന്നു. അതാണ് ബേസിക്കലി മോഷൻ. ഓക്കെ, റൈറ്റ്. പിന്നെ നമുക്ക് ഇതെന്താന്ന് നോക്കാം. ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ റൈറ്റ്, ഇതും ഓക്കെ റൈറ്റ്, ഇതൊരു സ്ട്രൈറ്റ് ലൈൻ ആണ്, ഇതാണ് നമ്മുടെ ഒറിജിൻ. ഓക്കെ, നമുക്ക് നോക്കാം. T is equal to 0 ആ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ x is equal to 0 ആണ്. കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ അത് മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. റൈറ്റ്. കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മോഷൻ സ്റ്റാർട്ട് ചെയ്തു. റൈറ്റ്. അത് കോൺസ്റ്റന്റ് വെലോസിറ്റി മൂവ് ചെയ്യുന്നു. സം T is equal to T1, അതായത് ഈ T is equal to T1 ആയപ്പോഴത്തേക്കും അത് എത്രയോ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്തു, അത് ഇവിടെ എത്തി. കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. ഇനിയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. റൈറ്റ്. T is equal to T1 ആയപ്പോഴത്തേക്കും ആ ഒബ്ജക്റ്റ് ഈ ഇത്രയും ഡിസ്റ്റൻസിലെത്തി. പക്ഷെ T1 സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, T1 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒബ്ജക്റ്റിനെ കാണുന്നത് എവിടെയാ? -x. റൈറ്റ്. അതായത് ഈ പൊസിഷനിൽ എത്തിയ ആ മൊമെന്റിൽ ആ ഒബ്ജക്റ്റ് ഇവിടുന്ന് ഡിസപ്പിയർ ചെയ്ത് എവിടെ എത്തി? -x റൈറ്റ്. സപ്പോസ് ഇതിപ്പോ x is equal to 2 ആണെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ x is equal to -2 ആണ്. അതായത് T is equal to 1 സെക്കൻഡിൽ T1 സെക്കൻഡിൽ ആ ഒബ്ജക്റ്റ് x is equal to 2 അടുത്ത മൊമെന്റിൽ നമ്മൾ അതിനെ കാണുന്നത് x is equal to -2 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ഒബ്ജക്റ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കോൺസ്റ്റന്റ് വെലോസിറ്റി പോയി, T1 സെക്കൻഡ്സിൽ അത് ഇവിടെ എത്തി, അടുത്ത മൊമെന്റിൽ അത് ചെയ്തു ഡിസപ്പിയർ ചെയ്തു, -2 റൈറ്റ്. ഓക്കെ റൈറ്റ്. ഇനി ഇവിടെയും ജസ്റ്റ് ആലോചിക്കുക, അതിന്റെ സ്ലോപ്പ് പോസിറ്റീവ് തന്നെയാണ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അത് മൂവ് ചെയ്യുന്ന ഈ ഡയറക്ഷനിൽ തന്നെ. ഓക്കെ റൈറ്റ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അത് ഈ ഡയറക്ഷനിൽ തന്നെ മോഷൻ സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് സമയം, സപ്പോസ് ഈ രണ്ട് സമയം എക്സാക്ട്ലി സെയിം ആണ്, നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. റൈറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് ഇവിടെ എത്താൻ എടുത്ത അതേ സമയം, അതായത് ഒരിക്കൽ കൂടെ T1 ടൈം ഇന്റർവെൽ കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ 2 ടൈംസ് T1 ടൈം ആയപ്പോഴത്തേക്കും അത് എവിടെ തന്നെ എത്തി? ഒറിജിനിൽ തന്നെ എത്തി. എന്ന് വെച്ചാൽ എന്റെ മോഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കോൺസ്റ്റന്റ് സ്പീഡിൽ പോകുന്നു, ഇവിടെ എത്തുന്നു, ഡിസപ്പിയർ ചെയ്ത് ഇവിടെ റീഅപ്പിയർ ചെയ്യുന്നു, എന്നിട്ട് തിരിച്ച് അതേ സമയം കൊണ്ട് തന്നെ ഇവിടെ എത്തുന്നു. ഈ ഡിസ്റ്റൻസ് എക്സാക്ട്ലി സെയിം ആണ്. ഓക്കെ റൈറ്റ്. ഇങ്ങനെ ഒരു മോഷൻ ഫിസിക്കലി പോസിബിൾ അല്ല, പക്ഷേ ഗ്രാഫ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അങ്ങനെ ഒരു മോഷനെയാണ്. അടുത്ത കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ റൈറ്റ്, ഇത് നമ്മൾ നോക്കിയാൽ മനസ്സിലാവുന്നത് ഇതിന്റെ കുറച്ചും കൂടെ പോളിഷ്ഡ് ആയിട്ടുള്ള വെർഷനാണ്. റൈറ്റ്. ഓക്കെ ശരി, നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. റൈറ്റ്. അതായത് ഇവിടെയും റൈറ്റ് ഒബ്ജക്റ്റ് റൈറ്റ് ഒരു സ്ട്രൈറ്റ് ലൈൻ കൂടെ മൂവ് ചെയ്യുന്നത്. ഇതാണ് എന്റെ x is equal to 0. മോഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ x is equal to 0 റൈറ്റ്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ എല്ലായിടത്തും സ്ലോപ്പ് പോസിറ്റീവ് ആണ്. അതേപോലെ തന്നെ സ്ലോപ്പ് കണ്ടോ കുറഞ്ഞു വരിക. എന്ന് വെച്ചാൽ ഈ ഒബ്ജക്റ്റ് പോസിറ്റീവ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്, പക്ഷെ സ്ലോപ്പ് കുറഞ്ഞു വരുവാണ്. എന്ന് വെച്ചാൽ നമുക്കറിയാം ഇവിടുത്തെ ആക്സലറേഷൻ നെഗറ്റീവ് ആണ്, ബിക്കോസ് വെലോസിറ്റി കുറഞ്ഞു വരുവാണ്. എന്ന് വെച്ചാൽ റിട്ടാർഡ് ചെയ്യുവാണ്. എന്ന് വെച്ചാൽ ഈ ഒബ്ജക്റ്റ് മുന്നോട്ട് പോകുന്നുണ്ട്, ആൻഡ് അത് റിട്ടാർഡ് ചെയ്ത് ഒരു പോയിന്റ് നമുക്ക് കണ്ടോ അതിന്റെ സ്ലോപ്പ് 0 ആയി, അതായത് അതിന്റെ വെലോസിറ്റി 0 ആയി, സോ അത് റെസ്റ്റിലാവും. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് കണ്ടോ അതിന്റെ സ്ലോപ്പ് നെഗറ്റീവ് ആണ്. ഓക്കെ റൈറ്റ്. അതായത് ഈ ഒരു സ്ട്രക്ചറിലാണ് വരുന്നത്. റൈറ്റ്. സ്ലോപ്പ് നെഗറ്റീവ് ആണ്. റൈറ്റ്. ഇനി അത് മാത്രമല്ല, ഇത് താഴോട്ട് വരുന്തോറും കണ്ടോ ഇനിഷ്യലി അതിന്റെ സ്ലോപ്പ് ഇതായിരുന്നു, ഫൈനലി അതിന്റെ സ്ലോപ്പ് ഏതാണ്ട് ഈ ഒരു സ്ട്രക്ചറിലൊക്കെ ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ നെഗറ്റീവ് ഡയറക്ഷനിൽ അതിന്റെ സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. റൈറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ അതിന്റെ വെലോസിറ്റി നെഗറ്റീവ് ആണ്, നെഗറ്റീവ് ഡയറക്ഷനിലെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, സോ അതിന്റെ ആക്സലറേഷൻ നെഗറ്റീവ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്തിയിട്ട് തിരിച്ചുള്ള മോഷൻ എന്ന് പറഞ്ഞാൽ ആക്സലറേറ്റഡ് മോഷൻ ആണ്, ബിക്കോസ് വെലോസിറ്റി നെഗറ്റീവ് ആണ്, ആക്സലറേഷൻ നെഗറ്റീവ് ആണ്. റൈറ്റ്. എന്ന് വെച്ചാൽ ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയപ്പോൾ റിട്ടാർഡ് ചെയ്ത് സ്ലോ ആയി, തിരിച്ച് ഇവിടെ നിന്ന് ആക്സലറേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നത്. ഓക്കെ റൈറ്റ്. സോ അപ്പൊ ഇതുവരെ അത് ആക്സലറേറ്റ് ചെയ്തു. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോഴും ഓക്കെ നോക്കുക, ജസ്റ്റ് നമ്മുടെ സ്ലോപ്പ് ഈ സ്ട്രക്ചറിലാണ്, സോ നമ്മുടെ വെലോസിറ്റി നെഗറ്റീവ് ആണ്. പക്ഷെ നമുക്കറിയാം ഇവിടെയുള്ള വെലോസിറ്റിയെക്കാളും ഇത് 0 വെലോസിറ്റിയാണ്. റൈറ്റ്. സോ
അവിടുത്തെ വെലോസിറ്റി കുറയുവാണ്. ഓക്കെ, അതായത് ഇനിഷ്യലി ഒരു ലാർജ് നെഗറ്റീവ് വെലോസിറ്റി ഉണ്ടായിരുന്നു, ഫൈനലി അതിന്റെ വെലോസിറ്റി 0 ആയി വരിക. റൈറ്റ്, എന്ന് വെച്ചാൽ നമുക്കറിയാം അവിടുത്തെ വെലോസിറ്റി ചേഞ്ചസ് പോസിറ്റീവ് ആണ്, എന്ന് വെച്ചാൽ ആക്സലറേഷൻ പോസിറ്റീവ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ടൈം ഇന്റർവെലിൽ അതിന്റെ വെലോസിറ്റി നെഗറ്റീവ് ആണ്, ആക്സലറേഷൻ പോസിറ്റീവ് ആണ്, എന്ന് വെച്ചാൽ റിട്ടാർഡഡ് മോഷൻ ആണ്. എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലായി ഇനിഷ്യലി അത് ഇങ്ങോട്ട് പോകുന്നുണ്ട്, റിട്ടാർഡ് ചെയ്ത് 0 ആയി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡയറക്ഷനിൽ ആക്സലറേറ്റ് ചെയ്ത് ഇവിടെ എത്തി. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് മൂവ് ചെയ്യാണ്, ബിക്കോസ് നെഗറ്റീവ് ഡയറക്ഷനിലാണ് വെലോസിറ്റി. പക്ഷേ നെഗറ്റീവ് ഡയറക്ഷനിൽ വെലോസിറ്റി വന്നപ്പോൾ അതിന്റെ ആക്സലറേഷൻ പോസിറ്റീവ് ആയി, എന്ന് വെച്ചാൽ റിട്ടാർഡഡ് മോഷൻ ആണ്. എന്ന് വെച്ചാൽ അതിന്റെ സ്പീഡ് കുറഞ്ഞ് ഈ ടൈം എത്തുമ്പോൾ അതിന്റെ സ്പീഡ് എത്രയാവും? 0 ആവും. ഇനി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, സ്ലോപ്പ് പോസിറ്റീവ് ആണ്, റൈറ്റ്. ആൻഡ് സ്ട്രക്ചർ ഈ സ്ട്രക്ചറാണ്, അതായത് ഈ ഒരു സ്ട്രക്ചറാണ്, റൈറ്റ്. എന്ന് വെച്ചാൽ സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യുവാണ്, എന്ന് വെച്ചാൽ വെലോസിറ്റി ചേഞ്ച് പോസിറ്റീവ് ആണ്, അതായത് ആക്സലറേഷൻ പോസിറ്റീവ് ആണ്. അതായത് തിരിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വെലോസിറ്റി പോസിറ്റീവ് ആണ്, ബിക്കോസ് വെലോസിറ്റി പോസിറ്റീവ് ആണ്, പോസിറ്റീവ് സ്ലോപ്പ് ആണ്. സോ ഈ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും, അതായത് ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. ആൻഡ് അതിന്റെ ആക്സലറേഷൻ പോസിറ്റീവ് ആണ്, സോ അത് ആക്സലറേറ്റഡ് മോഷൻ ആണ്. ഓക്കെ, സോ നമുക്ക് സ്റ്റോറി മനസ്സിലായി. ഒബ്ജക്റ്റ് ഇനീഷ്യലി ഇവിടെ നിൽക്കും, അതിന് ഇനീഷ്യലി ഒരു വെലോസിറ്റി ഉണ്ട്, അത് റിട്ടാർഡ് ചെയ്ത് 0 വെലോസിറ്റി ആവും. എന്നിട്ട് അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്സലറേറ്റ് ചെയ്ത് അത് ഇവിടെ എത്തും. ഇനി ഈ ഡയറക്ഷനിൽ പിന്നെയും മോഷൻ കണ്ടിന്യൂ ചെയ്യും, റൈറ്റ്. പക്ഷെ അത് റിട്ടാർഡ് ചെയ്ത് 0 വെലോസിറ്റിയിലെത്തും. ആൻഡ് അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മോഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ആക്സലറേറ്റ് ചെയ്ത് ബാക്ക് ടു ഇവിടെ തന്നെ എത്തും, റൈറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഓസിലേറ്ററി മോഷൻ ആണ്, റൈറ്റ്. ഇതും ഒരു ഓസിലേറ്ററി മോഷൻ ആയിരുന്നു, ഇതും ഓസിലേറ്ററി മോഷൻ ആയിരുന്നു. പക്ഷെ ഇവിടെ ആക്സലറേഷനോ അങ്ങനത്തെ ഫീച്ചേഴ്സോ ഒന്നുമില്ല. പക്ഷെ ഇവിടെ കുറച്ചും കൂടെ ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളെ കൂടെ നടക്കുന്നുണ്ട്, അതായത് ആക്സലറേഷൻ ഒക്കെ കൂടെ വരുന്നുണ്ട്. സോ സ്പീഡ് കൂടി സ്പീഡ് കുറഞ്ഞ് ഗ്രാജുവലി റെസ്റ്റിലായി, എന്നിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സ്പീഡ് കൂടി വരുന്നു, റൈറ്റ്. സോ അങ്ങനത്തെ മെക്കാനിസംസ് അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, റൈറ്റ്. എങ്കിൽ ഇനി എനിക്ക് അടുത്ത ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. സപ്പോസ് എൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, റൈറ്റ്. ഇതൊരു സർഫസ് ആണ്. ആൻഡ് ഞാനൊരു ഒബ്ജക്റ്റിനെ സപ്പോസ് ഞാനൊരു u = 0 ഇനീഷ്യൽ വെലോസിറ്റിയിൽ ഞാനൊരു പർട്ടിക്കുലർ ഹൈറ്റിൽ ഞാൻ താഴോട്ട് ഡ്രോപ്പ് ചെയ്യുവാണ്. ഓക്കെ, എനിക്ക് ഈ സാധനത്തിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കണം. ഓക്കെ, റൈറ്റ്. നമുക്ക് എന്തായാലും ആലോചിച്ച് നോക്കാം, ഞാൻ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം. ഇനീഷ്യലി ഞാനൊരു കാര്യം അസ്യൂം ചെയ്യുന്നു. ഇനീഷ്യലി അതൊരു പർട്ടിക്കുലർ ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഇതാണ് എന്റെ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്, അതായത് ഇതാണ് എന്റെ ഒറിജിൻ. ഓക്കെ, അതായത് ഈ ഹൈറ്റ് ആണ് എന്റെ ഒറിജിൻ, ഞാൻ അങ്ങനെയാണ് എടുക്കുന്നത്. ഓക്കെ, റൈറ്റ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. ഇനീഷ്യലി എന്റെ പൊസിഷൻ x = 0 ആണ്. ഓക്കെ, റൈറ്റ്. അതായത് ബിക്കോസ് ഞാൻ അവിടെ എന്റെ ഒറിജിൻ ആയിട്ട് എടുത്തേക്കുന്നത്. ഓക്കെ, റൈറ്റ്. ആൻഡ് ഇതാണ് എന്റെ ഒറിജിൻ. ആൻഡ് ഞാൻ ഈ ഡയറക്ഷനാണ് ഞാൻ പോസിറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ്. സോ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള മോഷൻ ആയിരിക്കും ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, റൈറ്റ്. എങ്കിൽ നമുക്കറിയാം ഈ ഒബ്ജക്റ്റ് താഴോട്ട് വരുന്നു, ഇത് അണ്ടർ ഗ്രാവിറ്റിയാണ് മൂവ് ചെയ്യുന്നത്. സോ ഇത് യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ ആണ്. ഇത് താഴോട്ട് വരുന്നതോറും ആക്സലറേറ്റീവ് ആണ്, നമുക്കറിയാം താഴോട്ട് വരുന്നതോറും ആക്സലറേറ്റീവ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ ആക്സലറേറ്റീവ് ആണ്, വെലോസിറ്റി കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും. എങ്കിൽ നമുക്കറിയാം അതിന്റെ ഗ്രാഫ് ഏത് സ്ട്രക്ചറിലാണ്? ഈ സ്ട്രക്ചറിലാണ്, റൈറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ സ്ട്രക്ചേഴ്സ്, അതായത് ഞാൻ പല സ്ട്രക്ചേഴ്സ് വരച്ചു വന്നു, അവിടെ ജസ്റ്റ് നോക്കുക. വെലോസിറ്റി പോസിറ്റീവ് ആണ് ഇവിടെ, ബിക്കോസ് താഴോട്ടുള്ള ഡയറക്ഷൻ ഞാൻ പോസിറ്റീവ് ആയിട്ട് എടുത്തേക്കുന്നത്. ആൻഡ് ഇവിടെ ആക്സലറേഷനും താഴോട്ടാണ്, റൈറ്റ്. സോ ആക്സലറേഷനും പോസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗ്രാഫിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, മുമ്പത്തെ സ്ട്രക്ചേഴ്സ് പോയി റെഫർ ചെയ്യുക ഡൗട്ട് ഉള്ളവര്, റൈറ്റ്. അപ്പോൾ വൺസ് ഈ സാധനം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഹിറ്റ് ചെയ്യും ആൻഡ് തിരിച്ച് റീബൗൺസ് ചെയ്യുമ്പോൾ അത് മുകളിലോട്ടാണ് വരുന്നത്, റൈറ്റ്. മുകളിലോട്ട് വരുമ്പോൾ ഇത് താഴെ എത്തുന്ന വെലോസിറ്റി എത്രയാണോ എക്സാക്ട്ലി അതേ വെലോസിറ്റി അത് മുകളിലോട്ട് വരുന്നത്. ബിക്കോസ് അവിടെ എനർജി ലോസ് ഉണ്ടെന്നുണ്ടെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നില്ല. എക്സാക്ട്ലി അതേ വെലോസിറ്റി മുകളിലോട്ട് വരുവാണെങ്കിൽ ഇത് താഴെ എത്തുന്ന ടൈമിലെ വെലോസിറ്റിയാണ് ഈ സ്ലോപ്പ്. അതേ സ്ലോപ്പ് തന്നെ ആയിരിക്കും എക്സാക്ട്ലി ഇവിടെയും വരാൻ പോകുന്നത്, റൈറ്റ്. അതായത് തിരിച്ചു വരുന്ന സമയത്ത്, അതായത് അതിന്റെ സ്ലോപ്പ് എക്സാക്ട്ലി ഇത് തന്നെ ആയിരിക്കും. അതായത് ഈ സ്ലോപ്പ് എത്രയാണോ അതേ സ്ലോപ്പ് തന്നെ ആയിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. ഇനി നമുക്ക് അതിനുശേഷം ഒന്ന് ആലോചിച്ച് നോക്കാം. വെലോസിറ്റി ഇങ്ങോട്ടാണ്, അതായത് ബൗൺസ് ചെയ്തതിന് ശേഷം വെലോസിറ്റി നെഗറ്റീവ് ഡയറക്ഷനിലാണ്, അതായത് മുകളിലോട്ടുള്ള ഡയറക്ഷൻ നെഗറ്റീവ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. പക്ഷേ ആക്സലറേഷൻ താഴോട്ടാണ്, അതായത് ആക്സലറേഷൻ പോസിറ്റീവ് ആണ്. ഓക്കെ, റൈറ്റ്. സോ വെലോസിറ്റി നെഗറ്റീവും ആക്സലറേഷൻ പോസിറ്റീവും ആണെങ്കിൽ, റൈറ്റ്, എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്തുവാ? റൈറ്റ്, അതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിട്ടാർഡേഷൻ ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഇനിഷ്യലി അതിനൊരു ലാർജ് സ്ലോപ്പ് ഉണ്ടെങ്കിൽ ആ സ്ലോപ്പ് കുറഞ്ഞു വരണം, 0 അപ്രോച്ച് ചെയ്ത് വരണം, റൈറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്ക് എന്തായാലും അറിയാം ഇവിടെ എത്തുമ്പോൾ അത് റീബൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അതേ സ്ലോപ്പ് തന്നെ ആയിരിക്കും, പക്ഷേ
ഓപ്പോസിറ്റ് സ്ട്രക്ചറിലായിരിക്കും. അതിൻ്റെ ആ സ്ലോപ്പ് ഗ്രാജ്വലി കുറഞ്ഞു വരണം. അതായത് സീറോയിനോട് അപ്രോച്ച് ചെയ്യണം. അതായത് എൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലായിരിക്കും ഈ സാധനം പോകുന്നത്. ഓക്കെ റൈറ്റ്. ഇവിടെ ഒരിക്കൽ കൂടെ മനസ്സിലാക്കുക, അതായത് മോഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ വെലോസിറ്റി സീറോ ആണ്. ഓക്കെ റൈറ്റ്, അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതായത് മോഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെലോസിറ്റി സീറോ ആണെങ്കിൽ ഞാനിവിടെ കണ്ടോ ഗ്രാഫ് വരച്ച കണ്ടോ, ഇതിനോട് വളരെ ചേർത്ത് ഞാൻ ഇങ്ങനെ വരയ്ക്കാവും. റൈറ്റ്, ഈ സ്ട്രക്ചറിലേ വരയ്ക്കാവും. അല്ലാതെ ഞാൻ ഒരിക്കലും ഇങ്ങനെ വരയ്ക്കരുത്. ഞാൻ കുറച്ചും കൂടെ ചേർത്തായിരുന്നു അത് വരയ്ക്കേണ്ടിയിരുന്നത്. അതായത് ഇങ്ങനെ ചേർത്ത് വരയ്ക്കണമായിരുന്നു. ഓക്കെ, ബിക്കോസ് മോഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെലോസിറ്റി സീറോ ആണ്. ഇങ്ങനെ വരയ്ക്കാൻ പാടില്ല. റൈറ്റ്. ഓക്കെ, ഇനി ആൻഡ് ആഫ്റ്റർ സം ടൈം അതൊരു പർട്ടിക്കുലർ വെലോസിറ്റി റീച്ച് ചെയ്തു, ഗ്രൗണ്ടിലെത്തിയപ്പോഴത്തേക്കും ഇടിച്ച ആ മൊമെന്റിൽ അതിന്റെ വെലോസിറ്റി ജസ്റ്റ് ഓപ്പോസിറ്റ് ആയി. അതായത് ഇവിടുത്തെ സ്ലോപ്പ് എന്താണോ അത് തന്നെ ആയിരിക്കണം തൊട്ടടുത്ത ഇൻസ്റ്റന്റിലെ സ്ലോപ്പ്, പക്ഷേ നെഗറ്റീവ് വേർഷൻ ആയിരിക്കണം. അതായത് ഇവിടുത്തെ സ്ലോപ്പ് ഇതാണ്, അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് സ്ലോപ്പ്. അത് കഴിഞ്ഞാൽ നമുക്കറിയാം വെലോസിറ്റി നെഗറ്റീവ് ആണ്, ആക്സലറേഷൻ പോസിറ്റീവ് ആണ്. മുമ്പത്തെ സ്ട്രക്ചേഴ്സ് റെഫർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്ട്രക്ചർ ഇതായിരിക്കും. അതായത് വെലോസിറ്റി നെഗറ്റീവും ആക്സലറേഷൻ പോസിറ്റീവ് ആണെങ്കിൽ. സോ നമുക്ക് അല്ലെങ്കിൽ കൺസെപ്ഷലി മനസ്സിലാക്കാം, ബിക്കോസ് ഈ സാധനം വെലോസിറ്റി നെഗറ്റീവ് ആണ്, ആക്സലറേഷൻ പോസിറ്റീവ് ആണ് എന്ന് വെച്ചാൽ ഇനിഷ്യലി ലാർജ് നെഗറ്റീവ് വെലോസിറ്റി ഉണ്ട്, ഫൈനലി അതിന്റെ വെലോസിറ്റി സീറോയുടെ അപ്രോച്ച് ചെയ്ത് പോവുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സ്ലോപ്പ് കുറഞ്ഞു സീറോയുടെ അപ്രോച്ച് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ഒരു സ്ട്രക്ചർ ആവണം. സോ ഇതാണ് നമ്മുടെ ഈ ഒരു വന്നു റീബൗണ്ട്സ് ചെയ്ത് പോകുന്നു ഈ ഒരു സിനാരിയോയുടെ പൊസിഷൻ ടൈം ഗ്രാഫ്. ഈ ഗ്രാഫ് വരച്ചപ്പോൾ ഞാൻ അസ്യൂം ചെയ്ത കാര്യം, ഒന്ന് ഇതാണ് എൻ്റെ റെഫറൻസ് പോയിന്റ് ആൻഡ് താഴോട്ടുള്ള ഡയറക്ഷൻ ആണ് പോസിറ്റീവ്. ഇതാണ് ഞാൻ അസ്യൂം ചെയ്തേക്കുന്ന കാര്യം. ഓക്കെ, അപ്പോൾ നമുക്കിനി അറിയേണ്ടത് എൻ്റെ ഒരു ഫിസിക്കൽ സിനാരിയോ ഉണ്ട്. ഞാൻ ആ ഫിസിക്കൽ സിനാരിയോ എന്താണെന്ന് പറയാം. അതിനു മുന്നേ എനിക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിസിക്കൽ സിനാരിയോനെ റെപ്രസെന്റ് ചെയ്യുന്ന XT ഗ്രാഫ്, അതായത് പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കണം, ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് വരയ്ക്കണം, വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കണം. ഇനി എന്താണ് നമ്മുടെ സിനാരിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. എൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ആ ഒബ്ജക്റ്റ് ഇനീഷ്യലി റെസ്റ്റിലാണ്, അതായത് ഇനീഷ്യൽ വെലോസിറ്റി സീറോ ആണ്. ആൻഡ് ആ സാധനം ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്, യൂണിഫോമിലിയാണ് ആക്സിലറേറ്റ് ചെയ്യുന്നത്. ആൻഡ് അതിന്റെ ആക്സിലറേഷൻ A1 ആണ്. T1 സെക്കൻഡ് നേരത്തേക്ക് ഇത് ആക്സിലറേറ്റ് ചെയ്യുന്നു. ആൻഡ് ആക്സിലറേഷന്റെ ഡയറക്ഷൻ ഇതാണ്. ആഫ്റ്റർ T1 സെക്കൻഡ് അതിന്റെ പുറത്ത് ആക്ട് ചെയ്യപ്പെടുന്ന ആക്സിലറേഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, അത് A2 ആണ്. ഓക്കെ റൈറ്റ്. ആൻഡ് നമുക്കറിയാം ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ അതിന്റെ ഒരു പർട്ടിക്കുലർ വെലോസിറ്റി കാണും. സോ ആക്സിലറേഷൻ ഈ ഡയറക്ഷനിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ആ സാധനം സ്ലോ ആവും. ഓക്കെ, അപ്പൊ എനിക്ക് എന്തായാലും അറിയേണ്ടത് ആഫ്റ്റർ T1 സെക്കൻഡ് അതിന്റെ പുറത്ത് ഈ ഡയറക്ഷനിൽ ആക്സിലറേഷൻ ആക്ട് ചെയ്യുന്നത്. സോ എന്തായാലും ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യും. എനിക്കറിയേണ്ടത് ഇത് മൂവ് ചെയ്യും, ഇത് നമുക്കറിയാം, ഇത് ഫൈനലി റെസ്റ്റിലാവുമായിരിക്കും, ചിലപ്പോൾ തിരിച്ചു വരുമായിരിക്കും. എന്താണെങ്കിലും നമുക്കറിയേണ്ടത് ഈ കംപ്ലീറ്റ് സിനാരിയോനെ റെപ്രസെന്റ് ചെയ്യുന്ന XT ഗ്രാഫ് വരയ്ക്കുക. ഇതാണ് നമ്മുടെ എയിം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം വരയ്ക്കുന്നതിന് മുമ്പേ നമുക്ക് ഈ മോഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നൊക്കെ നമുക്ക് ആദ്യം അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നത്. ഇനീഷ്യലി ഈ ഒബ്ജക്റ്റ് റെസ്റ്റിലാണ് ആൻഡ് അതിന്റെ പുറത്ത് ഈ ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഉണ്ട്. സോ അത് ഈ ഡയറക്ഷനിൽ ആക്സിലറേറ്റ് ചെയ്യും. T1 സമയം വരെ അത് ആക്സിലറേറ്റ് ചെയ്യും. സോ അതിന്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് വരും. ആഫ്റ്റർ T1 സെക്കൻഡ് അതിന്റെ പുറത്ത് ആക്സിലറേഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ അത് റിട്ടാർഡ് ചെയ്യും. ഓക്കെ റൈറ്റ്, റിട്ടാർഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സ്പീഡ് കുറഞ്ഞു വരും. എങ്കിൽ എത്രയോ ഒരു സെക്കൻഡ്സ് കഴിയുമ്പോൾ ആ ഒബ്ജക്റ്റ് റെസ്റ്റിലാവും. ബിക്കോസ് അതിന്റെ സ്പീഡ് കുറഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ അത് റെസ്റ്റിലാകുക എന്നാ. റൈറ്റ്, എങ്കിൽ സപ്പോസ് T2 സെക്കൻഡ്സിലാണ് റെസ്റ്റിലാകുന്നതെങ്കിൽ ഓക്കെ, T2 സെക്കൻഡിൽ ആ ഒബ്ജക്റ്റ് റെസ്റ്റിലായി. പക്ഷെ അപ്പോഴും മനസ്സിലാക്കുക അതിന്റെ ആക്സിലറേഷൻ ഈ ഡയറക്ഷനില്ല. സോ അതിന്റെ അടുത്ത ഇൻസ്റ്റന്റിലെ വെലോസിറ്റി ചേഞ്ച് ഈ ഡയറക്ഷനിലായിരിക്കും. സോ അതിന്റെ അടുത്ത ഇൻസ്റ്റന്റിലെ വെലോസിറ്റി ഇങ്ങോട്ടായിരിക്കും. ഇനി വെലോസിറ്റി ഇങ്ങോട്ടായി കഴിഞ്ഞാൽ നമുക്കറിയാം ആക്സിലറേഷൻ ഇങ്ങോട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അതിന്റെ പുറത്ത് ആക്സിലറേഷൻ ആണ്, റിട്ടാർഡേഷൻ അല്ല. ബിക്കോസ് വെലോസിറ്റി ഇങ്ങോട്ടാണ്, ആക്സിലറേഷൻ ഇങ്ങോട്ടാണ്. സോ ആ ഒബ്ജക്റ്റിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. റൈറ്റ്, ഇനി ത്രൂ ഔട്ട് T2 ടു ഫൈനലി ഇവിടെ എത്തുന്നത് വരെ, അതായത് T4 വരെ, T = T3 കഴിഞ്ഞ് T4 വരെയും അതിന്റെ ആക്സിലറേഷൻ A2 ആണ്. ഓക്കെ, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. A2 ആണ്. സോ അതിന്റെ സ്പീഡ് കണ്ടിന്യൂസ്ലി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. സ്പീഡ് കണ്ടിന്യൂസ്ലി ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ എന്തായാലും ആ ഒബ്ജക്റ്റ് റെസ്റ്റിലാവാൻ പോകുന്നില്ല. സോ അത് ഫൈനലി നമ്മുടെ ഇനിഷ്യൽ പോയിന്റിനെ പാസ് ചെയ്ത് പോകും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് മോഷൻ. നമുക്ക് ഇതിന്റെ ഗ്രാഫ് എങ്ങനെ വരും നോക്കാം. റൈറ്റ്, സോ അതിനായിട്ട് ഞാനൊരു XT ആക്സിസ് ഞാൻ വരയ്ക്കുന്നു. സോ ഇതാണ് എൻ്റെ X ആക്സിസ്, ഇതാണ് എൻ്റെ ടൈം ആക്സിസ്. റൈറ്റ്, ഓക്കെ റൈറ്റ്. നമുക്ക് എന്തായാലും അറിയാം ഓക്കെ, ഇത് XT ഗ്രാഫ് ആണ്. സോ ഈ XT ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് വെലോസിറ്റി. റൈറ്റ്, ഈ ഒബ്ജക്റ്റിന്റെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാ? ഓക്കെ, ആൻഡ് ഈ ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് X = 0 ആണ്. റൈറ്റ്, എന്ന് വെച്ചാൽ ഈ ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന X = 0 ആണ്. അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റിയും 0 ആണ്. എന്ന് വെച്ചാൽ XT ഗ്രാഫിന്റെ സ്ലോപ്പ് വെലോസിറ്റി ആണ്. ഇനീഷ്യൽ വെലോസിറ്റി 0 ആയതുകൊണ്ട് തന്നെ ഇനീഷ്യൽ സ്ലോപ്പ് 0 ആയിരിക്കണം. അതായത് ഞാൻ ഇങ്ങനെ വരയ്ക്കരുത്, ഞാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ സ്ട്രക്ചറിലായിരിക്കണം. അതായത് ഇങ്ങനെ വേണം ഇവിടെ വരേണ്ടത്. റൈറ്റ്, സോ ഞാൻ ഇങ്ങനെ വേണം സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്താണെങ്കിലും. റൈറ്റ്, ഇനി എനിക്കറിയാം അതിനുശേഷം ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് യൂണിഫോംലി ആക്സിലറേറ്റ് ചെയ്തുകൊണ്ടാണ്. റൈറ്റ്, ഓക്കെ, എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അതിന്റെ സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യണം.
റൈറ്റ്? ഓക്കെ, സോ അതിന്റെ വെലോസിറ്റി ഡയറക്ഷനിലാണ്, ആക്സിലറേഷൻ ഓൾസോ ഈ ഡയറക്ഷനിലാണ്. സോ വെലോസിറ്റി പോസിറ്റീവ് ആണെങ്കിൽ ആക്സിലറേഷനും പോസിറ്റീവ് ആണ്. സോ നമുക്കറിയാം ഗ്രാഫിന്റെ സ്ട്രക്ചർ അങ്ങനെ വരുമെന്ന്. നമുക്കറിയാം ഗ്രാഫിന്റെ സ്ട്രക്ചർ ഇങ്ങനെയായിരിക്കും വരാൻ പോകുന്നത്. റൈറ്റ്? ഓക്കെ, എപ്പോൾ വരെ? ടി ഈസ് ഈക്വൽ ടു T1 വരെ. സോ നമുക്ക് പറയാം, സപ്പോസ് ഇതാണ് നമ്മുടെ ടി ഈസ് ഈക്വൽ ടു T1 എങ്കിൽ ടി ഈസ് ഈക്വൽ ടു T1 വരെ നമ്മുടെ ഗ്രാഫിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചർ ആയിരിക്കും ഈ ഗ്രാഫിന് വരാൻ പോകുന്നത്. റൈറ്റ്? ഇനി നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T1 തൊട്ട് T2 വരെ ഗ്രാഫിന്റെ സ്ട്രക്ചർ എന്തായിരിക്കുമെന്ന്. റൈറ്റ്? T1 തൊട്ട് T2 വരെ നമുക്കറിയാം ഈ ഒബ്ജക്റ്റ് ആക്ച്വലി ഇവിടെ എത്തുമ്പോൾ അതിനൊരു ഫൈനൈറ്റ് വെലോസിറ്റി ഉണ്ട്. റൈറ്റ്? ഓക്കെ, അതിന്റെ പുറത്ത് റിട്ടാർഡേഷൻ ആക്ട് ചെയ്യുന്നുണ്ട്, അതായത് ആക്സിലറേഷൻ ഉണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. റൈറ്റ്? എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇങ്ങോട്ടുള്ള വെലോസിറ്റി കുറഞ്ഞു വരും. സോ വെലോസിറ്റി അപ്പോഴും പോസിറ്റീവ് തന്നെയാണ്, പക്ഷേ ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്. എന്ന് വെച്ചാൽ വെലോസിറ്റി ചേഞ്ച് നെഗറ്റീവ് ആണ്. സോ വെലോസിറ്റി കുറഞ്ഞു വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോപ്പ് കുറഞ്ഞു പോകും. റൈറ്റ്? എങ്കിൽ നമുക്കറിയാം വെലോസിറ്റി പോസിറ്റീവ് ആണ്, ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷന്റെ കേസ് നമ്മുടെ ഇവിടെ വരുന്ന സമയത്ത് അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരാൻ പോകുന്നത്? ഇങ്ങനെ. റൈറ്റ്? ഡൗട്ട് ഉള്ളവർ ജസ്റ്റ് മുമ്പത്തെ നമ്മുടെ സ്ട്രക്ചേഴ്സ് റെഫർ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ലോജിക്കലി മനസ്സിലാക്കുക. ബിക്കോസ് വെലോസിറ്റി ഡയറക്ഷനിലാണ്, ആക്സിലറേഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ സ്ലോപ്പ് കുറഞ്ഞു വരണം. സ്ലോപ്പ് കുറഞ്ഞു വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ സ്ലോപ്പ് കൂടിയേ പോകത്തുള്ളൂ. സോ സ്ലോപ്പ് കുറയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്ട്രക്ചർ ഇങ്ങനെ ആയിരിക്കണം. ഫൈനലി ഇതിന്റെ സ്ലോപ്പ് 0 ആവണം, ബിക്കോസ് ഇത് ഫൈനലി റെസ്റ്റിലാവണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഈ ഒരു സ്ട്രക്ചറിൽ വേണം പോകേണ്ടത്. ഓക്കെ, റൈറ്റ്? എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് ടി ഈസ് ഈക്വൽ ടു T2, ഇതാണ് ടി ഈസ് ഈക്വൽ ടു T2. ടി ഈസ് ഈക്വൽ ടു T2. ടി ഈസ് ഈക്വൽ ടു T2 റെസ്റ്റിലാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അറിയാം. റൈറ്റ്? ഓക്കെ, റൈറ്റ്? ഈ ഒബ്ജക്റ്റ് അതിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരേണ്ടത്. ആൻഡ് ടി ഈസ് ഈക്വൽ ടു T2 അതിന്റെ സ്ലോപ്പ് എഗെയിൻ 0 ആവണം. ഓക്കെ, ബിക്കോസ് റെസ്റ്റിലാണ്. വെലോസിറ്റി ടൈം ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആണത്. ഓക്കെ, റൈറ്റ്? എന്ന് വെച്ചാൽ ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാ? ഇതിന്റെ സ്ട്രക്ചർ ഓക്കെ, റൈറ്റ്? ഇനി നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, ഇവിടെ ഒബ്ജക്റ്റിന് ഒരു നോൺ സീറോ വെലോസിറ്റി ഉണ്ട്. ആൻഡ് ഇത് ഇവിടെ നിങ്ങൾ റിട്ടാർഡ് ചെയ്ത് പോവുകയാണ്. റൈറ്റ്? എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സ്പീഡ് കുറഞ്ഞ് സീറോയിലായതിനു ശേഷം ഈ സാധനം തിരിച്ചു വരുവാണ്. ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാം ഒരു ഒബ്ജക്റ്റിന് ഒരു ഫൈനൈറ്റ് വെലോസിറ്റി ഉണ്ട്. ആ സാധനം റിട്ടാർഡ് ചെയ്ത് പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ പോയിട്ട് അത് തിരിച്ചു വരുവാണെങ്കിൽ, ഓക്കെ, നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട് മുന്നേ, അതായത് നമ്മുടെ മുമ്പത്തെ വീഡിയോസിൽ, ഈ ഒബ്ജക്റ്റ് ഈ പൊസിഷനിൽ നിൽക്കുമ്പോൾ അതിന്റെ സ്പീഡ് എത്രയാണോ എക്സാക്ട്ലി അത് തന്നെ ആയിരിക്കും പോയിട്ട് തിരിച്ചു വരുമ്പോഴും ഈ ഇൻസ്റ്റന്റിലെ സ്പീഡ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒബ്ജക്റ്റ് ഈ പൊസിഷനിൽ നിന്ന് ഇവിടെ എത്താൻ എത്ര സമയം എടുക്കുമോ അത്രയും സമയം കൊണ്ട് തന്നെ ആയിരിക്കും ഈ പൊസിഷനിൽ നിന്ന് ഇവിടെ എത്താൻ പോകുന്നത്. റൈറ്റ്? എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം, റൈറ്റ്, അതായത് ഇത് ഇവിടെ എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി 3 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ഇത് തിരിച്ച് പോയിട്ട് ഇവിടെ എത്തുമ്പോഴും അതിന്റെ വെലോസിറ്റി 3 മീറ്റർ പെർ സെക്കൻഡ് തന്നെ ആയിരിക്കും, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ആൻഡ് ഈ ഒബ്ജക്റ്റ് ഇവിടെ തൊട്ട് ഇതുവരെ പോകാൻ എത്ര സമയം എടുത്തോ അത്രയും സമയം കൊണ്ട് തന്നെ ആയിരിക്കും ഇവിടെയും വരുന്നത്. ഓക്കെ, റൈറ്റ്? എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടം തൊട്ട് ഇവിടെ വരെ പോകാൻ എത്ര സമയം എടുത്തോ അത്രയും സമയം കൊണ്ട് തന്നെ ആയിരിക്കും ഈ സാധനം ഇവിടം തൊട്ട് ഈ പൊസിഷൻ വരെ വരാനും എടുക്കുന്നത്. എന്ന് വെച്ചാൽ ഈ രണ്ട് സൈഡ് ഈക്വലി സിമെട്രിക് ആയിരിക്കും. ഓക്കെ, റൈറ്റ്? ഇനി നമുക്ക് മുമ്പത്തെ നമ്മുടെ സ്ട്രക്ചർ വെച്ച് വേണമെങ്കിൽ നമുക്ക് തിങ്ക് ചെയ്യാം. അതായത് ഈ സാധനം തിരിച്ചു വരുന്ന സമയത്ത്, ഓക്കെ, റൈറ്റ്, നമുക്കറിയാം അതിന്റെ വെലോസിറ്റി നെഗറ്റീവായി, അതായത് വെലോസിറ്റി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ആൻഡ് ആക്സിലറേഷനും ഈ ഡയറക്ഷനിലാണ്. സോ ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്, വെലോസിറ്റി നെഗറ്റീവ് ആണ്, ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ആക്ച്വലി ആക്സിലറേറ്റഡ് മോഷൻ തന്നെ. വെലോസിറ്റി നെഗറ്റീവ്, ആക്സിലറേഷൻ നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ ഗ്രാഫിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, പക്ഷെ എന്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈക്വലി സിമെട്രിക് ആയിരിക്കും. ഞാൻ പറഞ്ഞു എന്റെ റീസൺ എന്താണെന്ന്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ്, ഓക്കെ, റൈറ്റ്, എങ്കിൽ ഇതാണ് നമ്മുടെ അടുത്ത T3. ഓക്കെ, T3 സെക്കൻഡ്സിൽ അത് എക്സാക്ട്ലി അതേ പൊസിഷൻ എത്താനായിരിക്കും T3. ആൻഡ് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടം തൊട്ട് ഇതുവരെ വരാൻ എത്ര ടൈം ഇന്റർവൽ എടുത്തോ അത്രയും ടൈം ഇന്റർവൽ തന്നെയാണ് ഇത്രയും. ഓക്കെ, അതായത് നമ്മുടെ T2 മൈനസ് T1 തന്നെയാണ് നമ്മുടെ T3 മൈനസ് T2. ഓക്കെ, റൈറ്റ്? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈം ഇന്റർവൽ. ഓക്കെ, അതായത് ഈ ടൈം ഇന്റർവൽ തന്നെ ആയിരിക്കും ഈ ടൈം ഇന്റർവെല്ലും, അതായത് ഇവിടം തൊട്ട് ഇതുവരെ പോകാനെടുത്ത് അതേ ടൈം ഇന്റർവൽ തന്നെയാണ് ഇതും. ഓക്കെ, റൈറ്റ്? അപ്പൊ നമുക്കിത് ഇവിടെ എത്തി. ഇനി നമുക്കറിയാം അപ്പോഴും ആക്സിലറേഷൻ ഇങ്ങോട്ട് തന്നെ. റൈറ്റ്? ആക്സിലറേഷൻ ഇങ്ങോട്ട് തന്നെയാണെങ്കിൽ ആ ഒബ്ജക്റ്റ് അതേപോലെ തന്നെ മോഷൻ കണ്ടിന്യൂ ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ ഗ്രാഫ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ താഴോട്ട് വരും. ഓക്കെ, റൈറ്റ്? കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് വരച്ച് കഴിഞ്ഞാൽ ഓക്കെ, റൈറ്റ്, ഇതിങ്ങനെ ആയിരിക്കും താഴെ എത്തുന്നത്.
സോ നമുക്ക് ഗ്രാഫിന്റെ സ്ട്രക്ചർ കംപ്ലീറ്റ്ലി മനസ്സിലായി, റൈറ്റ്. എങ്കിൽ ഇനി നമുക്ക് ഇതിനകത്തുള്ള ഓരോ പോയിന്റ്സും നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം, റൈറ്റ്. അത് ബേസിക്കലി നമ്മുടെ പഴയ കൈനമാറ്റിക് ക്വസ്റ്റിന് നമുക്ക് ഞാൻ വളരെ റഫായിട്ട് ഞാൻ എഴുതി പോവുകയാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മുടെ ടി ഈസ് ഈക്വൽ ടു T1. ടി ഈസ് ഈക്വൽ ടു T1 എത്തുമ്പോൾ ഉള്ള അതിന്റെ പൊസിഷൻ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, T1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ, അതായത് ഈ പൊസിഷൻ എത്രയാണെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ ഒബ്ജക്റ്റ് ഇവിടെ നിങ്ങോട്ട് യൂണിഫോംലി ആക്സിലറേറ്റ് ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ T1 സമയം കൊണ്ട് അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ut plus half a t square. ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. സോ ഹാഫ് a1 T1 സ്ക്വയർ. സോ അതാണ് ഈ പൊസിഷൻ. ഓക്കെ, റൈറ്റ്. ഇനി അടുത്ത് നമുക്ക് അറിയേണ്ടത് ഈ പൊസിഷൻ എത്രയാണ്, റൈറ്റ്. ആ പൊസിഷൻ, ഓക്കെ, T2, ഓക്കെ, ഇത് ഓക്കെ ഇംപ്ലൈസ്, ഓക്കെ, അതായത് T1 പൊസിഷൻ. അടുത്തത് T2 പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയേണ്ടത്, നമ്മൾ ബേസിക്കലി കണ്ടുപിടിക്കുന്നത് പറഞ്ഞാൽ ഈ പൊസിഷനാണ്. ഓക്കെ, അതായത് ഈ T2 സമയത്തിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തെന്നാ, റൈറ്റ്. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? T2 ടൈമിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ T1 ടൈമിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് പ്ലസ് ദിസ് അഡീഷണൽ ഡിസ്റ്റൻസ്. T1 ടൈമിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഹാഫ് a1 T1 സ്ക്വയർ പ്ലസ് ദിസ് അഡീഷണൽ ഡിസ്റ്റൻസ്. ഈ അഡീഷണൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് യൂണിഫോം റിട്ടാർഡഡ് മോഷൻ ആണ്. സോ എന്തായാലും നമുക്ക് അവിടെ s is equal to ut plus half a t square യൂസ് ചെയ്യാം. സോ നമുക്ക് എഴുതാം s is equal to ut plus half a t square. u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊമെന്റ് നിൽക്കുമ്പോൾ അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി, അതായത് ഇവിടെ നിൽക്കുമ്പോഴുള്ള അതിന്റെ വെലോസിറ്റിയാണ്. സോ ഇപ്പൊ എനിക്ക് അറിയത്തില്ല, ഞാൻ തൽക്കാലം നമുക്ക് തന്നെ u എന്ന് എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ നമുക്കത് കറക്റ്റ് ചെയ്യാം. സോ u t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈം ഇന്റർവൽ ആണ്. ഓക്കെ, നമുക്കറിയാം അതിന് വേണ്ട ടൈം ഇന്റർവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈം ഇന്റർവൽ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ T2 minus T1. സോ T2 minus T1. സോ ut മൈനസ് ഹാഫ് നമ്മുടെ ആക്സിലറേഷൻ a2 ആണ് ടൈംസ് t സ്ക്വയർ. ടൈം ഇന്റർവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T2 minus T1 ഹോൾ സ്ക്വയർ. ഇനി ജസ്റ്റ് തിങ്ക് ചെയ്യുക എന്താണ് u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോഴുള്ള ഈ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ആണ്. ഓക്കെ, റൈറ്റ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം നമ്മുടെ T1 ഇൻസ്റ്റന്റിലെ അതിന്റെ വെലോസിറ്റി. T1 ഇൻസ്റ്റന്റിലെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഓക്കെ, നമുക്ക് എഴുതാം. ഓക്കെ, v is equal to u plus at. v is equal to u plus at. സപ്പോസ് ഈ v എന്ന് പറയുന്നത് ഇവിടുത്തെ വെലോസിറ്റി ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇതെന്റെ ഇനീഷ്യൽ വെലോസിറ്റി ആണ്. T1 സെക്കൻഡ് കൊണ്ട് അച്ചീവ് ചെയ്യുന്ന ഫൈനൽ വെലോസിറ്റി ആണ് നമ്മുടെ ഈ മോഷന്റെ ഇനീഷ്യൽ വെലോസിറ്റി. സോ എനിക്ക് എഴുതാം നമ്മുടെ v ഈക്വൽ ടു 0 പ്ലസ് a1 T1. ഓക്കെ, സോ a1 T1 ആണ് നമ്മുടെ ഈ u. ഓക്കെ, റൈറ്റ്. സോ എനിക്ക് എഴുതാം വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് a1 T1 സ്ക്വയർ പ്ലസ് a1 T1 T2 minus T1 minus half a2 T2 minus T1 ഹോൾ സ്ക്വയർ. സോ നമുക്ക് മനസ്സിലായി ഇതാണ് അഡീഷണൽ ഡിസ്റ്റൻസ്, അതായത് ഈ അഡീഷണൽ ഡിസ്റ്റൻസ്. ഓക്കെ, റൈറ്റ്. ഇനി മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഡീഷണൽ ഡിസ്റ്റൻസ് തന്നെയാണ് ഇത് തിരിച്ചിറങ്ങി വരുന്നത്. ഓക്കെ, സെയിം ടൈം ഇന്റർവൽ കൊണ്ട് തന്നെ, റൈറ്റ്. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റിനെ പറ്റിയാണ്. സോ നമ്മുടെ അടുത്ത T3 ടൈം ഇന്റർവൽ അത് നിൽക്കുന്നത് എവിടെ തന്നെയാണ്? നമ്മുടെ ഇനിഷ്യൽ പൊസിഷനിൽ തന്നെയാണ്. ഫൈനലി ഈ പൊസിഷൻ, അതായത് ഇവിടെ എത്തുമ്പോൾ അതിന്റെ പൊസിഷൻ 0 ആവും. ഓക്കെ, റൈറ്റ്. ആ ടൈം T3 അത് എത്രയാണെന്ന് ആക്ച്വലി നിങ്ങൾ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അത് വളരെ ഈസിയാണ്. അതായത് ഇത്രയും സമയം കൊണ്ട് ട്രാവൽ ചെയ്ത അതേ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു ഈ ഒരു സിംഗിൾ ആക്സിലറേഷൻ കൊണ്ട് കവർ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കണം. സോ അത് ഇക്വേറ്റ് ചെയ്യുക. അതിനകത്ത് നമുക്ക് T3 ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫ് കംപ്ലീറ്റ്ലി നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. ഓക്കെ, റൈറ്റ്. അപ്പോൾ അടുത്ത് നമുക്ക് അറിയേണ്ടത് ഇത് ഫിനിഷ് ചെയ്തു. സോ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ജസ്റ്റ് വെറുതെ തിങ്ക് ചെയ്ത് നോക്കുക, എന്താണ് ഡിസ്റ്റൻസ്? അതായത് ഇവിടെ ഒരു ഒബ്ജക്റ്റ് സ്ട്രൈറ്റ് ലൈനിൽ കൂടെ മൂവ് ചെയ്യുന്നത്. സോ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പാത്ത് കവേർഡ് ബൈ എ ബോഡിയാണ്. എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും തമ്മിൽ വ്യത്യാസം വരുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു മൊമെന്റിൽ വെച്ചിട്ട് ആ ഒബ്ജക്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുവാണെങ്കിൽ, ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് കോൺടെക്സ്റ്റിലാണെങ്കിൽ ഞാനത് സബ്ട്രാക്ട് ചെയ്യും. ഡിസ്റ്റൻസിന്റെ ടേമിലാണെങ്കിൽ ഞാനത് ആഡ് ചെയ്യുക വേണ്ടത്. ഓക്കെ, അതായത് നമ്മുടെ ഈ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിൽ ഞാൻ എന്താണോ സബ്ട്രാക്ട് ചെയ്തത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാൻ ഈ T2 സമയത്തിന് ശേഷം വന്ന അഡീഷണൽ ഡിസ്റ്റൻസിനെ ഞാൻ സബ്ട്രാക്ട് ചെയ്യുക ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ഈ പൊസിഷനിൽ നിന്ന് ഈ പൊസിഷനിലോട്ട് ഇറങ്ങി വന്നത്. അതേസമയം ഞാൻ കണ്ടുപിടിക്കാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആയിരുന്നെങ്കിൽ ഞാൻ ഈ എക്സ്ട്രാ ഡിസ്റ്റൻസ്, ഓക്കെ, റൈറ്റ്, അതായത് ഈ എക്സ്ട്രാ ഡിസ്റ്റൻസ് മുമ്പ് സബ്ട്രാക്ട് ചെയ്ത് പോയ, അതായത് ഈ ലെവലിൽ നിന്ന് ഈ ലെവലിലോട്ട് വരാൻ സബ്ട്രാക്ട് ചെയ്ത് പോയ എക്സ്ട്രാ ഡിസ്റ്റൻസ് ഞാൻ ആഡ് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, അതായത് ഈ ഒരു സ്ട്രക്ചർ മുകളിലേക്കായിരിക്കും പോകുന്നത്, റൈറ്റ്. ഓക്കെ, ആൻഡ് ഈ പാർട്ട് ഞാൻ സബ്ട്രാക്ട് ചെയ്ത് കളയാ ചെയ്തത്. സോ അതും മുകളിലോട്ടായിരിക്കും പോകുന്നത്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിൽ നിന്ന് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഒബ്റ്റൈൻ ചെയ്യണമെങ്കിൽ വളരെ സിമ്പിൾ ആണ്. എവിടെ വെച്ചിട്ടാണോ മോഷൻ സബ്ട്രാക്ട് ചെയ്യപ്പെടുന്നത് ആ പാർട്ടൊക്കെ റിഫ്ലക്ട് ചെയ്യിപ്പിക്കുക ജസ്റ്റ് മുകളിലോട്ട്. റൈറ്റ്, അത്രേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതേ ഗ്രാഫ് തന്നെയാണ്, പക്ഷെ ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ സബ്ട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആ സെക്ഷൻസ് ജസ്റ്റ് ആഡ് ചെയ്യുക. അതായത് ഈ സാധനം ജസ്റ്റ് മിറർ റിഫ്ലക്ഷൻ ആയിട്ട് മുകളിലോട്ട് പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഫ് ഈ സ്ട്രക്ചറിലായിരിക്കും. ഓക്കെ, സോ നമുക്ക് സ്ട്രക്ചർ കംപ്ലീറ്റ്ലി മനസ്സിലായി. റൈറ്റ്, എങ്കിൽ നമുക്ക് ജസ്റ്റ് അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ ഞാനത് കുറച്ച് വേഗമായിട്ടാണ് വരയ്ക്കുന്നത്. നമുക്കറിയാം അതിന്റെ സ്റ്റാർട്ടിങ് ഇതുവരെയുള്ള അവസ്ഥ എക്സാക്ട്ലി സെയിം തന്നെ ആയിരിക്കും. സോ അത് ഇതിങ്ങനെ പോകുന്നു ആൻഡ് ഇതിവിടെ ഇങ്ങനെ വരുന്നു. റൈറ്റ്, ഇതാണ് നമ്മുടെ ടൈം T1. റൈറ്റ്, ആഫ്റ്റർ ദാറ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ സെക്ഷന്റെ മിറർ റിഫ്ലക്ഷൻ ആയിരിക്കും. സോ ഇതിങ്ങനെ ആയിരിക്കും പോകാൻ പോകുന്നത്. റൈറ്റ്, സോ നമ്മുടെ ഗ്രാഫിന്റെ സ്ട്രക്ചർ ഓക്കെ. റൈറ്റ്, ഇതായിരിക്കും നമ്മുടെ സ്ട്രക്ചർ. ഓക്കെ, ഇനി നമുക്ക് ഓരോ ടൈംസ് മാർക്ക് ചെയ്യാം. അതായത് നമ്മുടെ ഈ ടൈം T1, നമ്മുടെ ഈ ടൈം T2. റൈറ്റ്, ആൻഡ് ഇതിനിടയ്ക്ക് ഇവിടെ എത്തിയ ഈ പൊസിഷൻ, ഈ ടൈം T3. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വരാൻ പോകുന്നത് ഈ പൊസിഷൻ ആയിരിക്കും. ഓക്കെ, റൈറ്റ്, അത് ഞാൻ T3. ഓക്കെ, ഫൈനലി ഈ സാധനം ഇവിടെ റീച്ച് ചെയ്യും. നമുക്കത് വേണമെങ്കിൽ T4 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, T4. ഇനി കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ T1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ എക്സാക്ട്ലി ഇത് തന്നെയാണ്. ഓക്കെ, സോ അത് തന്നെയാണ് ഇവിടെ വരാൻ പോകുന്നത്. ഓക്കെ, T2 കറസ്പോണ്ടിങ് ഉള്ള പൊസിഷനും എക്സാക്ട്ലി ഇത് തന്നെയാണ്. സോ T2 കറസ്പോണ്ടിങ് ഉള്ള പൊസിഷനും എക്സാക്ട്ലി ഇത് തന്നെയാണ്. ഇനി T3 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ മുമ്പ് എക്സാക്ട്ലി ഇതായിരുന്നു. അതായത് ഈ T1 കവർ ചെയ്ത അതേ പൊസിഷൻ തന്നെയാണ്, പക്ഷെ ഇത് ഡിസ്റ്റൻസാ. സോ അത് ആഡ് ചെയ്യപ്പെട്ടു. അതായത് ഈ എക്സ്ട്രാ ഡിസ്റ്റൻസ് തന്നെ ഇവിടെ അഡീഷണൽ വരും. ഓക്കെ, അതായത് നമ്മൾ ഈ എക്സ്ട്രാ ലെങ്ത് നമ്മൾ ഒരു പ്രാവശ്യം കൂടെ മുകളിലോട്ട് ആഡ് ചെയ്യണം. അതായത് നമുക്കറിയാം T2 അത് അഡീഷണൽ മൂവ് ചെയ്ത ഡിസ്റ്റൻസ് ഇതാ. ഓക്കെ, സോ ഇതിന്റെ 2 ടൈംസ് എടുക്കണം. ഓക്കെ, റൈറ്റ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ T3 അതിന്റെ പൊസിഷൻ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹാഫ് A1 T1 സ്ക്വയർ പ്ലസ് 2 ടൈംസ് ഇത്രയുമുള്ള അഡീഷണൽ ടേം. അതായത് A1 T1 T2 മൈനസ് T1 മൈനസ് ഹാഫ് A2 T2 മൈനസ് T1 ഹോൾ സ്ക്വയർ. ഓക്കെ, റൈറ്റ്, അതാണ്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ആക്ച്വലി നമ്മുടെ ആ T3 നമുക്ക് മറ്റ് ടൈം ഇന്റർവൽസിന്റെ ടേംസിൽ എഴുതുകയും ചെയ്യാം. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ തൊട്ട് ഇതുവരെ പോകാൻ എടുക്കുന്ന ടൈമാണ് T1. ഓക്കെ, റൈറ്റ്, സോ എനിക്ക് എഴുതാം T1 ആൻഡ് ഇവിടെ തൊട്ട് ഇതുവരെ പോകാൻ എടുക്കുന്ന സമയമാണ് T2 മൈനസ് T1. ഓക്കെ, ബിക്കോസ് ഇവിടെ തൊട്ട് ഇതുവരെ എടുക്കുന്ന സമയത്ത് നിന്ന് ഇവിടെ തൊട്ട് ഇതുവരെ സമയം സബ്ട്രാക്ട് ചെയ്യണം. സോ ഓക്കെ, പ്ലസ് T2 മൈനസ് T1. സോ ഇപ്പൊ എനിക്ക് എന്തൊക്കെ കിട്ടി? ഇപ്പൊ എനിക്കിത് ഇവിടം തൊട്ട് ഇതുവരെ വരാനെടുക്കുന്ന സമയം കിട്ടി, അതാണിത്. ആൻഡ് ഇവിടം തൊട്ട് ഇതുവരെ വരാനെടുക്കുന്ന സമയം കിട്ടി, അതാണിത്. ആൻഡ് അതേ സമയം തന്നെയാണ് ഇവിടം തൊട്ട് ഇതുവരെ വരാനും. സോ 2 ടൈംസ്. ഓക്കെ, റൈറ്റ്, ഞാനത് സിംപ്ലിഫൈ ചെയ്ത് എനിക്ക് കിട്ടും വിച്ച് ഇസ് ഈക്വൽ ടു T1 പ്ലസ് 2T2 മൈനസ് 2T1. ഓക്കെ, റൈറ്റ്, കട്ട് ചെയ്ത് പോകുമ്പോൾ എനിക്ക് കിട്ടും 2T2 മൈനസ് T1. സോ ഇപ്പൊ നമുക്ക് മനസ്സിലായി T3 എന്ന് പറയുന്നത് ബേസിക്കലി 2T2 മൈനസ് T1 ആണ്. ഓക്കെ, റൈറ്റ്, നമുക്കത് വേണമെങ്കിൽ യൂസ് ചെയ്യാം നമ്മുടെ കാൽക്കുലേഷൻസിനകത്ത് എവിടെയെങ്കിലൊക്കെ. റൈറ്റ്, സോ നമുക്ക് കംപ്ലീറ്റ്ലി മനസ്സിലായി നമ്മുടെ ഈ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിന്റെ ഓരോ ഇൻസ്റ്റന്റിലെയും പൊസിഷൻ. ഓക്കെ, അപ്പോൾ അതാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. നമുക്ക് ജസ്റ്റ് ഒരു ആക്സസ് ഞാൻ വെലോസിറ്റിക്ക് ഡെഡിക്കേറ്റ് ചെയ്തു. ഓക്കെ, ഇതാണ് എൻ്റെ ടൈം ആക്സസ്. റൈറ്റ്, ഇതാണ് എൻ്റെ വെലോസിറ്റി ആക്സസ്. ഓക്കെ, നമുക്ക് ആലോചിച്ചൊക്കെ എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന്. ഓക്കെ, റൈറ്റ്, ഇവിടെ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാണ്. T is equal to 0 തൊട്ട് T is equal to T2 വരെ ഓക്കെ, ആ ഒബ്ജക്റ്റ് ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. സോ അതിന്റെ വെലോസിറ്റി പോസിറ്റീവ് ആണ്. റൈറ്റ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടം തൊട്ട് ഇതുവരെയും ഓക്കെ, അതായത് ഇതാണ് നമ്മുടെ 0, ഇതാണ് നമ്മുടെ T2, ഇതിനിടയ്ക്ക് ഇന്റർമീഡിയറ്റ് ആയിട്ട് T1 എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. റൈറ്റ്, ഓക്കെ, ഇതുവരെയും വെലോസിറ്റി പോസിറ്റീവ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇവിടെ വേണം നിൽക്കേണ്ടത്. ഓക്കെ, അതാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു സംഭവം. റൈറ്റ്, ഇനി നമുക്ക് ജസ്റ്റ് ഓരോന്നായിട്ട് വെച്ച് നോക്കാം. റൈറ്റ്, T is equal to 0 തൊട്ട് T is equal to T1 വരെ ആ ഒബ്ജക്റ്റ് ആക്സിലറേറ്റ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിൽ ആ ഒബ്ജക്റ്റ് ആക്ച്വലി ആക്സിലറേറ്റ് ചെയ്യുവാണെങ്കിൽ ഓക്കെ, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് ആക്സിലറേഷൻ. സോ ഇവിടെ ആക്സിലറേഷനും വെലോസിറ്റി ഒരേ ഡയറക്ഷനില്ല. സോ
ആക്സലറേഷൻ പോസിറ്റീവ് ആണ്, സോ സ്ലോപ്പ് പോസിറ്റീവ് ആണ്. നമ്മുടെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ് എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നിന്നുള്ള സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രാഫ് അപ് ടു T1 എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? റൈറ്റ്, ഇങ്ങനെയായിരിക്കും അപ് ടു T1 വരെ ഇരിക്കാൻ പോകുന്നത്. ഇനി മനസ്സിലാക്കണം, T1 തൊട്ട് അപ് ടു T4 വരെയും ആ ഒബ്ജക്റ്റ് ആക്സിലറേഷൻ ഇങ്ങോട്ടാണ്. റൈറ്റ്, എന്ന് വെച്ചാൽ ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്. എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് ഞാൻ വരയ്ക്കുമ്പോൾ സ്ലോപ്പ് നെഗറ്റീവ് ആയിട്ടേ വരയ്ക്കാവൂ. റൈറ്റ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോപ്പ് ഇങ്ങനെയാണ്. റൈറ്റ്, ഓക്കെ. സോ അപ്പൊ ഞാൻ സ്ലോപ്പ് ഇതാ ഞാൻ എന്തായി ഇങ്ങനെ വരയ്ക്കും. ഓക്കെ, ഇനി മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കേ, സ്ലോപ്പ് ഞാൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ് ടു ടൈം T4 വരെയും ആ ഒബ്ജക്റ്റ് അതേ സ്ലോപ്പിലാണ്, അതായത് ആക്സിലറേഷനിലാണ് മൂവ് ചെയ്ത് പോകുന്നത്. സോ എനിക്ക് വേറെ വഴിയില്ല. ആൻഡ് നമുക്ക് എന്തായാലും അറിയാം T2 ടൈമിൽ ആ ഒബ്ജക്റ്റ് എന്തിലാവും? റെസ്റ്റിലാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ T2 ടൈമിൽ അതിന്റെ വെലോസിറ്റി 0 ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലൈൻ വരയ്ക്കുമ്പോൾ ലൈൻ T2 കൂടെ പാസ് ചെയ്ത് പോകാൻ വേണം. എന്ന് വെച്ചാൽ എന്റെ ലൈൻ ഇങ്ങനെ ഞാൻ വരയ്ക്കേണ്ടത്. ഓക്കെ, റൈറ്റ്. ഇനി മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഇത് ഫൈനലി ഒരു T4 ടൈം എത്തുമ്പോഴത്തേക്കും റൈറ്റ് നമ്മുടെ ഈ ഒബ്ജക്റ്റ് ഇവിടെ എത്തും. റൈറ്റ്, ഇനി അവിടെ എത്തുമ്പോഴുള്ള അതിന്റെ വെലോസിറ്റി, അതായത് നമ്മുടെ ഇവിടുത്തെ കോർഡിനേറ്റ് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാം. ഓക്കെ, എത്തുമ്പോഴുള്ള കോർഡിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അറിയാം ഈ ഒബ്ജക്റ്റ് ഇതാ ഈ T2 എത്തുമ്പോൾ റെസ്റ്റിലാണ്. ഓക്കെ, T2 റെസ്റ്റിലാണ് എങ്കിൽ റെസ്റ്റിലിരിക്കുന്ന ഈ ഒബ്ജക്റ്റ് ഇത്രയും ടൈം കൊണ്ട്, എത്ര ടൈം? T2 നിന്ന് T4 വരെ എത്താൻ എടുക്കുന്ന ടൈം കൊണ്ട് അത് യൂണിഫോംലി ആക്സിലറേറ്റ് ചെയ്താൽ അത് അച്ചീവ് ചെയ്യുന്ന വെലോസിറ്റി ആയിരിക്കും ഇവിടെ എത്തുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, റൈറ്റ്. എങ്കിൽ എനിക്ക് എഴുതാം ഇവിടെ എത്തുമ്പോൾ അച്ചീവ് ചെയ്യുന്ന വെലോസിറ്റി, അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. സോ T2 ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു U പ്ലസ് AT. U 0 ആണ്. സോ A എന്ന് പറഞ്ഞാൽ A2 ടൈംസ് T. T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T4 മൈനസ് T2. ഓക്കെ, സോ നമ്മുടെ ഇവിടുത്തെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A2 T4 മൈനസ് T2. ഓക്കെ, വിത്ത് മൈനസ് സൈൻ ബിക്കോസ് അത് നെഗറ്റീവ് ഡയറക്ഷനിലാണ്. സോ ഇതാണ് നമ്മുടെ വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പോൾ അടുത്താണ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. നമുക്കറിയാം നമ്മൾ സംസാരിക്കുന്ന മുഴുവൻ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷനെ പറ്റിയാണ്. സോ നമുക്ക് എന്തായാലും അറിയാം യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ ആണെങ്കിൽ നമ്മുടെ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്, സോ ഇതാണ് നമ്മുടെ A ആക്സിസും ഇതാണ് നമ്മുടെ T ആക്സിസ് എങ്കിൽ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എല്ലായിടത്തും ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കണം. സോ അതൊരു ലൈൻ ആയിരിക്കണം. ഓക്കെ, റൈറ്റ്. എങ്കിൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ T ഈക്വൽ ടു 1 ആക്സിലറേഷൻ തന്നെയാണ്, T ഈക്വൽ ടു 2 ആക്സിലറേഷൻ എക്സെട്ര. ഓക്കെ, റൈറ്റ്. എങ്കിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ആക്സലറേഷൻ ടൈം ഗ്രാഫിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ചേഞ്ച് ആണ്. അതായത് ഞാൻ ഈ ടൈമിനും ഈ ടൈമിനും ഇടയ്ക്കുള്ള ഏരിയ ഞാൻ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോകുന്നത് ഈ ടൈം ഇന്റർവലിനിടയ്ക്ക് ആ ഒബ്ജക്റ്റ് അച്ചീവ് ചെയ്ത വെലോസിറ്റി ചേഞ്ച് ആണ്. നമുക്കറിയാം ഞാൻ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാൻ പോകുന്നത്? ഡെൽറ്റ വി. ഓക്കെ, ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു സപ്പോസ് ഈ ടൈം T1 ഈ ടൈം T2 ആണെങ്കിൽ ഓക്കെ, ഈ ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം ഇതൊരു റെക്ടാങ്കുലർ സെക്ഷൻ ആണ്. സോ ഈ ഹൈറ്റ് ഇൻറ്റു ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ A. സോ A ഇൻറ്റു ഈ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T2 മൈനസ് T1. ഓക്കെ, റൈറ്റ്. ഇനി നമുക്കൊന്ന് തിങ്ക് ചെയ്ത് നോക്കിയാലും മനസ്സിലാവും ഇത് കറക്റ്റ് ആണെന്ന്. കാര്യം എന്തുകൊണ്ടാണ്? ബിക്കോസ് ഈ ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ എന്തോ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ ടൈമിലെ വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ ടൈമിലെ വെലോസിറ്റി ഈക്വൽ ടു A T2 മൈനസ് T1. റൈറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ V ഈസ് ഈക്വൽ ടു U പ്ലസ് A ടൈം ഇന്റർവൽ. റൈറ്റ്, നമുക്ക് ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള റിസൾട്ട്. ഓക്കെ, റൈറ്റ്. ഓക്കെ, എങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് ഇതൊരു ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ആണ്. ഓക്കെ, ഇതാണ് എന്റെ ഗ്രാഫ്. എനിക്ക് വരയ്ക്കേണ്ടത് അതിന് കറസ്പോണ്ടിങ് ഉള്ള വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കണം, കറസ്പോണ്ടിങ് ഉള്ള പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കണം. സോ നമുക്ക് ആദ്യം വെലോസിറ്റി ടൈം ഗ്രാഫ് നോക്കാം. സോ ഞാൻ അതിനായിട്ട് വെലോസിറ്റിക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഒരു ആക്സിസ് എടുക്കുന്നു. റൈറ്റ്, സോ ഇതാണ് എന്റെ വെലോസിറ്റി ആക്സിസ്, ഇതാണ് എന്റെ ടൈം ആക്സിസ്. ഓക്കെ, റൈറ്റ്. ഇവിടെ എന്തായാലും നമുക്കൊരു കാര്യം കാണാൻ പറ്റും. 0 തൊട്ട് അപ് ടു T1 ടൈം ഇന്റർവൽ ആ ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ പോസിറ്റീവ് ആണ്. നമുക്കറിയാം വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് ആക്സിലറേഷൻ. സോ ഇവിടെ ലൈൻ വരും, സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും ബിക്കോസ് യൂണിഫോം ആക്സിലറേഷൻ ആണ്, അതിന് അതിന്റെ സ്ലോപ്പ് പോസിറ്റീവ് ആയിരിക്കും. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അപ് ടു ടൈം ഇന്റർവൽ T1 ഈ ഒബ്ജക്റ്റ് പോസിറ്റീവ് സ്ലോപ്പിലായിരിക്കും പോകുന്നത്. റൈറ്റ്, ഓക്കെ. ആൻഡ് ഇതിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇതിന്റെ സ്ലോപ്പ് ആക്സിലറേഷൻ ഈക്വൽ ആയിരിക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഞാൻ ഈ ആംഗിൾ കണ്ടുപിടിച്ചിട്ട് ഈ ആംഗിളിന്റെ ടാൻ തീറ്റ ഞാൻ ഇവാലുവേറ്റ് ചെയ്താൽ എനിക്ക് കിട്ടാൻ പോകുന്നത് എക്സാക്ട്ലി ഇത് A ആയിരിക്കും. ഓക്കെ, റൈറ്റ്. ഇനി ആഫ്റ്റർ ദാറ്റ് T1 തൊട്ട് T2 വരെ അതിന് ആക്സിലറേഷൻ ഇല്ല.
എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഈ T1 എന്ന് പറയുന്ന ടൈം ഇൻസ്റ്റന്റിൽ അത് എത്ര വെലോസിറ്റി അച്ചീവ് ചെയ്തോ അതേ വെലോസിറ്റി തന്നെ അത് മുന്നോട്ട് പോകും. ബിക്കോസ് ആക്സലറേഷൻ ഇല്ല. സോ അത് കോൺസ്റ്റന്റ് വെലോസിറ്റി തന്നെ മുന്നോട്ട് പോകും. എത്ര സമയം വരെ? അപ് ടു T2 വരെ. ഓക്കെ, റൈറ്റ്. ഇനി അടുത്തത് T2 തൊട്ട് T3 വരെ അത് യൂണിഫോംലി റിട്ടാർഡ് ചെയ്യുവാണ്. ഓക്കെ, T2 തൊട്ട് T3 വരെ അത് യൂണിഫോംലി റിട്ടാർഡ് ചെയ്യുവാണ്. ബിക്കോസ് അതിന്റെ ആക്സലറേഷൻ നെഗറ്റീവ് ആണ്. ഓക്കെ, റൈറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് ഇതാണ് നമ്മുടെ ടൈം T3. ഓക്കെ, അത് യൂണിഫോംലി റിട്ടാർഡ് ചെയ്യുവാണ്. ഓക്കെ, ഞാൻ ഒരിക്കലും ഈ ന്യൂമറിക്കലി ഇവിടുത്തെ വാല്യൂ തന്നെയാണ് ഇവിടുത്തെ ന്യൂമറിക്കൽ വാല്യൂ ഞാൻ പറയുന്നില്ല. സോ ഞാൻ ഇവിടെ ഒരിക്കലും ഡിമാൻഡ് ചെയ്യുന്നില്ല ഈ സ്ലോപ്പ് തന്നെ ഇവിടെ വരണമെന്ന്. ഓക്കെ, റൈറ്റ്. അപ്പോൾ എന്തായാലും ഇത് ഈ ഒരു സ്ട്രക്ചറിലായിരിക്കും. ഓക്കെ, T3 ടൈം ഇന്റർവെലിൽ ആ ഒബ്ജക്റ്റ്, ഓക്കെ, ചിലപ്പോൾ ആ ഒബ്ജക്റ്റ് റൈറ്റ് ഇത്രയും വെലോസിറ്റി ആയിരിക്കും റീച്ച് ചെയ്യുക. ബിക്കോസ് വെലോസിറ്റി കുറയണം എന്ന് മാത്രമേ അതിന്റെ അർത്ഥമുള്ളൂ. റൈറ്റ്, അത് എത്ര കുറയണം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഈ ആക്സലറേഷൻ ആണ്. ഓക്കെ, നമുക്കതിപ്പോൾ മാത്തമാറ്റിക്കലി കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ട് നമുക്ക് നോക്കാം. റൈറ്റ്, അപ്പം ഞാനൊരു കാര്യം ചെയ്യാം. നമുക്കിനി അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ T3 എന്ന് പറയുന്ന ടൈമിൽ അതിന്റെ വെലോസിറ്റി എത്രയാണെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് വെറുതെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, റൈറ്റ്. എനിക്ക് എന്തായാലും എഴുതാം V അറ്റ് വെലോസിറ്റി അറ്റ് T3 വെലോസിറ്റി അറ്റ് T3 ഈക്വൽ ടു നമുക്ക് എന്തായാലും അറിയാം അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി, അതായത് ഈ ഇൻസ്റ്റന്റിലുള്ള ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള വെലോസിറ്റി തന്നെ. അതായത് നമ്മുടെ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം T1 ടൈമിൽ അത് അച്ചീവ് ചെയ്ത ഫൈനൽ വെലോസിറ്റിയാണ് ഇവിടുത്തെ ഇനിഷ്യൽ വെലോസിറ്റി. ബിക്കോസ് യൂണിഫോം വെലോസിറ്റിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എഴുതാം V അറ്റ് T3 ഈക്വൽ ടു യു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A1 T1. ഓക്കെ, റൈറ്റ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? V ഇസ് ഈക്വൽ ടു യു പ്ലസ് AT. പക്ഷെ ഇവിടെ ആക്സലറേഷൻ മൈനസ് ആണ്. സോ മൈനസ് A2. റൈറ്റ്. എൻ്റെ എത്ര ടൈം ഇന്റർവൽ ഉണ്ട്? എൻ്റെ ഉള്ള ടൈം ഇന്റർവെല്ലിൽ T3 മൈനസ് T2 ആണ്. സോ T3 മൈനസ് T2. ഓക്കെ, റൈറ്റ്. ഇനി ഇവിടെ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. അതായത് സപ്പോസ് എൻ്റെ ഈ A2, അതായത് എൻ്റെ ഈ റിട്ടാർഡേഷൻ വളരെ വലുതാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, എന്തായാലും ഇത് ഫിക്സഡ് ആണ്. അതായത് ഈ ടൈം ഇന്റർവെൽ ഫിക്സഡ് ആണ്. റൈറ്റ്. എങ്കിൽ ഇത് വളരെ വലുതാണെന്നുണ്ടെങ്കിൽ ഈ ഓവറോൾ സാധനം നെഗറ്റീവ് ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ T3 ടൈം മൊമെന്റിൽ ഇതിന്റെ വെലോസിറ്റി നെഗറ്റീവ് ആവും. ഓക്കെ, ബിക്കോസ് ഈ റിട്ടാർഡേഷൻ വളരെ വലുതാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗ്രാഫിന്റെ സ്ട്രക്ചർ എങ്ങനെയാവും? നമ്മുടെ ഗ്രാഫ് ഇങ്ങനെയായിരിക്കും ആവാൻ പോകുന്നത്. റൈറ്റ്. അതേസമയം നമ്മുടെ ഈ A2 വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ, അതായത് ഇത് വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഈ ടൈം ഇന്റർവെല്ലിൽ ഈ ഓവറോൾ സാധനം ഓക്കെ എന്ത് മാത്രമേ ആവത്തുള്ളൂ? ജസ്റ്റ് പോസിറ്റീവ് നമ്പർ ആയിരിക്കും. വളരെ ചെറുതാണെങ്കിൽ നമ്മളിപ്പം ആദ്യം വരച്ച കേസും ഒക്കെ അത് തന്നെ ഇവിടേക്ക് ആയിരിക്കും നിൽക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് മനസ്സിലായത് ഈ സാധനമാണ് ഇത് താഴെ വരണോ മോളിൽ വരണോ കൺട്രോൾ ചെയ്യുന്നത്. ബിക്കോസ് ഇത് വളരെ വലുതാണ്. നമുക്ക് എന്തായാലും അറിയാം. ബിക്കോസ് വളരെ വലുതാണെങ്കിൽ ഈ റിട്ടാർഡേഷൻ വളരെ വലുതാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതിന്റെ ഫൈനൈറ്റ് വെലോസിറ്റിനെ അത് ഡിക്രീസ് ചെയ്യിപ്പിച്ച് 0 ആക്കുകയും ചെയ്യും. എന്നിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യിപ്പിക്കുകയും ചെയ്യും നിന്നിട്ട്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു എക്സെപ്ഷണൽ കേസ് നോക്കാം. സപ്പോസ് നമ്മുടെ ഈ T1 അതായത് ഈ ടൈം ഇന്റർവെല്ലും നമ്മുടെ ഈ T2 തൊട്ട് T3 വരെയുള്ള ടൈം ഇന്റർവെല്ലും സെയിം ആണെന്ന് വെച്ചോ. ഓക്കെ, ആൻഡ് നമ്മുടെ ഈ ഇനിഷ്യലി ഉള്ള ഈ ആക്സലറേഷൻ തന്നെയാണ് ഈ ആക്സലറേഷൻ എന്ന് വെച്ചോ. എങ്കിൽ അതിന്റെ അർത്ഥം എന്തുവാണ്? നമ്മുടെ ഈ T1 തന്നെയാണ് T3 മൈനസ് T2, അതായത് ഇത് തന്നെയാണ് ഇത്. ആൻഡ് നമ്മുടെ ഇനിഷ്യലുള്ള ആക്സലറേഷൻ തന്നെയാണ് ഈ ആക്സലറേഷനും. അങ്ങനെയാണെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ ഈ ഓവറോൾ സാധനം 0 ആയിരിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ V അറ്റ് T3 0 ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഇവിടെ തന്നെ വരും. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് തന്നെയാണ്. കാരണം എന്താണ്? ബിക്കോസ് ഇനിഷ്യലി അതൊരു കോൺസ്റ്റന്റ് ആക്സലറേഷൻ അത് ആക്സലറേറ്റ് ചെയ്തു, അതൊരു പർട്ടിക്കുലർ വെലോസിറ്റി അച്ചീവ് ചെയ്തു ഒരു പർട്ടിക്കുലർ ടൈം കൊണ്ട്. എങ്കിൽ അതേ കോൺസ്റ്റന്റ് ആക്സലറേഷന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആക്സലറേഷനിൽ റിട്ടാർഡ് ചെയ്താൽ സെയിം ടൈം ഇന്റർവെല്ലിൽ അതിന് ആ വെലോസിറ്റി ഫുൾ ലോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ആ ഫൈനൽ വെലോസിറ്റിയിൽ നിന്ന് 0 വരാൻ പറ്റും. അതാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഇനി നമുക്കറിയേണ്ടത് ഈ ഗ്രാഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫാണ്. നമുക്ക് നോക്കാം. റൈറ്റ്, ഞാൻ നമ്മുടെ ആക്സസ് വരയ്ക്കുന്നു. ഇതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് ആക്സസ്, ഇതാണ് നമ്മുടെ ടൈം ആക്സസ്. ഓക്കെ, റൈറ്റ്. നമുക്ക് എന്തായാലും അറിയാം ആദ്യത്തെ T1 ടൈം ഇന്റർവെലിൽ ഇത് യൂണിഫോംലി ആക്സലറേറ്റ് ചെയ്യുവാണ്. ഓക്കെ, അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണെന്ന് ഞാൻ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അതിന്റെ സ്ലോപ്പ് 0 ആയിട്ട് വേണം വരയ്ക്കേണ്ടത്. സോ ബിക്കോസ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് വെലോസിറ്റി ആണ്. ഇനിഷ്യൽ വെലോസിറ്റി 0 ആണെങ്കിൽ സ്ലോപ്പ് 0 ആയിരിക്കണം. അതായത് ഞാൻ ഇങ്ങനെ വേണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. റൈറ്റ്. ഓക്കെ, T1 ടൈം വരെ ഇത് യൂണിഫോംലി ആക്സലറേറ്റ് ചെയ്യുകയാണ്. സോ യൂണിഫോം ആക്സലറേറ്റഡ് മോഷന്റെ ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഈ സാധനം ഇങ്ങനെ ആയിരിക്കും റൺ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ് ടു T1.
ഓക്കെ റൈറ്റ്. സോ ഞാൻ ഇതുവരെയുള്ള പാർട്ട് ഞാൻ ഫിനിഷ് ചെയ്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ T1 തൊട്ട് T2 വരെ അത് യൂണിഫോം വെലോസിറ്റിയിലാണ്. ഓക്കെ, യൂണിഫോം വെലോസിറ്റിയിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഓക്കെ സപ്പോസ് ഇതാണ് T2 റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ്. അതായത് ഇവിടെ എത്തുമ്പോൾ അതിന്റെ സ്ലോപ്പ് ആക്ച്വലി ഇതാണെങ്കിൽ അതേ സ്ലോപ്പിൽ തന്നെ അത് മുന്നോട്ട് പോകും. ഓക്കെ, അതായത് കോൺസ്റ്റന്റ് വെലോസിറ്റി. ഓക്കെ റൈറ്റ്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് റിട്ടാർഡേഷൻ ആണ്. യൂണിഫോമിലി ആ സാധനം റിട്ടാർഡ് ചെയ്യണം. ഓക്കെ, എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാണ്? അതിന്റെ വെലോസിറ്റി കുറയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിഷ്യലി ഇപ്പൊ കണ്ടോ ഇതിന്റെ വെലോസിറ്റി ഒരു ഫൈനൈറ്റ് വെലോസിറ്റി ഉണ്ട്, ബിക്കോസ് അതിനൊരു സ്ലോപ്പ് ഉണ്ട്. ഈ സ്ലോപ്പ് കുറഞ്ഞു വരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാഫിന്റെ സ്ട്രക്ചർ ഇങ്ങനെ ആയാലേ പറ്റത്തുള്ളൂ. സോ നമുക്ക് മനസ്സിലായി ഈ സാധനം ഇങ്ങനെ പോകണം. ഇനി അവിടെ വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിങ്ങനെ കുറഞ്ഞു സീറോ ആവണോ, അതായത് ഇങ്ങനെ വരണോ? അതൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ ഈ റിട്ടാർഡേഷൻ ആണ്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു, നമ്മുടെ ഈ റിട്ടാർഡേഷൻ വളരെ വലുതാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ വെലോസിറ്റി കുറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ സീറോ വെലോസിറ്റി ആവും. എന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്ലോപ്പ് ഒരു പർട്ടിക്കുലർ നമ്മുടെ T3 ടൈം ആവുന്നതിന് മുന്നേ തന്നെ ഇവിടെ സീറോ സ്ലോപ്പ് റീച്ച് ചെയ്യും. എന്നിട്ട് നെഗറ്റീവ് വെലോസിറ്റി ആവും. അതായത് ഈ ഗ്രാഫ് ഇങ്ങനെ ആവും. ഓക്കെ, സോ നമ്മളിപ്പോൾ തൽക്കാലം നമ്മൾ അതൊന്നും അസ്യൂം ചെയ്യുന്നില്ല. നമ്മൾ വിചാരിക്കുന്നു ഓക്കെ ഇതാണ് നമ്മുടെ T3 ടൈം ആൻഡ് നമ്മുടെ ഈ റിട്ടാർഡേഷൻ നമ്മുടെ ഇനീഷ്യലുള്ള ആക്സലറേഷനേക്കാളും കുറവാണ്. ആൻഡ് നമ്മുടെ ഇനീഷ്യലുള്ള അതേ ടൈം ഇന്റർവൽ തന്നെയാണ് ഫൈനലിലുള്ള T2 - T3. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഈ സാധനം എന്ത് ചെയ്യത്തില്ല, സീറോ വെലോസിറ്റി അച്ചീവ് ചെയ്യത്തില്ല. അതായത് ഈ സ്റ്റേറ്റ് വരെ നമ്മുടെ T3ക്ക് മുന്നേ എത്തത്തില്ല. സോ അതാ ഈ ഒരു സ്ട്രക്ചറിലായിരിക്കും നമ്മുടെ T3യിൽ അത് എത്താൻ പോകുന്നത്. അപ്പോൾ അടുത്ത എക്സാമ്പിൾ ആണ്. സപ്പോസ് ഇതൊരു ബിൽഡിംഗ് ആണ് റൈറ്റ്. ഞാൻ ആ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ഒന്നും സ്പെസിഫൈ ചെയ്യുന്നില്ല, ബിക്കോസ് നമുക്ക് ക്വാളിറ്റേറ്റീവ് ആയിട്ട് ഗ്രാഫ് വരച്ചാൽ മതി റൈറ്റ്. അതിന്റെ മുകളിൽ ഒരു പേഴ്സൺ നിൽപ്പുണ്ട്. ആ പേഴ്സൺ മുകളിലോട്ട് ഒരു ബോൾ മുകളിലോട്ട് എറിയുന്നു. അതിന്റെ ഇനീഷ്യൽ സ്പീഡാണ് സം u റൈറ്റ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്യാപിറ്റൽ H എന്ന് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ റൈറ്റ്, വെറുതെ പറയാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് റൈറ്റ്. അപ്പോൾ ബോൾ മുകളിലോട്ട് ഒരു ഇനീഷ്യൽ വെലോസിറ്റിയിൽ എറിയുന്നു. നമുക്കറിയേണ്ടത് ഈ ബോളിന്റെ XT ഗ്രാഫ് എങ്ങനെ വരും, ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എങ്ങനെ വരും, വെലോസിറ്റി ടൈം ഗ്രാഫ്, സ്പീഡ് ടൈം ഗ്രാഫ്, ആക്സലറേഷൻ ടൈം ഗ്രാഫ്, നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന എല്ലാ ഗ്രാഫുകളും വരയ്ക്കുക. ഓക്കെ റൈറ്റ്, നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഫസ്റ്റ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്. അതിനുമ്പ് നമുക്ക് ആദ്യം ഈ മോഷൻ ഒന്ന് അനലൈസ് ചെയ്യാം, ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും എന്ന്. ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇതിന്റെ മുകളിലോട്ട് ഒരു u ഇനിഷ്യൽ വെലോസിറ്റി എറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആക്സലറേഷൻ താഴോട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം റിട്ടാർഡ് ചെയ്യും. എന്ന് വെച്ചാൽ സ്പീഡ് കുറഞ്ഞൊരു മാക്സിമം ഹൈറ്റിലെത്തും. മാക്സിമം ഹൈറ്റിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് തിരിച്ച് താഴോട്ട് വരും. ഓക്കെ, താഴോട്ട് വരുന്തോറും പിന്നെ ആക്സലറേഷൻ താഴോട്ടാണ്. സോ അതിന്റെ സ്പീഡ് കൂടത്തേ ഉള്ളൂ. സോ താഴോട്ട് മോർ ആൻഡ് മോർ സ്പീഡിൽ താഴോട്ട് മൂവ് ചെയ്യും. പിന്നെ മനസ്സിലാക്കേണ്ടത്, ഇത് ഇവിടം തൊട്ട് ഏറ്റവും ടോപ്പ് വരെ പോകാനെടുക്കുന്ന അതേ സമയം കൊണ്ട് തന്നെ ആയിരിക്കും ഏറ്റവും ടോപ്പ് തൊട്ട് തിരിച്ച് ഇതുവരെ എത്താൻ എടുക്കുന്നത്. ഓക്കെ, അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇനി അടുത്തത്, ഇത് ഇവിടം തൊട്ട് ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ അതിന്റെ സ്പീഡ് സീറോ ആകും. ആൻഡ് അതിന്റെ തിരിച്ചത് ഇതേ ലെവലിലെത്തുമ്പോൾ അതിന്റെ സ്പീഡ് അപ്പോഴും എക്സാക്ട്ലി u തന്നെ ആയിരിക്കും. ഓക്കെ റൈറ്റ്. ആൻഡ് ഇത് താഴോട്ട് വരുന്നതോറും ഇതിന്റെ സ്പീഡ് കൂടി വരും. ഫൈനലി അത് എത്രയോ സ്പീഡിൽ വന്ന് ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യും. ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുന്നത് വരെയുള്ള ഗ്രാഫാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം ഇതിന്റെ XT ഗ്രാഫ് എങ്ങനെ ഇരിക്കുമെന്ന്. ഓക്കെ, അപ്പൊ ഞാൻ XT ഗ്രാഫ് വരയ്ക്കാനായിട്ട് ഞാൻ ആദ്യം ഞാൻ ആദ്യം എക്സിനും ടിക്ക് വരെ രണ്ട് ആക്സസിൽ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സോ ഇതാണ് എന്റെ XT ഗ്രാഫ്. ഓക്കെ റൈറ്റ്. അപ്പൊ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഇനീഷ്യലി ഈ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി കണ്ടോ, അത് സീറോ അല്ല, അതൊരു ഫൈനൈറ്റ് വെലോസിറ്റി ആണ്. സോ എന്റെ ഗ്രാഫ് ഞാൻ ഇനീഷ്യലി ഇങ്ങനെയൊന്നും സ്റ്റാർട്ട് ചെയ്യരുത്, ഒരു ഫൈനൈറ്റ് സ്ലോപ്പിൽ വേണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഞാനോട് ഒരു കാര്യം അസ്യൂം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഇതെന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ ലെവലാണ് എന്റെ ഒറിജിൻ റൈറ്റ്. ബിക്കോസ് അതായത് ഇവിടെ നിങ്ങോട്ട് പോസിറ്റീവ്, ഇവിടെ നിങ്ങോട്ട് നെഗറ്റീവ്, ഞാൻ അങ്ങനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ റൈറ്റ്, ബിക്കോസ് ആണ് കുറച്ചുകൂടെ കൺവീനിയന്റ്. ബിക്കോസ് നമ്മുടെ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ. സോ ഇതാണ് എന്റെ x = 0 ഇവിടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. x = 0 y = 0 അല്ല ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ. നമ്മുടെ പ്രോബ്ലത്തിനകത്ത് x മാത്രമേ ഉള്ളൂ. സോ y ഒന്നുമില്ല. സോ x = 0 സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് റൈറ്റ്. ഓക്കെ ശരി. എങ്കിൽ ഇനിഷ്യലി അതിന്റെ വെലോസിറ്റി അതിന്റെ പർട്ടിക്കുലർ സ്ലോപ്പ് ഉണ്ട്, u ആണ് ആ സ്ലോപ്പ് റൈറ്റ്. അത് കഴിഞ്ഞാൽ ആ സാധനം യൂണിഫോമിലി റിട്ടാർഡ് ചെയ്യുവാണ്. ഓക്കെ, റിട്ടാർഡ് ചെയ്ത് അതിന്റെ വെലോസിറ്റി 0 ആവും. എന്ന് വെച്ചാൽ അതിന്റെ സ്ലോപ്പ് 0 ആവണം. ഓക്കെ റൈറ്റ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇതിന്റെ ഗ്രാഫിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം, ഇങ്ങനെ പോയി റൈറ്റ് ഇങ്ങനെ ആവും. ബിക്കോസ് എങ്കിൽ മാത്രമേ സ്ലോപ്പ് 0 ആവത്തുള്ളൂ. ഇനി ഡൗട്ട് ഉള്ളത് നമ്മുടെ മുമ്പത്തെ സ്ട്രക്ചർ നോക്കുക. ആ സ്ട്രക്ചറിനകത്ത് നോക്കുക, വെലോസിറ്റി പോസിറ്റീവ് ആൻഡ് ആക്സലറേഷൻ നെഗറ്റീവ്. ബിക്കോസ് ഇവിടെ വെലോസിറ്റി മുകളിലോട്ടാണ്, ആക്സലറേഷൻ താഴോട്ടാണ്. സോ വെലോസിറ്റി പോസിറ്റീവ്, ആക്സലറേഷൻ നെഗറ്റീവ്. സ്ട്രക്ചർ അങ്ങനെ വരും നോക്കുക. കിട്ടാൻ പോകുന്ന സ്ട്രക്ചർ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ റൈറ്റ്. ഇനി ഞാൻ എന്റെ സൗകര്യത്തിനായിട്ട് ഞാനൊരു കാര്യം പറയുവാണ്. ഇത് ഏറ്റവും മാക്സിമം ഹൈറ്റിലെത്തുന്ന ടൈം
ഓക്കെ, ആ ടൈമിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ക്യാപിറ്റൽ ടി എന്ന് വിളിക്കാം. ഓക്കെ, ബിക്കോസ് നമുക്ക് അടുത്തടുത്ത ഗ്രാഫുകൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, റൈറ്റ്. എങ്കിൽ ഇനി നമുക്കറിയാം ഇത് തിരിച്ചു വരും. ഓക്കെ, മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാണ്, എക്സാക്ട്ലി ഇതേ സമയം കൊണ്ട് തന്നെ ആയിരിക്കും അത് ഇതേ ലെവലിൽ തിരിച്ചെത്താൻ പോകുന്നത്. റൈറ്റ്, അതായത് നമ്മുടെ എക്സ് ഈക്വൽ ടു 0 തിരിച്ചെത്താൻ പോകുന്നത് എക്സാക്ട്ലി അതേ സമയം കൊണ്ട് തന്നെ ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഇനി മനസ്സിലാക്കേണ്ടത് അത് തിരിച്ചു വരുമ്പോൾ ഇപ്പൊ അതിന്റെ വെലോസിറ്റി 0 ആണ്. ഇത് ഇതേ വെലോസിറ്റി തന്നെ ആയിരിക്കും തിരിച്ചെവിടെ എത്താൻ പോകുന്നത്, എക്സ് ഈക്വൽ ടു 0 എത്താൻ പോകുന്നത്. റൈറ്റ്, എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇപ്പൊ സ്ലോപ്പ് 0 ആണ്, സ്ലോപ്പ് കൂടി വരണം ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കൂടുന്നത്. സോ നെഗറ്റീവ് സ്ലോപ്പ് ആവേണ്ടത് ഇവിടെയുള്ള സ്ലോപ്പ് എന്താണോ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സ്ലോപ്പാണ് ഇവിടെ വരേണ്ടത്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഈ ഗ്രാഫിന്റെ സ്ട്രക്ചർ ഇങ്ങനെ ആയിരിക്കും. റൈറ്റ്, ഇനി അത് ഡൗട്ടുള്ളവർ ജസ്റ്റ് മുമ്പ് നമ്മുടെ സ്ട്രക്ചേഴ്സ് റെഫർ ചെയ്യുക. അതിനകത്തുണ്ട് നമ്മുടെ ഈ കേസ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്, വെലോസിറ്റി നെഗറ്റീവ് ആണ് ആൻഡ് നമ്മുടെ ആക്സിലറേഷനും നെഗറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സ്ട്രക്ചർ എന്തായിരിക്കും, ഇങ്ങനെ ആയിരിക്കും. സോ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഓക്കെ, കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വരയ്ക്കുന്നതാണ്. ഓക്കെ, സെയിം സ്ലോപ്പ്, അതായത് മുമ്പത്തെ ഇതിന്റെ അതേ സ്ലോപ്പ് തന്നെയാണ് ഇവിടെ ഇതിന്. ഓക്കെ, റൈറ്റ്. ആൻഡ് ഈ ടൈം എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി 2t ആയിരിക്കും. ഓക്കെ, റൈറ്റ്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ബോൾ എവിടെ എത്തി, ബോൾ പോയി തിരിച്ചിവിടെ എത്തി. ഇനി തിരിച്ച് താഴോട്ട് വരുമ്പോഴും ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. റൈറ്റ്, ഇതിന്റെ ആക്സിലറേഷൻ അപ്പോഴും എക്സാക്ട്ലി സെയിം ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് ഒരു വ്യത്യാസം വന്നിട്ടില്ല. അതായത് നമ്മുടെ ഈ മോഷൻ താഴോട്ട് കണ്ടിന്യൂ ചെയ്യും. റൈറ്റ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്രാഫ് ഇങ്ങോട്ട് ആ പരാബോളിക് സ്ട്രക്ചർ താഴോട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. റൈറ്റ്, അത് എപ്പോൾ വരെ കണ്ടിന്യൂ ചെയ്യും, അത് ഗ്രൗണ്ടിൽ എത്തുന്നവരെ കണ്ടിന്യൂ ചെയ്യും. എപ്പോഴാണ് ഗ്രൗണ്ടിൽ എത്തുന്നത്, അത് h ഡിസ്റ്റൻസ് താഴോട്ട് ട്രാവൽ ചെയ്യുമ്പോഴാണ്. പക്ഷേ ഇതാണ് നമ്മുടെ ഒറിജിൻ, മുകളിലോട്ടാണ് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. എന്ന് വെച്ചാൽ ഇത് താഴോട്ട് ഇവിടെ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എക്സ് കോർഡിനേറ്റ് -h ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് -h ആവുന്നത് വരെ, അതായത് -h ആവുന്നത് വരെ. സപ്പോസ് ആ -h ആവാൻ എടുക്കുന്ന ടൈം സം t ഡാഷ് എടുക്കുക. ഓക്കെ, റൈറ്റ്. സോ ഇതാണ് നമ്മുടെ ഈ കേസിലെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്. ഇനി നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം ഇവിടുത്തെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എങ്ങനെ ഇരിക്കുമെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞു, ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. അതായത് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിൽ എവിടെ തൊട്ടാണോ ജസ്റ്റ് സബ്ട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഓക്കെ, അവിടെ വെച്ച് അതിനെ റിഫ്ലക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ പോയിന്റിൽ നിന്നാണ് സബ്ട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിക്കോസ് ഇതുവരെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടോ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലായിരുന്നു, തിരിച്ചത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായി ഇപ്പൊ ഈ മൊമെന്റ് തൊട്ട് മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പോയിന്റ് വെച്ചിട്ട് ഞാൻ ഈ ഗ്രാഫിനെ മിറർ റിഫ്ലക്ട് ചെയ്യണം. അതായത് ഈ ഗ്രാഫ് എക്സാക്ട്ലി ഈ സ്ട്രക്ചറിൽ പോകും. സോ നമുക്ക് നമ്മുടെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് നമുക്ക് എങ്ങനെ വരയ്ക്കാം. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഇതുവരെ എക്സാക്ട്ലി ഇങ്ങനെ ആയിരിക്കും, അതായത് ഈ സ്ട്രക്ചർ തന്നെ ആയിരിക്കും. സോ നമ്മുടെ ഈ ടൈം t ആണ്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ഇതിന്റെ മിറർ റിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ ആയിരിക്കും അവസാനം പോകാൻ പോകുന്നത്. ഇനി ഇതിനിടയ്ക്കുള്ള ഇന്റർമീഡിയറ്റ് ടൈംസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇതാണ് നമ്മുടെ t. ഇനി എക്സാക്ട്ലി 2t സ്പീഡിൽ 2t ടൈമിൽ, ഓക്കെ, ഇത് 2t ആണ്. 2t ടൈമിൽ ആ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഈ ഹൈറ്റ് എത്രയാണോ എക്സാക്ട്ലി അതേ ഹൈറ്റ് ആയിരിക്കും അത് അഡീഷണൽ മൂവ് ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് ഈ ഹൈറ്റ് ആണ് എക്സ്ട്രാ ഡിസ്റ്റൻസ് ആയിട്ട് ഇവിടെ ആഡപ്പ് ചെയ്യാൻ പോകുന്നത്. റൈറ്റ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊസിഷനിൽ അത് നിൽക്കാൻ പോകുന്നത് എക്സാക്ട്ലി നമ്മുടെ ഈ ഡിസ്റ്റൻസ്. സപ്പോസ് ഞാൻ d എന്ന് എടുക്കുവാണെങ്കിൽ, അതായത് നമ്മുടെ റെഫറൻസിൽ നിന്നുള്ള മാക്സിമം ഹൈറ്റ് d എന്ന് ഞാൻ എടുക്കുവാണെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി 2d ആണ്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ഈ സാധനം ഒരു പർട്ടിക്കുലർ ടൈം എത്രയെന്ന് വെച്ചാൽ ടി ഡാഷ് ടൈമിൽ ആ ഒബ്ജക്റ്റ് നമ്മുടെ ഗ്രൗണ്ടിലെത്തും. നമ്മുടെ ഗ്രൗണ്ടിൽ റീച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്യുക എന്നാണ് നമ്മുടെ ഈ ലെവലിൽ നിന്ന്, അതായത് നമ്മുടെ എക്സ് ഈക്വൽ ടു 0 എന്ന് h ഡിസ്റ്റൻസ് എക്സ്ട്രാ പോകുക എന്ന് വെച്ചാൽ അത് ഓൾറെഡി 2d പോയിട്ടുണ്ട്, 2d എക്സ്ട്രാ h എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എക്സ്ട്രാ പോകുന്ന എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ 2d പ്ലസ് h. അതാണ് ആക്ച്വലി ടി ഡാഷിൽ ഇവിടെ വരാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് മനസ്സിലായി. അടുത്താണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. സോ നമുക്ക് വെലോസിറ്റിക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ആക്സസ് എടുക്കാം. സോ ഇതാണ് നമ്മുടെ വെലോസിറ്റി ആക്സസ്. റൈറ്റ്, ഇതാണ് നമ്മുടെ ടൈം ആക്സസ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യാം. റൈറ്റ്,
ഇനിഷ്യലി അതിനൊരു വെലോസിറ്റി ഉണ്ട്, ഇനിഷ്യൽ വെലോസിറ്റി u, അത് മുകളിലോട്ടാണ്, സോ അത് പോസിറ്റീവ് ആണ്. സോ t is equal to 0 അതിലൊരു വെലോസിറ്റി ഉണ്ട്, ആ വെലോസിറ്റിയാണ് u. ഓക്കെ, റൈറ്റ്. ആൻഡ് ഇവിടെ നോക്കുക, ത്രൂ ഔട്ട് ഇവിടുത്തെ ആക്സലറേഷൻ താഴോട്ടാണ്, റൈറ്റ്. അതായത് എൻറ്റയർ മോഷൻ ആക്സലറേഷൻ താഴോട്ടാണ്. സോ ആക്സലറേഷൻ നെഗറ്റീവ് ആണ്. എന്ന് വെച്ചാൽ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് ആക്സലറേഷൻ, സോ ആക്സലറേഷൻ നെഗറ്റീവ് ആണ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഗ്രാഫ് എന്തായാലും ഇങ്ങനെയാണ്, നോ ഡൗട്ട്. ഓക്കെ, റൈറ്റ്. എങ്കിൽ നമുക്ക് ഇനി ഇതിനോട്ടുള്ള ഇന്റർമീഡിയറ്റ് പൊസിഷൻസ് ഒക്കെ നമുക്ക് നോക്കണം. സോ നമുക്ക് എന്തായാലും മനസ്സിലായി ഗ്രാഫിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഓക്കെ, ഗ്രാഫിന്റെ സ്ട്രക്ചർ എന്തായാലും ഇങ്ങനെയാണ് പോകാൻ പോകുന്നത്. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് ഇതിനകത്തുള്ള ഓരോ പൊസിഷൻസ് നോക്കുക. ഫസ്റ്റ്, റൈറ്റ്, നമ്മുടെ ഇനിഷ്യൽ വെലോസിറ്റി u ആയിരുന്നു. ആൻഡ് നമുക്കറിയാം ഈ ഒബ്ജക്റ്റ് മുകളിലോട്ട് പോവും, അതൊരു മാക്സിമം ഹൈറ്റിലെത്തും, അത് മാക്സിമം ഹൈറ്റ് എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി 0 ആയിരിക്കും, റൈറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെലോസിറ്റി 0 ആവുന്ന ഹൈറ്റ് ആണ് മാക്സിമം ഹൈറ്റ്. എങ്കിൽ മാക്സിമം ഹൈറ്റ് എത്താൻ എടുക്കുന്ന ടൈം ആണ് മുമ്പ് ഞാൻ t എന്ന് പറഞ്ഞ് ചൂസ് ചെയ്ത്. എന്ന് വെച്ചാൽ ഈ t, ഇത് നമ്മുടെ t ആയിരിക്കും. ഓക്കെ, റൈറ്റ്. ഇനി ഈ ടിയുടെ ഡബിൾ ടിയിൽ, ഓക്കെ, അതായത് 2 times ടിയിലായിരിക്കും ഈ ഒബ്ജക്റ്റ് പോയിട്ട് തിരിച്ച് x is equal to 0 തന്നെ വരുന്നത്, ജസ്റ്റ് ഓപ്പോസിറ്റ് വെലോസിറ്റി. അതായത് ഇതാണ് നമ്മുടെ u എങ്കിൽ എക്സാക്ട്ലി -u, ഇതാണ് -u. ഓക്കെ, റൈറ്റ്. ഇത് 2t ആയിരിക്കും. ഓക്കെ, ഞാൻ വരച്ച സ്കെയിൽസിന് പ്രശ്നമുണ്ട്, പക്ഷെ അതാണ് അതിന്റെ ഐഡിയ. ഓക്കെ, അതായത് മുകളിലോട്ട് പോകുന്ന അതേ ടൈം കൊണ്ട് തന്നെ അവസാനം തിരിച്ചു വരും. ഓക്കെ, തിരിച്ച് x is equal to 0 എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി എക്സാക്ട്ലി -u ആയിരിക്കും. സോ ഇതേ u തന്നെ ആയിരിക്കും ഇപ്പുറത്ത് -uവിൽ കറസ്പോണ്ടിങ് ഉള്ള ടൈം 2t ആയിരിക്കും. ഓക്കെ, റൈറ്റ്. ഇനി ആഫ്റ്റർ ദാറ്റ് കുറച്ചും കൂടെ കൂടുതൽ സമയം കഴിയുമ്പോൾ സാധനം ഗ്രൗണ്ടിലെത്തും. ഗ്രൗണ്ടിലെത്തുമ്പോൾ അതിനൊരു ഫൈനൈറ്റ് വെലോസിറ്റി ഉണ്ടാവും. ഞാനത് ഇവാലുവേറ്റ് ചെയ്യുന്നില്ല. സോ ഇത് ഗ്രൗണ്ടിലെത്തുന്ന വെലോസിറ്റിയാണ് ഇതെന്ന് വെച്ചു. ഓക്കെ, ഗ്രൗണ്ടിലെത്തുന്ന വെലോസിറ്റി ഇതാണ്. അത് കുറച്ചും കൂടി ഒരു ബിഗർ നെഗറ്റീവ് വെലോസിറ്റിയാണ്. എന്റെ ഗ്രാഫിന്റെ സ്കെയിൽസ് പ്രോപ്പർ അല്ല, റൈറ്റ്. സോ ഒരു ആ ടൈം എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ ആ ടൈം നമ്മൾ t' കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്തത്. സോ ഇതാണ് t'. സോ ഇതാണ് നമ്മുടെ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് സ്പീഡ് ടൈം ഗ്രാഫ് ആണ്. ജസ്റ്റ് അതിന്റെ ലോജിക് എന്താണെന്ന് മനസ്സിലാക്കുക. സ്പീഡ് ടൈം ഗ്രാഫ് വരയ്ക്കാൻ നമുക്ക് ഓൾറെഡി ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിനെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിലോട്ട് മാറ്റാൻ നമുക്കറിയാം. എവിടെ വെച്ചിട്ടാണ് നെഗറ്റീവ് വരുന്നത് അവിടെ വെച്ച് തന്നെ ഫ്ലിപ്പ് ചെയ്യുക. സെയിം സ്റ്റോറി തന്നെയാണ് നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫിനെ സ്പീഡ് ടൈം ഗ്രാഫിലോട്ട് കൺവേർട്ട് ചെയ്യാനും. ബിക്കോസ് എന്തോ വ്യത്യാസം, ബിക്കോസ് നമ്മൾ മുമ്പ് ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് മുമ്പ് ഡിസ്പ്ലേസ്മെന്റിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ഡിസ്റ്റൻസിനാണ് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. സോ ഞാൻ ആ ഗ്രാഫ് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേസ്മെന്റ്സ് ഫുള്ള് ഫ്ലിപ്പ് ചെയ്യുമെങ്കിൽ ഇൻവേർഷൻ വരുന്നിടത്ത് നമ്മുടെ ഈ കേസിലും, അതായത് നമ്മുടെ ഈ ഗ്രാഫിന്റെ കേസിലും നമ്മുടെ വെലോസിറ്റി എവിടെ വെച്ചിട്ടാണോ നെഗറ്റീവ് ആയത് അതൊക്കെ കംപ്ലീറ്റ്ലി ഫ്ലിപ്ഡ് ആവും. ഓക്കെ, റൈറ്റ്. ബിക്കോസ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് ഫ്ലിപ്ഡ് ആവുന്നതുകൊണ്ട്. ഓക്കെ, റൈറ്റ്. എന്ന് വെച്ചാൽ നമ്മുടെ സ്പീഡ് ടൈം ഗ്രാഫ് എങ്ങനെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് ടൈം ഗ്രാഫ് ഇത് എങ്ങനെയായിരിക്കും വരാൻ പോകുന്നത്. ഈ ആക്സസ് ആണ് സ്പീഡ്, ഇതാണ് ടൈം. ഓക്കെ, ഇവിടെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് അപ് ടു ദിസ് ക്യാപിറ്റൽ ടി വെലോസിറ്റി പോസിറ്റീവ് ആണ്. സോ അത് എക്സാക്ട്ലി അതുപോലെ തന്നെ ആയിരിക്കും ഇവിടെ. ബിക്കോസ് ഞാൻ ഒരേ ഡയറക്ഷനിൽ മാത്രമാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും സെയിം ആയിരിക്കും. സോ സ്പീഡും വെലോസിറ്റിയും സെയിം ആയിരിക്കും. സോ അതിന്റെ സ്ട്രക്ചർ എക്സാക്ട്ലി സെയിം തന്നെ ആയിരിക്കും. ഏതുവരെ? നമ്മുടെ ടി വരെ. ഓക്കെ, റൈറ്റ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ് ആവുക, അതുകൊണ്ടാണ് വെലോസിറ്റി നെഗറ്റീവ് ആയത്. ഓക്കെ, ഡിസ്റ്റൻസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് ഞാൻ ഫ്ലിപ്പ് ചെയ്യണം. ഓക്കെ, എങ്കിൽ ഇവിടെയും ഞാൻ ഈ സാധനം ഇവിടെ വന്നതിനെ മുഴുവൻ ഞാൻ ഇങ്ങോട്ട് ഫ്ലിപ്പ് ചെയ്യണം. ഓക്കെ, റൈറ്റ്. സോ നമ്മുടെ ഗ്രാഫിന്റെ സ്ട്രക്ചർ ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെയാണ് പോവേണ്ടത്, റൈറ്റ്. ഓക്കെ, എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഓക്കെ നമ്മുടെ ഇതാണ് ടി, ഏതാണ്ട് 2t ആകുമ്പോഴത്തേക്കും അതിന്റെ സ്പീഡ് എക്സാക്ട്ലി അത് തന്നെ ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? x is equal to 0 എന്ന് മുകളിൽ നിന്ന് പറഞ്ഞാൽ അതേ സ്പീഡ് തന്നെ ആയിരിക്കും തിരിച്ച് ഇവിടെ എത്തുമ്പോൾ ഉള്ള സ്പീഡ്. സോ 2tയിൽ അതിന്റെ സ്പീഡ് എക്സാക്ട്ലി സെയിം തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ നമ്മുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുവാണ്. നമുക്ക് ഡയറക്ഷൻ നമ്മളോട് നോക്കുന്നില്ല. സോ അതാണിത്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് സം t' ടൈം ആകുമ്പോൾ ആ സാധനത്തിന്റെ സ്പീഡ് ഏറ്റവും താഴെ ബോട്ടം പോയിന്റിലെത്തുന്ന അതേ സ്പീഡ് ആവും. ഓക്കെ, റൈറ്റ്. സോ നമുക്ക് ആ ഗ്രാഫ് മനസ്സിലായി. എങ്കിൽ ഇനി അടുത്ത കേസ് ആക്സലറേഷൻ ടൈം ഗ്രാഫ്. ആക്സലറേഷൻ ടൈം ഗ്രാഫ്. ആക്സലറേഷൻ ടൈം ഗ്രാഫ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം. ഇതാണ് എ, ഇതാണ് ടി. ഓക്കെ, ഇവിടെ നോക്കുക. ത്രൂ ഔട്ട് ദിസ് മോഷൻ ആക്സലറേഷൻ താഴോട്ടാണ്, -g ആണ്. സോ ആക്സലറേഷൻ ടൈം ഗ്രാഫ് വളരെ ഈസിയാണ്. ഇതാണ് ആക്സലറേഷൻ ടൈം ഗ്രാഫ്, -g. ഓക്കെ, സോ
നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ സിനാരിയോയിൽ പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഗ്രാഫും നമ്മൾ വരച്ചു.